ദ ബുക്ക് തീഫ്. ഓതർ മാർക്കസ് സൂസാക്ക് എഴുതിയ ദ ബുക്ക് തീഫ് എന്ന് പറയുന്ന ബുക്കിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. എൻ്റെ ഈ ചാനലിൽ ഞാൻ ബുക്സും അതിന്റെ സ്റ്റോറി എക്സ്പ്ലനേഷനും ആണ് ചെയ്യുന്നത്. അപ്പോൾ ബുക്സിന്റെ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണം. അപ്പൊ ഞാൻ ദ ബുക്ക് തീഫ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കിന്റെ സ്റ്റോറിയിലേക്ക് കടക്കാം. ഈ ബുക്ക് ഇതിന്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു ബുക്ക് തീഫിന്റെ കഥയാണ്. ബുക്സ് വായിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് അത് മോഷ്ടിച്ച് വായിക്കുന്ന ഒരു ചെറിയൊരു പെൺകുട്ടി, അവളുടെ കഥയാണ് ബുക്ക് തീഫ്. ഈ സ്റ്റോറി നടക്കുന്നത് ജർമ്മനിയിലാണ്. അതായത് ഹിറ്റ്ലർ ഒക്കെ ജീവിച്ചിരുന്ന സമയത്താണ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ഇതില് സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് ഡെത്ത് ആണ്. സാധാരണ ബുക്സിലൊക്കെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും നറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓതർ ആയിരിക്കും. പക്ഷേ ഇതില് വ്യത്യസ്തമായിട്ട് ഇതില് മരണമാണ് നമ്മളോട് കഥ പറയുന്നത്. അപ്പൊ മരണം പറയുന്നതെന്ന് വെച്ചാല് സ്റ്റാർട്ടിങ്ങില് ഓരോ മരണത്തിനും ഓരോ കളർ ഉള്ളതായിട്ടാണ് മരണം പറയുന്നത്. അതായത് ആ ഒരു മരണം നടക്കുന്ന സമയത്ത് ഏത് കളറാണോ ആകാശത്തിനുള്ളത് ആ ഒരു കളറുമായിട്ടാണ് ആ മരണത്തിനെ റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡെത്ത് അതിന്റെ കൂടെ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ മരണം നടക്കുന്ന സമയത്തും അവിടെ ബാക്കിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ഒരു മരിച്ച ആളിന്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചിരുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ അവരെ ഒരു സർവൈവേഴ്സ് ആയിട്ടാണ് ഡെത്ത് പറയുന്നത്. കാരണം ആ ഒരു മരണം അവർ സർവൈവ് ചെയ്ത് അത് കണ്ട് ആ ഒരു വിഷമം സഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അവര്. അപ്പൊ അതുപോലെയുള്ള ഒരു സർവൈവറിന്റെ കഥയാണ് ഡെത്ത് നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പൊ ഡെത്ത് അവളെ ബുക്ക് തീഫ് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നീട് അങ്ങോട്ട് അവൾ ആരാണെന്നും ഏതാണെന്നും ഒക്കെ വരും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അവളെ ബുക്ക് തീഫ് എന്നാണ് പറയുന്നത്. ഡെത്ത് അവളെ 3 തവണയാണ് കണ്ടിട്ടുള്ളത്. ഈ 3 തവണയും ഓരോ മരണങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം ഓരോ മരണത്തിനും ഓരോ കളറായിട്ടാണ് ഡെത്ത് പറയുന്നത്. അതായത് ഫസ്റ്റ് ടൈം അവളെ കാണുന്ന സമയത്ത് ആ ഒരു മരണത്തിന് ഡെത്ത് വൈറ്റ് കളറായിട്ടാണ് പറയുന്നത്. കാരണം അത് കംപ്ലീറ്റ് ഒരു സ്നോ ഉള്ള ഒരു സമയമാണ്. അതൊരു ട്രെയിനിനടുത്ത് വെച്ചിട്ടാണ് ഒരു ചെറിയൊരു പയ്യനാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ അടുത്തായിട്ട് ബുക്ക് തീഫും അവളുടെ അമ്മയും ഉണ്ട്. പിന്നെ ട്രെയിനിലെ 2 ഗാർഡ്സ് ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പൊ അവര് ആ ഒരു പയ്യന്റെ ബോഡി വീണ്ടും ട്രെയിനിൽ കയറ്റിയിട്ട് അവർ പോകുന്നതായിട്ടാണ് ഡെത്ത് കാണുന്നത്. ആ സമയത്ത് അവൾ അവിടെ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്നതാണ് ഡെത്ത് കാണുന്നത്. പിന്നീട് രണ്ടാമത് അവളെ കാണുന്ന സമയത്ത് ഡെത്ത് പറയുന്നത് ബ്ലാക്ക് കളറായിട്ടാണ്. കാരണം അവിടെ മരിച്ചിരിക്കുന്നത് ഒരു പ്ലെയിൻ ക്രാഷിൽ ഒരു പൈലറ്റ് ആണ് മരിച്ചിരിക്കുന്നത്. ആ സമയത്തും ബുക്ക് തീഫ് അവിടെ ഉണ്ട്. അപ്പോ ഒരു പയ്യൻ വന്നിട്ട് ബുക്ക് തീഫുമായിട്ട് ചേർന്നിട്ട് അവിടെ ആ പൈലറ്റിനടുത്ത് ഒരു ടെഡി ബെയറിന്റെ ഡോൾ വെച്ചിട്ട് പോകുന്നതായിട്ടാണ് ഡെത്ത് പറയുന്നത്. മൂന്നാമത് അവളെ കാണുന്ന സമയത്ത് ഡെത്ത് പറയുന്നത് ഒരു റെഡ് കളറായിട്ടാണ്. കാരണം അത് ബോംബ് ആക്രമണത്തിലുള്ള മരണത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അവിടെ ഭയങ്കര കലാപങ്ങളും ഒരു സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന ടൈമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ഈ ബോംബ് ആക്രമണത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ച് അവിടെ എല്ലാം ചിന്നിച്ചിതറി ഒരുപാട് ബോഡീസും, അപ്പൊ കംപ്ലീറ്റ് ഒരു ബ്ലഡ് മയമാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്കൈയെ കംപ്ലീറ്റ് ഒരു റെഡ് കളറായിട്ടാണ് ഡെത്ത് ഇതിൽ പറയുന്നത്. അപ്പൊ അവൾ ആ ഒരു 3ാമത് തവണ ഡെത്ത് കാണുന്ന സമയത്ത് ആ ഒരു കംപ്ലീറ്റ് ഒരു ബോംബിന്റെ കാര്യമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് എറിഞ്ഞിട്ട് അവൾ അവിടുന്ന് ഓടിപ്പോകുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ബുക്ക് ഡെത്ത് ആണ് എടുക്കുന്നത്. ആ ഒരു ബുക്ക് അവളുടെ സ്റ്റോറി തന്നെയാണ് അവൾ അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 സമയത്താണ് ബുക്ക് തീഫിനെ ഡെത്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഡെത്ത് പറയുന്നതെന്ന് വെച്ചാൽ അവളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന 3 മരണങ്ങളുടെയും കളറ് വൈറ്റ്, ബ്ലാക്ക്, റെഡ്. ഇത് 3ഉം കൂടി ചേർത്ത് കഴിഞ്ഞാല് ഡെത്ത് പറയുന്നത് ഇതൊരു നാസിയുടെ ഫ്ലാഗ് പോലെയാണ്. അതായത് ഇത് നടക്കുന്നത് ഹിറ്റ്ലറിന്റെ നാസി ജർമ്മൻ പാർട്ടി ആ ഒരു ടൈമിലൊക്കെയാണ് ഇത് നടക്കുന്നത്. ഇനി അങ്ങോട്ട് ഡെത്ത് ബുക്ക് തീഫിന്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഇനി ബുക്ക് തീഫിനെ നമുക്ക് ലീസൽ എന്ന് വിളിക്കാം. ലീസൽ മെമിംഗർ എന്നാണ് അവളുടെ പേര്. അവൾക്കൊരു 9 വയസ്സാണുള്ളത്. അതായത് 10 വയസ്സാവാറായ ഒരു കുട്ടി. അവളെ ആദ്യമായിട്ട് ഡെത്ത് മീറ്റ് ചെയ്യുന്നത് ഒരു വൈറ്റ് കളർ സീനിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കംപ്ലീറ്റ് ഒരു സ്നോ ഉള്ള ഒരു ടൈമിൽ. അപ്പൊ ആ ഒരു സീനാണ് ആദ്യം ഡെത്ത് പറയുന്നത്. ആ സമയത്ത് അവള് ട്രെയിനിലിരിക്കുകയാണ്. കൂടെ അവളുടെ അമ്മയുണ്ട്, അടുത്ത് അവളുടെ അനിയനുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ അറിയാം ആ ഒരു അനിയനാണ് മരിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്ന സ്പോയിലേഴ്സ് അല്ല. ഓൾറെഡി ഡെത്തിനങ്ങനെ മിസ്റ്ററീസ് ഒന്നും വെക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ മരിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡെത്ത് പറയും. ഞാൻ കുറച്ച് പറയാതിരിക്കാൻ ശ്രമിക്കാം. എന്നാലും ഇത് പറഞ്ഞു വരുന്ന ഒരു ഫ്ലോയിൽ ചിലപ്പം ആ ഒരു എഴുതിയിരിക്കുന്ന അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോകുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു അനിയനാണ് മരിക്കുന്നത്. അപ്പൊ ട്രെയിനിൽ ലീസലും അവളുടെ അനിയൻ വേർണറും അവളുടെ അമ്മയുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡെത്ത് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഡെത്ത് അവൾ അവിടെ ഇരിക്കുന്ന കാണാണ്. ആ പയ്യന് എന്തോ വയ്യാത്ത പോലെയുണ്ട്. അവനൊന്ന് നല്ലതായിട്ട് ചുമക്കുന്നുണ്ട്. അതോടുകൂടി അവൻ മരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഡെത്ത് അവന്റെ ജീവൻ എടുത്തു.
പക്ഷേ കൂടുള്ള ആരും അത് അറിയുന്നില്ല. ആകെ ഇത് കാണുന്നത് ലീസൽ മാത്രമാണ്. ലീസൽ അങ്ങനെ വെർണറിനെ വിളിക്കുന്ന ടൈമിൽ അവൻ എണീക്കത്തില്ല. അങ്ങനെ അവൾ ആകെ പേടിച്ചിട്ട് അവളുടെ അമ്മയെ വിളിക്കുന്നു. പിന്നീട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ അവളും അവളുടെ അമ്മയും ആ വേർണറിന്റെ ബോഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. 2 ഗാർഡ്സ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവിടെയുള്ള 2 ഗാർഡ്സ് സംസാരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈം കംപ്ലീറ്റ് സ്നോ ആണ്. അങ്ങനെ നല്ല തണുപ്പുള്ള സമയമാണ്. അവസാനം അവർ തീരുമാനിക്കുന്നുണ്ട് ഇവരെ ട്രെയിനിൽ തന്നെ കയറ്റുക, അടുത്ത ടൗണിൽ ഇറക്കാവുന്നു. അങ്ങനെ അവർ ആ ഒരു ട്രെയിനിൽ കയറി പോകുന്നതായിട്ടാണ് ഡെത്ത് പറയുന്നത്. ആ സമയത്ത് അവൾ ആകെ ഫ്രീസ് ആയിട്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ലീസലിനെ ഡെത്ത് കാണുന്നത്. അപ്പൊ ഇവര് പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാല് ലീസലിന്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ടും അവര് അത്യാവശ്യം നല്ല പട്ടിണി ആയതുകൊണ്ടും അവരുടെ 2 മക്കളെയും ഒരു ഫോസ്റ്റർ പേരൻസ്, അതായത് അവരെ എടുത്തു വളർത്താൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്ത് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക്, ഒരു പേരൻസിന്റെ കയ്യിലേക്ക് ഇവരെ 2 പേരെയും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലീസലിന്റെ അമ്മ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു വഴിക്കാണ് അവളുടെ അനിയൻ മരിച്ചു പോകുന്നത്. പിന്നീട് ഡെത്ത് അവളെ കാണുന്ന സമയത്ത് അവർ അടുത്ത ടൗൺഷിപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ട്രെയിനിലെ 2 ഗാർഡ്സ് ഉണ്ട്. അമ്മയും അവളും വേർണറിന്റെ ബോഡിയാണ് അവളുടെ കൂടെ ഉള്ളത്. പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് അവളുടെ ബ്രദറിന്റെ അടക്കം നടക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥലം ഏതാണെന്നോ എവിടെയാണ് നടക്കുന്നതെന്നോ ഏത് ആൾക്കാരാണെന്നോ ഒന്നും തന്നെ അവൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ 2 ഗ്രേവ് ഡിഗേഴ്സ്, അതായത് ഈ കുഴിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അടക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനത്തെ 2 ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് വളരെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് അവിടെ ഉള്ള ഒരു സെമിത്തേരിയിൽ അവനെ അടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു അടക്കുന്ന ടൈമില് വന്നിരിക്കുന്ന 2 ഗ്രേവ് ഡിഗേഴ്സിൽ ഒരാൾ ഒരു പയ്യനാണ്. അവൻ ഇത് കുഴി വെട്ടുന്നതിനിടയിൽ അവന്റെ കയ്യിൽ നിന്ന്, അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബുക്ക് താഴെ വീഴുന്നതായിട്ട് ഡെത്ത് കാണുന്നുണ്ട്. അങ്ങനെ അവനെ അടക്കിയ ശേഷം ലീസൽ അവിടെ തന്നെ ഇരുന്ന് കരയാണ്. അവൾ അവിടെ നിന്ന് വരുന്നില്ലായിരുന്നു, അവൻ മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അവൾ അവിടെ തന്നെ ഇരുന്ന് കരയാണ്. ആ സമയത്ത് 1-2 ഗാർഡ്സും അവളുടെ അമ്മയും കൂടി ചേർന്നിട്ട് അവളെ അവിടെ നിന്ന് പിടിച്ചിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ താഴെ ഒരു ബുക്ക് കിടക്കുന്ന കാണുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളർ ബുക്ക് വിത്ത് എ സിൽവർ റൈറ്റിംഗ്. അപ്പൊ പെട്ടെന്ന് അവള് ആരും കാണാതെ ആ ഒരു ബുക്ക് പെട്ടെന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ട്രെയിനിൽ അവരവിടുന്ന് പോവാണ്. അവിടുത്തെ ഒരു ഹിമ്മൽ സ്ട്രീറ്റിലേക്കാണ് അവിടെ പോകുന്നത്. അവിടുത്തെ ഒരു ഹ്യൂബർമാൻ ഫാമിലിയിലേക്കാണ് അവളെ കൊണ്ടുവിടാനായിട്ട് അവളുടെ അമ്മ പോകുന്നത്. അപ്പൊ ഈ ഹ്യൂബർമാൻ ഫാമിലി എന്ന് പറയുമ്പോൾ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ഒന്നുമല്ല. അവരും വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ എന്നാലും അവൾക്ക് കുറച്ച് ഫുഡെങ്കിലും കിട്ടും, എന്തെങ്കിലും അവൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കുറച്ചെങ്കിലും ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് അവളുടെ അമ്മ അവളെ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചത്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഡെത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഒരു അമ്മയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഓൾറെഡി അവർ 2 മക്കളെയും കൊടുക്കുക എന്നുള്ളൊരു വിഷമത്തിലിരിക്കുകയാണ്. അങ്ങനെ ആ പോകുന്ന വഴിക്കാണ് അവരുടെ മോന് മരിച്ചു. ഇനിയിപ്പോ മോളെ അവിടെ കൊടുക്കാൻ പോവാണ്. അങ്ങനെ എന്തായാലും അവർ ഒരു അഡോപ്ഷന്റെ അതോറിറ്റീസിന്റെ അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന ടൈമിൽ അവർ ആദ്യം ചോദിക്കുന്നത് പറഞ്ഞിരുന്ന 2 കുട്ടികളിൽ ഒരു കുട്ടിയെ കാണുന്നില്ലല്ലോ, പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ അവന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ ആ ഒരു ഹ്യൂബർമാൻ ഫാമിലി എത്തിയിട്ടുണ്ട്. അവിടുത്തെ 2 പേരൻസ് ആണ് വന്നിരിക്കുന്നത്, ഹാൻസ് ഹ്യൂബർമാനും റോസ ഹ്യൂബർമാനും. അങ്ങനെ അവര് ലീസലിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് പറയുന്നത്. ആ സമയത്ത് ആ അമ്മയുടെ മോളുടെയും ഒരു യാത്ര പറച്ചിലൊക്കെ കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട്. അതിനുശേഷം ലീസല് കാറിൽ റോസ ഹ്യൂബർമാന്റെ കൂടെയും ഹാൻസ് ഹ്യൂബർമാന്റെ കൂടെയും പോകുന്നതായിട്ടാണ് പറയുന്നത്. അവളപ്പോ ആദ്യമായിട്ടാണ് കാറിൽ യാത്ര പോകുന്നത്. അവസാനം അവർ ആ ഒരു വീടെത്തുന്നുണ്ട്. വീടെത്തുന്ന ടൈമിൽ അവൾ കാറിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. കുറെ പറഞ്ഞിട്ടാണ് അവളെ ഇറക്കുന്നത്. ആ ചെല്ലുന്ന സമയത്ത് തന്നെ അവൾ ഇറങ്ങാത്ത സമയത്ത് റോസ ഹ്യൂബർമാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവസാനം അവിടുത്തെ ഒരു ഹാൻസ് ഹ്യൂബർമാൻ പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങുന്നത്. അപ്പൊ അയാൾ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആളായിട്ടാണ്. റോസ കുറച്ച് ബഹളം വെച്ച് കുറച്ചൊരു ഷൗട്ട് ചെയ്ത് എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഓൾറെഡി ഇപ്പൊ റോസയ്ക്കും ഹാൻസ് ഹ്യൂബർമാൻ ആണെങ്കിലും മക്കളില്ലാത്തോണ്ടൊന്നും അല്ല അവരവളെ നോക്കാൻ ഏറ്റെടുത്തത്. അവർക്ക് ഓൾറെഡി 2 മക്കളുണ്ട്, ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. റൂഡി ഹ്യൂബർമാനും ഹാൻസ് ജൂനിയറുമാണ് അവരുടെ മക്കള്. അവരിപ്പോ ഓൾറെഡി വലുതായി, അവര് വേറെ സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാൻസ് ഹ്യൂബർമാൻ ആണ് ലീസലിനെ കാറിൽ നിന്നും ഇറക്കുന്നത്. അപ്പൊ അവൾ അവളുടെ ഒരു സ്യൂട്ട് കേസും അവളുടെ കയ്യിൽ അവളെടുത്ത ആ ഒരു ബ്ലാക്ക് കളർ ബുക്കുമായിട്ടാണ് അവൾ അകത്തേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത് ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട്. അത് ശരിക്കും ഗ്രേവ് ഡിഗേഴ്സിന്റെ ഒരു ഹാൻഡ് ബുക്ക് ആയിരുന്നു. അതായത് ഒരു 12 സ്റ്റെപ്പ് ഗൈഡ് ഫോർ ഗ്രേവ് ഡിഗിങ് സക്സസ്. ഈ ഒരു കുഴി എടുക്കുന്നതിന്റെ ഒരു പ്രോപ്പർ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു ആ ഒരു ബുക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ലീസലിന് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല. അപ്പൊ അവൾക്ക് ആ ഒരു ബുക്കിലെ കണ്ടന്റ് എന്താണെന്നോ ഒന്നും അറിയില്ല. ആ ഒരു ബുക്ക് കിടക്കുന്നുണ്ടു, അവൾ അത് എടുത്തിട്ട് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ബുക്കും അവളുടെ സാധനങ്ങളും ഒക്കെ ആയിട്ട് അവള് ഹ്യൂബർമാൻ വീട്ടിലേക്ക് കയറുന്നതായിട്ടാണ് പറയുന്നത്. പിന്നീട് ഡെത്ത് പറയുന്നത് അവളുടെ ഫാമിലിയെ കുറിച്ചാണ്. അതായത് അവളുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. അമ്മയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞല്ലോ, അമ്മയ്ക്ക് തീരെ വയ്യാത്തതായിരുന്നു, അമ്മയ്ക്ക് പൈസയും കാര്യങ്ങളും ഒന്നുമില്ല.
പിന്നെ അവളുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. അച്ഛനെ കുറിച്ച് ഇതിലാകെ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് മാത്രമേ അവൾക്ക് അറിയത്തുള്ളൂ. പക്ഷെ അവൾക്ക് എന്താണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നോ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അന്നത്തെ കാലത്തുള്ള ഈ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് അവൾക്ക് തീരെ അറിയില്ല. കാരണം അവള് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഹ്യൂബർമാൻ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് റൂംസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആ നാട്ടിലൊക്കെ എല്ലാ വീട്ടിലും ഒരു ബേസ്മെന്റ് കാണുമായിരിക്കും. അത് ഇപ്പൊ എന്തെങ്കിലും ഒരു യുദ്ധമോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബേസ്മെന്റ് ഉള്ളത്. അപ്പൊ ഇനി ഹാൻസിനെ കുറിച്ച് പറയാം. ഹാൻസ് എന്ന് പറയുന്നത് ഒരു പെയിന്റർ ആണ്. അതായത് വീടൊക്കെ പെയിന്റ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ അയാൾ ഒരു അക്കോർഡിയനിസ്റ്റ് ആണ്. അക്കോർഡിയൻ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അത് വായിക്കുന്ന ഒരാളാണ്. അയാൾ അവിടെ ഉള്ള പബ്ബിലൊക്കെ പോയിട്ട് അത് വായിക്കും. അങ്ങനെ കുറച്ചൊക്കെ പൈസ അവർക്ക് കിട്ടാറുണ്ട്. പിന്നെ ഈ ഒരു പെയിന്റിങ്ങിന്റെ പണിക്ക് അയാൾ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അവരങ്ങനെ ഒരു വലിയൊരു വെൽത്തി ഫാമിലി ഒന്നുമല്ല. അവരൊരു സാധാരണ ആൾക്കാരാണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹിമ്മൽ സ്ട്രീറ്റിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലി ഒന്നും അല്ല അവിടെ ഉള്ളത്. കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ റോസ ഹ്യൂബർമാനെ കുറിച്ച് പറഞ്ഞാല് അവര് ഈ കുറച്ച് പണക്കാരായിട്ടുള്ള വീട്ടിലേക്ക് തുണി വാഷിങ്ങും അയണിങ്ങും ചെയ്യുന്ന ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ലീസൽ അവിടെ എത്തിയ ശേഷം ലീസലിനോട് വന്ന സമയത്ത് റോസ ഹ്യൂബർമാൻ കുളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ അനങ്ങുന്നില്ല. അവൾ ചെന്നപ്പോ തൊട്ടേ അവൾ ഒന്നിനും സഹകരിക്കുന്നില്ലായിരുന്നു. അപ്പൊ റോസ അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹാൻസ് ആണ് അവളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഹാൻസ് സ്മോക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അയാൾക്ക് ഇങ്ങനെ സിഗരറ്റ് റോൾ ചെയ്തിട്ട് സ്മോക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എനിക്കിത് റോൾ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് അവളെ കൊണ്ട് അതിങ്ങനെ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചിങ്ങനെ അവൾ അത് ചെയ്യുന്ന സമയത്ത് അവൾക്ക് കുറച്ചൊരു മൂഡ് ചേഞ്ച് ആവുന്നുണ്ട്. അതിനുശേഷം അവൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റോറി എല്ലാം പറയുന്നത് ഡെത്ത് ആണ്. അപ്പൊ ഡെത്ത് ഹാൻസിന്റെ കാര്യം പറയുന്ന സമയത്ത് ഓൾറെഡി പറയുന്നുണ്ട്, ഹാൻസ് 1-2 തവണ ഡെത്തിന്റെ കയ്യിൽ നിന്ന് വഴുതി പോയതാണ്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഹാൻസ് ജസ്റ്റ് മിസ്സിനാണ് ഡെത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹാൻസിനെ കുറിച്ച് പറയുന്നത് അയാൾ ഭയങ്കര ഒരു കൈൻഡ് ആയിട്ടുള്ള ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരാളാണ്. റോസ എന്ന് വെച്ചാൽ എപ്പോഴും ചീത്ത വിളിക്കുകയും ബ്ലെയിം ചെയ്യും, ഓരോരുത്തരെ ഇങ്ങനെ കേഴ്സ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ റോസയുടെ നമുക്കൊരു ദേഷ്യം തോന്നത്തില്ല. റോസ ഒരു ടിപ്പിക്കൽ ഒരു അമ്മ. അതായത് എല്ലാത്തിനും വീട്ടിൽ കിടന്ന് വഴക്കിടുന്ന, അവർക്ക് ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നും അറിയത്തില്ല. അവർക്ക് ലീസലിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ ബഹളം വെച്ചിട്ടാണ്. ഇപ്പൊ അവരുടെ ഹസ്ബൻഡ് ഹാൻസുമായിട്ടും എല്ലാത്തിനും 1-2 പറഞ്ഞ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് റോസ. അങ്ങനെ കുറച്ചു ദിവസം കഴിയുന്ന സമയത്ത് റോസ ലീസലിനോട് പറയുന്നുണ്ട്, ഇനി തൊട്ട് ഞങ്ങളെ മമ്മാന്നും പപ്പാന്നും വിളിക്കണമെന്ന്. അപ്പൊ ഓൾറെഡി അവളുടെ മനസ്സിൽ അവൾക്ക് ഹാൻസിനെ ഓൾറെഡി അവൾക്ക് പപ്പ ആയിട്ട് കണ്ടു തുടങ്ങിയായിരുന്നു. അവളും ഹാൻസുമായിട്ട് നല്ലൊരു റിലേഷനാണ് ഉള്ളത്. അപ്പോൾ ഹാൻസും ലീസലും തമ്മിൽ അത്ര അടുപ്പം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ലീസൽ അവിടെ എത്തിയ സമയം തൊട്ട് എന്നും രാത്രിയിൽ അവൾ പേടിച്ച് സ്വപ്നം കണ്ട് എണീക്കാറുണ്ടായിരുന്നു. അപ്പൊ അവൾക്കൊരു ബെഡ്റൂം ഉണ്ട്. ആ റൂമിൽ തന്നെ 2 ബെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ അനിയന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് എല്ലാ ദിവസവും രാത്രി ഒരു 12 മണിയാവുന്ന സമയത്ത് അവള് പേടിച്ച് എണീക്കാറുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ അവൾ പേടിച്ച് ബഹളം വെക്കുന്ന സമയത്ത് ഹൻസ് ആണ് അവളുടെ കൂടെ വരുന്നതും അവളെ സമാധാനിപ്പിക്കുന്നതും. അപ്പൊ അവൾ ആ സമയത്ത് സ്വപ്നം കണ്ടാണ് എണീക്കുന്നത്. ആ സ്വപ്നത്തിലെല്ലാം അവൾ കാണുന്നത് അവളുടെ ബ്രദർ വേർണർ മരിച്ച ആ ഒരു സീനും ട്രെയിനിൽ വെച്ചിട്ടുള്ള ആ കാര്യങ്ങളാണ് അവൾ കാണുന്നത്. അത് കണ്ട് പേടിച്ചെണീക്കുന്ന സമയത്ത് ഹൻസ് അവളുടെ കൂടെ വന്നിരിക്കുകയും അവളെ പിടിച്ച് സമാധാനിപ്പിച്ച് ഉറക്കുകയാണ് ചെയ്യുന്നത്. അവൾ അങ്ങനെ ഒരു 1-2 മണിക്കൂർ അങ്ങനെ ഉണർന്നിരുന്ന ശേഷം എല്ലാ ദിവസവും അവൾ രാത്രി ഒരു 2 മണിവരെങ്കിലും അവൾ അങ്ങനെ പേടിച്ച് ഉണർന്നിരിക്കും. അതിനുശേഷമാണ് അവൾ ഉറങ്ങുന്നത്. അപ്പൊ അവൾ എന്നും രാവിലെ എണീക്കുന്ന സമയത്ത് ഹാൻസ് ആ റൂമിലെ മറ്റേ ബെഡിൽ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവൾക്ക് എന്നും രാവിലെ അതുകൊണ്ട് ഹാൻസിനെ കണ്ടാണ് അവൾ എണീക്കുന്നത്. അങ്ങനെയാണ് അവളും ഹാൻസും തമ്മിൽ കുറച്ച് നല്ലൊരു അടുപ്പമാവുന്നത്. ലീസിൽ കിടക്കുന്ന ആ ഒരു ബെഡിനടിയിലാണ് അവൾക്ക് കിട്ടിയ ആ ഒരു ഗ്രേവ് ഡിഗേഴ്സിന്റെ ഹാൻഡ് ബുക്ക് അവൾ ഒളിച്ചു വെച്ചിരുന്നത്. ആ ഒരു ബുക്ക് അവൾക്ക് വായിക്കാനും എഴുതാനും ഒന്നും അറിയത്തില്ലെങ്കിലും അവളുടെ മനസ്സിൽ ആ ഒരു ബുക്കിനോടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അതായത് അവളുടെ അമ്മയും ബ്രദറിനെയും അവൾ അവസാനമായിട്ട് കണ്ട സമയത്ത് ഉള്ള ഒരു ബുക്കാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ അത് സൂക്ഷിച്ച് അവളുടെ കൂടെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ രാത്രിയിൽ അവള് പേടിച്ചെണീക്കുന്ന സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ഹാൻസും അവളും കൂടി ഇരുന്നിട്ട് ഹാൻസ് അവൾക്ക് അക്കോർഡിയോൺ വായിച്ചു കൊടുക്കാറുണ്ട്. ആ സമയത്ത് റോസ രാത്രി എണീച്ചിട്ട് അവിടെ ഒന്ന് ബഹളം വെക്കാറുണ്ട്. ഈ പാതിരാത്രി ഇങ്ങനെ ഇവിടെ കിടന്ന് പാട്ടും ബഹളം വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ലീസലും ഹാൻസും അവര് തമ്മിൽ കുറച്ചുകൂടി ഒരു സിങ്ക് ആയി വരുന്ന കുറെ സീൻസ് ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് ലീസലിനെ അവർ സ്കൂളിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഓൾറെഡി 10 വയസ്സ് ആവാറായിട്ടുണ്ട്. പക്ഷെ അവൾക്കൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവളെ ചെറിയ ക്ലാസ്സിലാണ് ചേർക്കുന്നത്. അപ്പൊ അവൾക്ക് അതുകൊണ്ട് തന്നെ അതൊരു ഇൻസൾട്ട് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അവളുടെ കൂടെ ഇരിക്കുന്ന എല്ലാം കൊച്ചുകുട്ടികളും അവൾ മാത്രം ഒരു വലിയൊരു കുട്ടിയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് ക്ലാസ്സിൽ പോകാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. അവൾക്ക് ഉടനെ തന്നെ 10 വയസ്സാവുന്നുണ്ട്. അപ്പൊ 10 വയസ്സാവുന്ന സമയത്ത് അവൾ അവിടെയുള്ള
ഒരു ബാൻഡിലേക്ക് അവളെ ജോയിൻ ചെയ്യിക്കുന്നുണ്ട്. അതായത് ഹിറ്റ്ലർ യൂത്ത് എന്ന് പറയുന്ന ജർമ്മൻ ഗേൾസ് ഒക്കെ ചേർന്ന ഒരു ബാൻഡാണ്. അപ്പൊ ആ ഒരു ബാൻഡിൽ അവർ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഹിറ്റ്ലറിനെ റെസ്പെക്ട് ചെയ്യാനും ഹിറ്റ്ലറിനെ ഹെയിൽ ചെയ്യുക. ഇതിലെപ്പോഴും പറയുന്ന ഒരു വേർഡാണ് ഹെയിൽ ഹിറ്റ്ലർ. അതായത് ഒരു സല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ വണങ്ങുക എന്നുള്ളൊരിതാണ്. പിന്നെ ഹിറ്റ്ലറിന്റെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് അതിൽ മാർച്ച് ചെയ്യാനും അതിനൊക്കെയുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ ഒരു ബാൻഡിൽ നടത്തുന്നത്. അപ്പൊ അവൾ അതിൽ കൊണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവൾക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് വരുന്നുണ്ട്. ഹാൻസ് പകല് പെയിന്റിംഗ് വർക്കിന് പോകാറുണ്ട്. വൈകിട്ട് ആകുമ്പോഴത്തേക്കും അയാള് ഈ ഒരു പബ്ബില് അക്കോർഡിയോൺ വായിക്കാൻ പോകും. ആ സമയത്ത് അവൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. പക്ഷെ എങ്ങനെ പോയാലും രാത്രി അവൾക്ക് ആ ഒരു പേടിച്ച് അവള് ഞെട്ടി ഉണരുന്നതിന് മുന്നേ തന്നെ ഹാൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെ പോയാലും രാത്രിയിൽ ഹാൻസ് അവളുടെ കൂടെ തന്നെ കാണുമെന്നൊരു വിശ്വാസം അവൾക്കുണ്ട്. അപ്പൊ ചില ദിവസങ്ങളിൽ റോസ ഈ വലിയ വലിയ വീട്ടുകളിൽ തുണികൾ കഴുകിയിട്ട് തേച്ചിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്ന സമയത്ത് ലീസലിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അവിടുന്ന് അവര് ബാക്കി തുണികൾ പുതിയത് വാങ്ങിച്ചിട്ട് വരും. അപ്പൊ ഓരോ വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്തും റോസ ലീസലിനോട് ആ വീട്ടിലുള്ളവരെ കുറിച്ച് കുറ്റം പറയാറുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഒരു വീടാണ് മേയറിന്റെ വീട്, ആ നാട്ടിലെ മേയറിന്റെ വീട്. അപ്പൊ മേയറിന്റെ വൈഫാണ് ഇവർക്ക് തുണി കൊടുക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം ലീസലിനോടാണ് അത് കൊടുക്കാനും അവരുടെ കയ്യിൽ നിന്ന് തുണികൾ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് റോസ പറയുന്നത്. അപ്പൊ റോസ കൂടെ ഉണ്ട്. അപ്പൊ ലീസലാണ് പോയിട്ട് അവിടെ നോക്ക് ചെയ്ത് അത് തുണി കൊടുക്കുന്നതും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതും. അപ്പൊ അവര് മേയറിന്റെ വൈഫ് വരുമെങ്കിലും അവരങ്ങനെ അവളോട് നോക്കുവോ ചിരിക്കുവോ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ അവരെ കാണുന്ന സമയത്ത് ലീസൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവരെ കണ്ടിട്ട് ഒരു സ്ട്രേഞ്ച് ഫീലിംഗ്, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലാന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ റോസ ലീസലിനോട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ അങ്ങനത്തെ ഒരു ടൈപ്പാണ്, അവരാരോടും ഒന്നും സംസാരിക്കത്തില്ല. അവിടെ ഇപ്പൊ ഇത്രയും തണുപ്പാണെങ്കിൽ പോലും അവര് അവിടുത്തെ ആ ഒരു ഫയർ കത്തിക്കത്തില്ല. അവരിങ്ങനെ ഏതു നേരവും തണുപ്പത്ത് ജനലും തുറന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് റോസ ലീസലിനോട് പറയുന്നുണ്ട്. അങ്ങനെ റോസയും ലീസലും ഓരോ വീട്ടിൽ പോയി കഴിയുമ്പോഴും ആ വീട്ടിലുള്ള എല്ലാരെയും റോസ കുറ്റം പറയും. അതിനുശേഷം അതെല്ലാം കഴിയുമ്പോഴത്തേക്കും റോസ ഹാൻസിനെ എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങും. അപ്പൊ റോസ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, റോസ ലീസലിനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് അവരുടെ നൈബർ ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, അവരുടെ പേര് ഫ്രോ ഹോൾസാപ്പെൽ എന്നാണ്. ഇതിൽ കുറെ ജർമ്മൻ നെയിംസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഫ്രോ ഹോൾസാപ്പെല്ലും റോസയും തമ്മിൽ പണ്ട് തൊട്ടുള്ള എന്തോ ഒരു വഴക്കിന്റെ പേരിൽ അവരത്ര നല്ല ടേംസിലല്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഇതില് ഹിമ്മൽ സ്ട്രീറ്റിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് ഡെത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ ഫ്രോ ഡില്ലർ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്. അവര് ആ നാട്ടില് ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ലേഡിയാണ്. അവരുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ അവര് ഹിറ്റ്ലറിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു ലേഡിയാണ്. അവരുടെ കടയിൽ പോയി എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഹെയിൽ ഹിറ്റ്ലർ എന്ന് പറയണം. അതായത് ഹിറ്റ്ലറിനെ പ്രോപ്പറായിട്ട് സല്യൂട്ട് ചെയ്താൽ മാത്രമേ അവര് സാധനങ്ങൾ കൊടുക്കാറുള്ളൂ. പിന്നീട് ഇതിൽ പറയുന്നത് ഒരു പയ്യനാണ്, അവന്റെ പേര് ടോമി മുള്ളർ എന്നാണ്. അവന് ഒരു ചെവി ഏക്കത്തില്ല, അത് കുഞ്ഞിലേ ഉള്ള എന്തോ ഒരു ഇതില് പറ്റിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവന് ചെറിയതായിട്ട് ഒരു ട്വിച്ചിങ്, ഒരു വിറയിലുള്ള പോലെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഫിഫിക്കസ് എന്ന് പറയുന്ന ഒരാളാണ്. അത് അയാളുടെ റിയൽ നെയിം അല്ല, അത് ഈ കുട്ടികളെ വിളിക്കുന്നതാണ്. അപ്പൊ അയാൾ ഇങ്ങനെ പിള്ളേരെ എപ്പോഴും വഴക്കു പറയും, കുറച്ച് റൂഡായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ് റൂഡി സ്റ്റീനർ എന്ന് പറയുന്നത് ഒരു കൊച്ചു പയ്യനാണ്. ലീസലിനേക്കാളും കുറച്ചുകൂടി പ്രായമുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഈ റൂഡി സ്റ്റീനർ ആണ് ലീസലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇനി വരുന്നത്. അപ്പോ റൂഡിയുടെ ഫാമിലിയാണ് സ്റ്റീനർ ഫാമിലി ഹൂബർമാൻ ഫാമിലിയുടെ നൈബേഴ്സ് ആണ്. അപ്പൊ അവരുടെ വീട്ടില് 6 കുട്ടികളുണ്ട്. അപ്പൊ റൂഡിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ജസ് ഓവൻ എന്ന് പറയുന്ന ഒരു അത്ലറ്റിന്റെ ഇൻസിഡന്റ് പിന്നീട് പറയാവുന്ന ഡെത്ത് പറയുന്നുണ്ട്. ലീസൽ അവിടെ എത്തിയതിനു ശേഷം കുറച്ച് ദിവസത്തിനകം തന്നെ റോസ അവളോട് പുറത്തുപോയി കളിക്കാനും അവിടെയുള്ള കുട്ടികളെയൊക്കെ പരിചയപ്പെടാനും വിടുന്നുണ്ട്. അങ്ങനെ അവൾ പോകുന്ന സമയത്താണ് അവിടെയുള്ള കുറച്ച് കുട്ടികളെയൊക്കെ കാണുന്നത്. അപ്പൊ അവരവിടെ ഒരു സോക്കർ ബോൾ, ഒരു ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ സമയത്ത് അവൾ പുതിയതായതുകൊണ്ട് തന്നെ അവളെ ഒരു ഗോൾ കീപ്പർ ആക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ച് കളിച്ചിട്ടാണ് അവൾ റൂഡിയായിട്ട് കൂട്ടാവുന്നത്. അപ്പൊ റൂഡി ഒരു ബെസ്റ്റ് പ്ലെയർ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ ദിവസം റൂഡി ഗോൾ അടിക്കുന്ന സമയത്ത് ലീസൽ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനത് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഒരു സ്നോ ബോൾ ആക്കിയിട്ട് അവളുടെ മുഖത്തേക്ക് അവനെടുത്ത് എറിയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ലീസൽ അവനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതായത് ഇപ്പോ റോസ ഹൂബർമാന്റെ കൂടെ കൂടിയിട്ട് കുറച്ച് ജർമ്മൻ ചീത്തകളൊക്കെ ലീസൽ ഓൾറെഡി പറയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരെണ്ണം അവൾ അവനെ വിളിക്കുന്നുണ്ട്. പിന്നീട് ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട് ഈ റൂഡി തന്നെയാണ് ഇനി അങ്ങോട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നതും. അപ്പോൾ റൂഡിക്ക് ഓൾറെഡി ലീസലിനെ ഇഷ്ടമായി എന്നുള്ള കാര്യവും ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കളിക്കാൻ പോകുന്ന ഒന്നിച്ചാണ്, സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ഒന്നിച്ചാണ്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലും റൂഡി ഇടയ്ക്കിടയ്ക്കൊക്കെ അവളെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലാറുണ്ട്. അപ്പൊ റൂഡിയാണ് ലീസലിനെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു കടയിലുള്ള ഫ്രോ ഡീലറിനെ കുറിച്ചും പിന്നീട് ഫിഫിക്കസിനെ കുറിച്ചൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ദിവസം അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വഴി വെച്ചിട്ട് ഫിഫിക്കസിനെ കാണുകയും അയാൾ എന്തോ കളിയാക്കുക എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ അവരെ ഓടിക്കുന്നുണ്ട്.
അങ്ങനെ അവരവിടുന്ന് ഓടിപ്പോകുന്ന സമയത്ത് റൂഡി പറയുന്നുണ്ട് നമുക്കൊരു റേസ് വെക്കാം. അപ്പൊ റൂഡി പറയുന്നതെന്ന് വെച്ചാൽ റൂഡിയാണ് ജയിക്കുന്നെങ്കിൽ ലീസൽ റൂഡിക്ക് ഒരു ഉമ്മ എടുക്കണോന്നാണ് പറയുന്നത്. അപ്പൊ അവൾ അപ്പോഴേ പറയുന്നുണ്ട് അത് പറ്റത്തില്ല, അതെന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അവൻ പറയുന്നുണ്ട് അവള് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആ ഒരു ഗോൾ കീപ്പറിന്റെ പൊസിഷൻ മാറ്റിയിട്ട് അവളെ കളിക്കാൻ സമ്മതിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഓടുവാണ്. ഓടുന്നതിനിടയിൽ അവർ രണ്ടുപേരും ചെളിയിലൊക്കെ വീണ് ഡ്രസ്സിൽ മൊത്തം ചെളിയാവുന്നുണ്ട്. അവസാനം രണ്ടുപേരും ഒന്നിച്ചാണ് എത്തുന്നത്. അപ്പൊ രണ്ടുപേരും ഒരേപോലെയാണ് ജയിക്കുന്നത്. എന്നിട്ടും റൂഡി അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവനൊരു ഉമ്മ കൊടുക്കുമെന്ന്. പക്ഷെ അപ്പൊ അവള് സമ്മതിക്കത്തില്ല. ഇത് ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട്. ഇതിനെ ഒരു നെഗറ്റീവ് ആയിട്ട് എടുക്കരുത്, ഇവർ ആക്ച്വലി കൊച്ചു പിള്ളേരാണ്. അപ്പൊ ഡെത്ത് പറയുന്നതെന്ന് വെച്ചാൽ അവൻ അവളോട് അത്ര ഇഷ്ടമാണ്, ഒരു ക്യൂട്ട് ഇന്നസെന്റ് ലവ്, അങ്ങനെ മാത്രം ഇതിനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അവർ രണ്ടുപേരും ജയിച്ചു. അവസാനം അവർ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ റൂഡി അവളോട് അത് ചോദിക്കുന്ന സമയത്തും അവളുടെ മനസ്സിൽ ആകെ മൊത്തം ടെൻഷൻ എന്ന് വെച്ചാൽ ഇനിയിപ്പോ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് റോസ ഹൂബർമാൻ അവളെ കിടന്ന് കുറെ വഴക്ക് പറയുമല്ലോ, ഡ്രസ്സിൽ മൊത്തം ചെളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഓർത്തിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാവാണ്. ഇനി ഇതില് റൂഡിയുടെ ഒരു ഇൻസിഡന്റ് ആണ് പറയുന്നത്. ലീസൽ അവിടെ വരുന്നതിന് മുൻപ് അവൻ കുറച്ച് കുഞ്ഞായിരുന്ന സമയത്തുള്ളതാണ്. അവന് ഈ ഒരു അത്ലറ്റിക്സിലൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവന് ജെസ് ഓവൻ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ അത്ലറ്റിനോട് ഭയങ്കര ആരാധനയായിരുന്നു. അപ്പൊ അയാള് ഒരു ബ്ലാക്ക് ആണ്. അപ്പൊ അയാളോടുള്ള ഒരു ആരാധന കൂടിയിട്ട് ഒരു പ്രാവശ്യം റൂഡി അവന്റെ ദേഹം മൊത്തം ചാർക്കോൾ വെച്ചിട്ട് കരി തേച്ച് ഫുള്ള് കറുത്ത കളറാക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഗ്രൗണ്ടിൽ കൂടി കുറെ പ്രാവശ്യം കിടന്ന് ഓടുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആൾക്കാരൊക്കെ കൂടുകയും ഇത് കണ്ടിട്ട് അവനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ അച്ഛൻ അലക്സ് ടീനർ അവിടെ വരികയും അവനെ ചെവിക്ക് പിടിച്ച് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ ആരെയും പോലെ ആവാൻ നിൽക്കണ്ട, ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് നിന്നെ പിടിച്ചിട്ട് പോകും. അപ്പൊ നീ ഇങ്ങനെ ബ്ലാക്ക് അല്ലെങ്കിൽ ജൂയിഷ് പീപ്പിള് അവരുടെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നീ നിൽക്കരുത്. അപ്പൊ ഇതിൽ ഈ നാസി പാർട്ടി പറയുന്നുണ്ട്. നാസി പാർട്ടി എന്ന് പറയുമ്പോൾ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ജൂയിഷ് പീപ്പിളിനെ അവർക്ക് കണ്ടുകൂടാ. അവർക്ക് അവിടുന്ന് അതായത് ജൂതന്മാരെ അവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം തന്നെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ട അവരൊന്നുകിൽ അവരെ കൊന്നുകളയും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും. അപ്പൊ ഞാനിപ്പോ ഇതിൽ പറഞ്ഞ ഒരു ആൾക്കാരും ജൂയിഷ് അല്ല, എല്ലാരും ക്രിസ്ത്യൻസ് ആണ്. ഈ ഹിറ്റ്ലറിന്റെ പാർട്ടിയാണ് ഈ നാസി പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും അതിൽ ജോയിൻ ചെയ്തിരിക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ അലക്സ് ടീനർ, അതായത് റൂഡിയുടെ അച്ഛൻ, അയാള് നാസി പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾ ഉള്ളുകൊണ്ട് ജ്യൂസിനെ വെറുക്കുന്ന ഒരാളല്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. അതായത് അവർക്ക് ജൂതന്മാരോട് അങ്ങനെ ദേഷ്യം, അവരങ്ങനെ ഒരു ജ്യൂസ് എന്ന് പറയുന്ന വേറെ ആൾക്കാരായിട്ടോ അങ്ങനെ കാണുന്നവരല്ല. പക്ഷെ അന്നത്തെ ആ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അവർക്ക് അത് പുറത്ത് പറയാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് റൂഡിയെ അലക്സ് വഴക്ക് പറയുന്നത്. ഇങ്ങനെ ഒരു ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് ഒരു ബ്ലാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് റൂഡിയെ അലക്സ് ടീനർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നാസി പാർട്ടീസ് ഇവരെ പിടിച്ചിട്ട് പോകുന്നുള്ളത് റൂഡിക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് അവിടെ ഒരു നാസിയുടെ ഒരു പരേഡ് നടക്കുന്ന ഒരു ദിവസത്തിനെ കുറിച്ചാണ്. അപ്പൊ ആ നാട്ടിലുള്ള ഒരുവിധം എല്ലാവരും അന്ന് ആ സമയത്തൊക്കെ നാസി പാർട്ടീസിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ അലക്സ് ടീനറിനെ പോലെ തന്നെ ഹാൻസ് ഹ്യൂബർമാനും നാസി പാർട്ടിയോട് വലിയ താല്പര്യമില്ല. അയാളും ജ്യൂസിനെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അതുപോലെ തന്നെ ഹാൻസ് ഹ്യൂബർമാൻ ആ ഒരു നാസി പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുമില്ല. അപ്പോ അന്നത്തെ ദിവസം രാത്രിയിലും ലീസല് പേടിച്ചിട്ട് രാത്രി എണീക്കുന്നുണ്ട്. ആ സമയത്ത് ഹാൻസ് ഹ്യൂബർമാൻ അവിടെ വരികയും അവള് അറിയാതെ ബെഡില് യൂറിൻ പാസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഹാൻസ് ഹ്യൂബർമാൻ അവളോട് പറയുന്നുണ്ട് പേടിക്കണ്ട, ഞാനിതെല്ലാം വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവളോട് അവിടുന്ന് എണീക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ബെഡ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഗ്രേവ് ഡിഗേഴ്സിന്റെ ഹാൻഡ് ബുക്ക് ഹാൻസ് ഹ്യൂബർമാൻ കാണുന്നത്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട് അത് അവൾക്ക് വഴി കിടന്ന് കിട്ടിയതാണെന്നും അവൾ അവിടെ നിന്ന് എടുത്തതാണെന്നും. അപ്പൊ ലീസൽ ഹാൻസിനോട് പറയുന്നുണ്ട് പപ്പ എനിക്ക് ബുക്ക് വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്നെ പഠിപ്പിച്ചു തരുമോന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അന്ന് തൊട്ട് ഹാൻസും ലീസലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അന്ന് തൊട്ടാണ് അവർ ഈ ഒരു മിഡ് നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഹാൻസ് ഹ്യൂബർമാൻ ആ ഒരു ബുക്ക് ഗ്രേവ് ഡിഗേഴ്സിന്റെ ഹാൻഡ് ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ പറഞ്ഞ ഒരു കുഴി എടുക്കുന്നതിന്റെ കാര്യവും അതിന്റെ സ്റ്റെപ്സ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് തന്നെ ഹാൻസിന് മനസ്സിലാവുന്നുണ്ട് അത് ഭയങ്കര ടഫാണ്, അവൾക്ക് പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സിമ്പിൾ ബുക്ക് വായിച്ചു തുടങ്ങാമെന്ന് പറയുന്ന സമയത്ത് അപ്പൊ അവള് പറയുന്നുണ്ട് വേണ്ട, എനിക്ക് ഈ ബുക്ക് തന്നെ വായിച്ച് പഠിച്ചാൽ മതിയെന്ന്. അപ്പൊ അവള് പറയുന്നതെന്ന് വെച്ചാല് എനിക്ക് കുറച്ചൊക്കെ അറിയാന്നുള്ള രീതിയിലാണ് അവള് പറയുന്നത്. അങ്ങനെ ഹാൻസ് അവളെ കൊണ്ട് വായിപ്പിക്കാൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അവൾ അത് വെറുതെ പറഞ്ഞതാണ്, അത് തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് അവൾ അത് കള്ളം പറഞ്ഞാണ്. അങ്ങനെ ഹാൻസ് അവളോട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ആൽഫബറ്റ്സിൽ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവര് സ്റ്റാർട്ടിങ് ആൽഫബറ്റ്സ് ABCD തൊട്ട് പഠിക്കുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ A ഫോർ ആപ്പിൾ, B ഫോർ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ അത് പഠിക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും, കാരണം ലീസൽ എല്ലാ ദിവസവും രാത്രിയിൽ പേടിച്ചെണീക്കാറുണ്ട്. അപ്പൊ കുറച്ചു നേരം അവർ കാര്യം പറഞ്ഞിരിക്കാറുണ്ട്, അല്ലെങ്കിൽ അക്കോർഡിയോൺ വായിക്കാറുണ്ട്. അപ്പോൾ ഇപ്പൊ അവർ ആ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അന്ന് തൊട്ട് ലീസലും പപ്പായും കൂടി
പഠിക്കാൻ തുടങ്ങാണ്. ഹാൻസ് പുറത്തു വന്ന സമയത്ത് പിന്നീട് ലീസലിനെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ അവര് രണ്ടുപേരും കൂടി അവരുടെ അടുത്തുള്ള ഒരു ആംബർ റിവർ ഉണ്ട്, അതിന്റെ അടുത്തുള്ള ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട്, അവിടെ പോയിരുന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ഹാൻസ് അക്കോർഡിയനും പ്ലേ ചെയ്യാറുണ്ട്. ക്ലൈമറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അവിടെ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ ബേസ്മെന്റിൽ പോയി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് പേപ്പേഴ്സ് ഒക്കെ കുറവാണ്, അപ്പൊ അവർ കുറച്ചൊക്കെ ഈ സാൻഡ് പേപ്പേഴ്സിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് അവർ ഈ ബേസ്മെന്റിൽ പോയത്. ബേസ്മെന്റിലെ വാളിൽ പെയിന്റ് അടിച്ചിട്ട്, അതായത് ഹാൻസ് ഒരു പെയിന്റർ ആണല്ലോ, അപ്പൊ ആ വാളിൽ പെയിന്റ് അടിച്ചിട്ട് അവിടെ വെച്ചിട്ട് അവർ എഴുതി പഠിക്കാറുണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ടതായിട്ട് ഹാൻസ് വന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത കൊല്ലം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ലീസല് അവളുടെ ഏജിലുള്ള ക്ലാസ്സിലോട്ടായിട്ടുണ്ട്. അതായത് അവളെ ഒരു ചെറിയ ക്ലാസ്സിൽ നിന്ന് അവളുടെ വലിയ ക്ലാസ്സിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും അവൾക്ക് അങ്ങനെ എഴുതാനും വായിക്കാനും ഒന്നും അത്ര ഇമ്പ്രൂവ്മെന്റ് ഒന്നും ആയിട്ടില്ല. അവൾ ആക്ച്വലി ആ ഒരു ഗ്രേവ് ഡിഗേഴ്സ് ബുക്കിൽ കുറച്ചൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവളുടെ മനസ്സിൽ അതൊക്കെ മതി എന്നുള്ളതാണ്. അതായത് അവൾ അത് കുറച്ചൊക്കെ വായിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ അവൾക്ക് വായിക്കാൻ കുറച്ച് അധികം അറിയാവുന്നുള്ളതാണ്. പക്ഷെ ഹാൻസിന് അറിയാം അവള് ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കെ സ്കൂളിൽ ഒരു റീഡിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. ആ സമയത്ത് ഓരോ കുട്ടികളും ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അവർ കൊടുക്കുന്ന പാസേജ് വായിക്കണം. അങ്ങനെ ക്ലാസ്സിൽ വെച്ചിട്ട് എല്ലാ സ്റ്റുഡൻസിനെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു സിസ്റ്റർ മരിയ, അതായത് അവരുടെ ടീച്ചറാണ്. അപ്പൊ പുള്ളിക്കാരി ലീസലിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ലീസലിനെ കൊണ്ട് വായിപ്പിക്കുന്നില്ല, കാരണം അവൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട്. അപ്പൊ ലീസൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് വായിക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് അവള് ഫ്രണ്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ സിസ്റ്റർ മരിയ കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്ത് ലീസൽ അത് വായിക്കാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ബുക്കുമായിട്ട് പോവാണ്. അതിനുശേഷം അവൾ അത് വായിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവള് പഠിച്ചിരുന്ന ആ ഒരു ഗ്രേവ് ഡിഗേഴ്സിന്റെ ഹാൻഡ് ബുക്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തിട്ട് അത് അവള് വായിക്കാൻ തുടങ്ങി. അത് കേൾക്കുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളെല്ലാം അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. പിന്നീട് സിസ്റ്റർ മരിയ അവളെ അവിടെ നിന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് എല്ലാ കുട്ടികളും അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളെ കളിയാക്കാതെ അത് കണ്ടിട്ട് വിഷമിച്ചു നിന്നത് റൂഡി മാത്രമാണ്. അപ്പൊ അന്നത്തെ ദിവസം സ്കൂളിൽ വെച്ചിട്ട് ഒരു ബ്രേക്ക് ടൈമിൽ ലൂഡ്വിഗ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവളുടെ അടുത്ത് വരികയും അവളെങ്ങനെ ഇഡിയറ്റ് ആണെന്നുള്ള രീതിയിൽ അവളെ കളിയാക്കി പറയുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യം വന്ന അവനെ കോറിഡോറിൽ വെച്ചിട്ട് ഒരുപാട് അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ കുറെ ചീത്തയും പറയുന്നുണ്ട്. അപ്പൊ അവിടെ അത് കണ്ടോണ്ട് നിന്ന ടോമി മുള്ളർ എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ അവിടെ ചിരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അവനെയും അവള് അടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കൂടി നിന്ന എല്ലാ കുട്ടികളോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ സ്റ്റുപ്പിഡ് അല്ല എന്നുള്ള രീതിയിൽ അവൾ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് സിസ്റ്റർ മരിയ വരികയും അവളെ പിടിച്ചിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ മരിയ അവൾക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ആരും ഇത് കണ്ടിട്ട് ചിരിക്കുന്നില്ല, കാരണം ഓൾറെഡി അവളൊരു ടെറർ ആണെന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ അന്നത്തെ ദിവസം അവൾ ആകെ വിഷമിച്ചാണ് വീട്ടിലോട്ട് പോകുന്നത്. അവൾ വീട്ടിലോട്ട് പോകുമ്പോൾ അവളുടെ കൂടെ റൂഡിയുണ്ട്. അപ്പൊ അവള് കരയുന്നുണ്ട്, കാരണം അവൾ അന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളും അപ്പൊ അവളുടെ എല്ലാ വിഷമങ്ങളും കൂടി അവൾക്ക് ഒന്നിച്ചു വരുവാണ്. അവളുടെ അമ്മയെക്കുറിച്ചും അവളുടെ ബ്രദറിനെ കുറിച്ചും ഒക്കെ ആലോചിച്ച് അവൾ കരയാണ്. അപ്പൊ അവർ പോകുന്ന വഴിക്ക് മഴ പെയ്യുന്നുണ്ട്. അവർ ആ ഒരു മഴയത്ത് നടക്കുന്ന സമയത്ത് റൂഡിയുടെ ബ്രദർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വേഗം വീട്ടിലോട്ട് പോകാനെന്ന്. അപ്പൊ അവള് അവിടെ ഒരിടത്ത് ഇരുന്ന് കരയാണ്. അവളുടെ കൂടെ തന്നെ അവളെ പിടിച്ചിട്ട് റൂഡി കൂടെ ഇരിപ്പുണ്ട്. അതിനുശേഷം കുറെ കരഞ്ഞ് അവളൊന്ന് ഓക്കെ ആവുന്നിടം വരെ റൂഡി അവളുടെ കൂടെ തന്നെ നിപ്പുണ്ട്. അപ്പൊ ഡെത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ശരിക്കും ആ സമയത്ത് റൂഡിയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. സാധാരണ ഈ ഒരു അവസരത്തിലൊക്കെ അവൻ അവളോട് ഒരു ഉമ്മ ചോദിക്കാറുണ്ട്, പക്ഷെ ഭാഗ്യത്തിന് അവൻ അതൊന്നും ചോദിക്കുന്നില്ല. മേ ബി അവളിനി അവനെ അടിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും. എന്തായാലും അവളെ സമാധാനിപ്പിച്ച് ആ ഒരു മഴയത്ത് ഫുള്ള് അവൻ അവളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവസാനം അവൾ കരഞ്ഞൊന്ന് ഓക്കെ ആവുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി ആ മഴയത്ത് നടന്നു പോകുന്ന ഒരു സീനാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡെത്ത് പറയുന്നുണ്ട് അവർ പോകുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു. മഴയത്ത് രണ്ടുപേരും കൂടി തോളത്ത് കൈയിട്ടിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ബഡ്ഡി വൈബിലാണ് രണ്ടുപേരും കൂടി പോകുന്നത്. അത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു എന്നുള്ളത് ഡെത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് വരുന്നത്. അങ്ങനെ കുറച്ചു നാളായ സമയത്ത് തന്നെ ലീസലിന് ശരിക്കും ഹിമ്മൽ സ്ട്രീറ്റ് അവളുടെ ഒരു സ്വന്തം വീട്, അവളുടെ പപ്പ, അവളുടെ മമ്മ, അവളുടെ ഫ്രണ്ട്സ്, അവളുടെ ഒരു സ്ഥലമായിട്ട് അവൾക്ക് തോന്നി തുടങ്ങി. അങ്ങനെ അവളവിടെ വളരെ ഹാപ്പി ആയിട്ട് അവള് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ അതുപോലെ തന്നെ അവൾ ആ ഒരു ഗ്രേവ് ഡിഗേഴ്സ് ബുക്കും ഓൾമോസ്റ്റ് അതിന്റെ കംപ്ലീറ്റ് ഓൾ അവൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് പോർഷനും കൂടി അവൾക്ക് പഠിക്കാനുള്ളായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ആ ഒരു ലാസ്റ്റ് പോർഷനും കൂടി ഹാൻസും ലീസലും കൂടി പഠിച്ചു തീർക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം അവൾക്ക് ആ ഒരു ബുക്ക് കംപ്ലീറ്റ് അവൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ആ ദിവസം ആണ് അവളുടെ ബ്രദറിനെ കുറിച്ചൊക്കെ ഹാൻസിനോട് സംസാരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് അവൾ വായിക്കാൻ പഠിച്ചെങ്കിലും അവൾ ആരുമായിട്ട് ഒരു വഴക്കിനും പോകാൻ തുടങ്ങിയില്ല. സിസ്റ്റർ മാരിയയ്ക്കാണെങ്കിലും അവളോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞു. അവള് റീഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവൾ മുന്നോട്ട് തന്നെ പോകാൻ തുടങ്ങി. അപ്പൊ ആ വർഷത്തെ ക്രിസ്മസിന് ഹാൻസിന്റെ റോസയുടെ മക്കൾ അവിടെ വരുന്നുണ്ട്. അതായത് ട്രൂഡി ഹൂബർമാനും ജൂനിയർ ഹാൻസും വരുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് ഒരു ക്രിസ്മസ് ഈവ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്.
അന്നത്തെ ദിവസം ഹാൻസ് അവൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് 2 ബുക്സ് ആണ്. അങ്ങനെ അത് കിട്ടുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അപ്പൊ അവൾക്കത് അത്യാവശ്യം ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവൾക്ക് അത്യാവശ്യം നന്നായിട്ട് വായിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ലീസിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഈ 2 ബുക്സിനുള്ള പൈസ കിട്ടിയെന്ന്. അപ്പൊ റോസ പറയുന്നുണ്ട് ഹാൻസ് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. അപ്പൊ അയാളുടെ കുറെ പാക്കറ്റ്സ് ഓഫ് സിഗരറ്റ് കൊടുത്തിട്ട് അതിനാണ് അവൾക്ക് ബുക്സ് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ റോസ പറയുന്നുണ്ട് എനിക്ക് ക്രിസ്മസിന് ഒരു ഗിഫ്റ്റും തന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അടുത്ത ദിവസം റോസയ്ക്ക് ഹാൻസ് ഒരു പാക്കറ്റ് മുട്ട വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം ഇതിപ്പോ പറയുമ്പോൾ ഇത് ഒന്നുമില്ലാന്ന് തോന്നും, പക്ഷെ അവർ അത്യാവശ്യം ഫിനാൻഷ്യലി ഡൗൺ ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ഇത് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും പൈസയ്ക്കും ജോലിക്കും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു വാറിന്റെ എഫക്ട് കാരണം റോസയുടെ കസ്റ്റമേഴ്സ്, അതായത് റോസയ്ക്ക് കുറച്ച് പേരുണ്ടായിരുന്നു തുണിയൊക്കെ വാഷ് ചെയ്യാനോ അയണിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നവര്. അപ്പൊ അതിൽ ഒരാൾ അവരോട് ഇനി വരണ്ടാന്ന് പറയാണ്. ആ സമയത്ത് റോസയ്ക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പൊ അവള് ലീസലിനെ വിടാൻ തുടങ്ങി. അവളൊരു കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പൊ അവളെ ഇനി വരണ്ടാന്ന് പറയാൻ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെങ്കിലും ഇത് മുന്നോട്ട് പോട്ടെന്ന് വെച്ചിട്ട് പിന്നീട് ലീസലിനെ വിടാൻ തുടങ്ങി. അങ്ങനെ അവള് പിന്നീട് എല്ലാ വീട്ടിലും തുണികൾ കൊടുക്കാനും വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ലീസലിന് ആ ഒരു ജോലി ഭയങ്കര എൻജോയ് ചെയ്താണ് അവൾ പോകുന്നത്. അപ്പൊ അവൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു മേയറിന്റെ വൈഫാണ്. മേയറിന്റെ വൈഫിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. അവരെപ്പോഴും ഇങ്ങനെ തണുപ്പ് പിടിച്ച് ജനലും അടക്കില്ല, ഫുൾ ടൈം ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പൊ അവരിങ്ങനെ ലീസിൽ നോട്ടീസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ മേയറിന്റെ വൈഫിന്റെ പേര് ഫ്രോ ഹെർമാൻ എന്നാണ്. അതായത് മിസ്സസ് ഹെർമാൻ, FRAU എന്ന് വെച്ചാൽ മിസ്സസ് ആണ്. അതൊരു ജർമ്മൻ വേർഡായിരുന്നു. പക്ഷെ അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചത് അത് പേരാണെന്നാണ്. ഇതിനു മുമ്പ് ഞാൻ 2 ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞപ്പോൾ ഫ്രോ ഹോൾസാഫേൽ, ഫ്രോ ഡില്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രോ എന്ന് വെച്ചാൽ അത് ഒന്നാമത്തേത് മിസ്സസ് ഹോൾസാഫേൽ ആയിരുന്നു. അത് റോസയുടെ നൈബർ ആയിട്ടുള്ള അവരുടെ ഒരു ശത്രു ലേഡി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ് മിസ്സസ് ഹോൾസാഫേൽ. പിന്നെ പറഞ്ഞത് ഫ്രോ ഡില്ലർ, അതാണ് മിസ്സസ് ഡില്ലർ. അവരെന്ന് വെച്ചാൽ ഒരു ഷോപ്പ് ഓണർ ആണ്. ഹെയിൽ ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ മാത്രമേ അവരുടെ കടയിൽ നിന്ന് സാധനം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അവരാണ് മിസ്സസ് ഡില്ലർ. ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് മിസ്സസ് ഹെർമാൻ, അതാണ് മേയറിന്റെ വൈഫ്. പിന്നീട് സ്കൂളിൽ വെച്ചിട്ട് കുട്ടികൾക്കൊരു ഹോംവർക്ക് കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അതായത് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. ആ സമയത്താണ് ലീസലിന് ഒരു തോന്നൽ വരുന്നത് അവളുടെ അമ്മയ്ക്കൊരു ലെറ്റർ എഴുതാവുന്നു. അങ്ങനെ അവൾ വീട്ടിൽ വന്ന ശേഷം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവർ സ്കൂളിലെ ഹോംവർക്ക് ആയിട്ടല്ല, അല്ലാതെ തന്നെ അവൾക്ക് അമ്മയ്ക്ക് ലെറ്റർ എഴുതണമെന്നുള്ളത് ഹാൻസിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് അവൾ വന്നിട്ട് മമ്മയ്ക്കൊരു ലെറ്റർ എഴുതണമെന്ന് പറയുന്ന സമയത്ത് ഹാൻസ് വിചാരിച്ചത് റോസയ്ക്കാണെന്നാണ്. പക്ഷെ പിന്നീട് അവൾ പറയുന്നുണ്ട് അതല്ല, അവളുടെ സ്വന്തം അമ്മയ്ക്കാണ്. അങ്ങനെ അത് പറയുന്ന സമയത്ത് തന്നെ ഹാൻസിന്റെ ഒരു സംസാരത്തിൽ നിന്ന് അവൾക്ക് അതിന് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ പറയുന്നുണ്ട്. പക്ഷെ അത് അവൾക്ക് മനസ്സിലായെങ്കിലും അവൾ അത് ശ്രദ്ധിക്കാതെ തന്നെ അവൾ എന്തായാലും ലെറ്റർ എഴുതാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവൾ ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. അപ്പൊ ആ ഒരു ലെറ്ററിൽ അവളുടെ ആ ഒരു ഹിമ്മൽ സ്ട്രീറ്റിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ അതിൽ എഴുതുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പറ്റിയും അവളുടെ മമ്മ പപ്പ, അവളിപ്പോ വായിക്കാൻ തുടങ്ങിയത്, എഴുതാൻ തുടങ്ങിയത്, സ്കൂളിലെ കാര്യം, എല്ലാ കാര്യങ്ങളും അവൾ അതിൽ എഴുതുന്നുണ്ട്. എന്നിട്ട് അവള് മിസ്സസ് ഡില്ലറിന്റെ ഷോപ്പിലുള്ള ഒരു പോസ്റ്ററിൽ അവൾ അത് അയക്കുന്നുണ്ട്. അങ്ങനെ അന്ന് അത് അയച്ചതിന് ശേഷം അന്ന് തൊട്ട് അവള് വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും ഒരു റിപ്ലൈ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്നത്തെ ദിവസം തന്നെ രാത്രി അവള് കേൾക്കുന്നുണ്ട് റോസയും ഹാൻസും കൂടി രാത്രി സംസാരിക്കുന്നത്. അപ്പൊ അവളത് കേൾക്കുന്ന സമയത്ത് ഹാൻസ് റോസയോട് പറയാണ് അവളുടെ മമ്മയ്ക്ക് അവളെ ലെറ്റർ അയച്ചു എന്ന്. പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് സാധാരണ എല്ലാത്തിനും കിടന്ന് ബഹളം വെക്കുന്ന റോസ ആ ഒരു കാര്യം കേട്ട സമയത്ത് വളരെ കാമായിട്ട് സംസാരിക്കുന്നത് ലീസിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ റോസ് ഇങ്ങനെ ഹാൻസിനോട് ചോദിക്കുകയാണ് അവളുടെ അമ്മ ഇപ്പൊ എവിടെയാണ്, അതിന് അവളെ എന്താ ചെയ്തതെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് ലീസിലാകെ ഷോക്കാവുന്നുണ്ട്. അപ്പൊ അവളുടെ മനസ്സിൽ ഇങ്ങനെ അതേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവളുടെ അമ്മ എവിടെയാണ്, അവരെന്താ ചെയ്തത് അവളുടെ അമ്മയെ, ഈ അവരെന്ന് പറയുന്നത് ആരാണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവളുടെ മനസ്സിലും വരുന്നുണ്ട്. ലീസൽ അങ്ങനെ വീണ്ടും ലെറ്റേഴ്സ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവൾക്ക് ആദ്യത്തെ ലെറ്റർ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ, കാരണം അതിന് പൈസ വേണം. അപ്പൊ ലീസലാണ് ഇപ്പൊ തുണി കൊടുക്കാനും എടുക്കാനും പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവര് കൊടുക്കുന്ന പൈസന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവൾ ഒരു വട്ടം ഒരു ലെറ്റർ കൂടി സെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കസ്റ്റമർ കൂടി ഇനി അവരുടെ അടുത്ത് ജോലിക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ട് ലീസലിനോട് പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം റോസയ്ക്ക് ആകെ ദേഷ്യമാവുന്നുണ്ട്. അപ്പൊ അവര് നോക്കുന്ന സമയത്ത് പൈസ കുറവ് കാണുമ്പോൾ ലീസൽ പറയുന്നുണ്ട് അവള് പൈസ എടുത്തു എന്നുള്ളത്. ആ സമയത്ത് റോസ അവളെ ഒരു അടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ പറയുന്നുണ്ട് അവളുടെ അമ്മയ്ക്ക് ലെറ്റർ കൊടുത്തതാണെന്നുള്ളത്. അത് കേൾക്കുന്ന സമയത്ത് റോസയ്ക്ക് വിഷമാവുന്നുണ്ട്. റോസ അപ്പൊ അവളെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്.
അപ്പൊ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഡെത്ത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു 3-4 വർഷത്തിന് ശേഷം ലീസലിന് ഒരു 14 വയസ്സൊക്കെ ഉള്ള സമയത്ത് ലീസലും ഹാൻസും കൂടി അവരുടെ ബേസ്മെന്റിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് ഹാൻസ് അവളോട് പറയുന്നുണ്ട്, അതായത് ഇപ്പൊ ഇവൾ ഈ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടല്ലോ അമ്മയ്ക്ക്, അപ്പൊ അമ്മയ്ക്ക് ആ ലെറ്റേഴ്സ് എഴുതിയ സമയത്ത് ഹാൻസ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മ എഴുതിയതാന്ന് പറഞ്ഞിട്ട് കുറച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുത്തിട്ട് അവളെ അങ്ങനെ പറ്റിക്കാൻ ഹാൻസിന് തോന്നിയില്ല എന്നുള്ളത് പിന്നീട് ഹാൻസ് അവളോട് പറയുന്നതായിട്ട് ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട്. അതായത് പിന്നെ നടക്കുന്ന ഒരു കാര്യം ജസ്റ്റ് ഈ ഒരു ഇൻസിഡന്റിന്റെ കൂടെ ഡെത്ത് അങ്ങ് പറഞ്ഞു പോവാണ്. ഇനി ഹിറ്റ്ലറിന്റെ ബർത്ത്ഡേ വരികയാണ്. അപ്പൊ അന്നത്തെ ദിവസം അവിടെ വലിയ ആഘോഷമാണ്. അവിടെ ഒരുപാട് പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു ബേണിംഗ് ഇവന്റ് നടക്കുന്നുണ്ട്. അതായത് കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടും ബുക്സ് ആയിരിക്കും കൊടുക്കുന്നത്. കാരണം കത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ആൾക്കാർ ബുക്സ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനെ ഒരു ബുക്ക് ബേണിംഗ് ഇവന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അന്നത്തെ ദിവസം അവിടെ ഹാൻസിന്റെ മക്കൾ എത്തിയിട്ടുണ്ട്. ട്രൂഡി ഹൂബർമാനും വന്നിട്ടുണ്ട്, ജൂനിയർ ഹാൻസും വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് രാവിലെ തന്നെ ഹാൻസും റോസയും കൂടി ഒരു വഴക്കുണ്ടായിരുന്നു. നാസിയുടെ ഫ്ലാഗ് കാണുന്നില്ല, അത് എല്ലാ വീട്ടിന്റെ ഫ്രണ്ടിൽ ഈ ഒരു നാസിയുടെ ഫ്ലാഗ് അന്ന് വെക്കണമായിരുന്നു. അങ്ങനെ അത് അവർക്ക് അവസാനം കിട്ടുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം ലീസലിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവൾക്ക് ആ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ടും അവൾ ആ ഒരു ഹിറ്റ്ലർ യൂത്തിന്റെ ബാൻഡിലെ ആ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് പോവാനായിട്ട് അവള് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസമാണ് അവളുടെ ഒരു സെക്കൻഡ് മോഷണം നടക്കാൻ പോകുന്നത്. അപ്പോ ഹാൻസിന്റെ മക്കളില് ട്രൂഡി ഹ്യൂബർമാൻ ഒരു വീട്ടിലൊരു ഹൗസ് മെയ്ഡ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഹാൻസ് ജൂനിയർ എന്ന് പറയുന്നത് നാസി പാർട്ടി ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ അന്നത്തെ ദിവസം ഹാൻസ് ജൂനിയറും ഹാൻസും കൂടി ഒരു തർക്കം ആവുന്നുണ്ട്. അപ്പൊ ഹാൻസ് ജൂനിയർ പറയുന്നതെന്ന് വെച്ചാൽ ഹാൻസ് ഇപ്പോഴും ഈ ഒരു നാസീസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ മുൻപ് എപ്പോഴോ ഹാൻസ് ഹ്യൂബർമാൻ ഏതോ ജൂതന്മാരുടെ വീട്ടിൽ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തൊക്കെ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഹാൻസ് ജൂനിയർ ചൂണ്ടി പറയുന്നുണ്ട്. അതിനുശേഷം ലീസൽ അവിടെ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൻസ് ജൂനിയർ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ ബുക്സ് ഒക്കെ വായിക്കുന്നത്? നീ വായിക്കുന്ന ബുക്സ് ഒന്നും കൊള്ളത്തില്ല. നീ വായിക്കുവാണെന്നുണ്ടെങ്കിൽ ഹിറ്റ്ലറിന്റെ മെയിൻ കാംഫ് എന്ന് പറയുന്ന, അതായത് അത് ജർമ്മൻ വേർഡാണ്, മൈ സ്ട്രഗിൾ എന്ന് പറയുന്ന ഹിറ്റ്ലറിന്റെ ഒരു ബുക്കുണ്ട്. അപ്പൊ അത് വായിക്കണം എന്നാണ് പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് ഹാൻസ് ഹ്യൂബർമാൻ ലീസലിനോട് പറയുന്നുണ്ട്, നീ അവൻ പറയുന്നൊന്നും കേൾക്കണ്ട, നീ ഏത് ബുക്കാണോ നിന്റെ കയ്യിലുള്ളത് അതങ്ങ് വായിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരുടെ വീണ്ടും തർക്കമാവുന്നുണ്ട്. പിന്നീട് ഹാൻസ് ജൂനിയർ അവിടുന്ന് പിണങ്ങി പോകുന്നതായിട്ടാണ് പറയുന്നത്. ഈ സമയത്ത് തന്നെ ഡെത്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് കുറച്ചു നാളിന് ശേഷം ഒരു യുദ്ധത്തിൽ ഹാൻസ് ജൂനിയർ കൊല്ലപ്പെടുമെന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ഡെത്ത് പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെത്ത് ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പറയാറുണ്ടെന്ന്. അപ്പൊ ഇത് ഇനി അങ്ങോട്ട് വരുന്ന ഒരു സ്റ്റോറിയിൽ ഉള്ളതല്ലാത്തത് കൊണ്ടാണ് ഞാനിതിപ്പോ പറഞ്ഞത്. പിന്നീട് അന്ന് വൈകിട്ടുള്ള ആ ഒരു ഇവന്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ലീസല് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അതിന് പോകുന്നത്. പക്ഷെ അവൾക്ക് അവിടെ ആകെ ഇഷ്ടമല്ലാത്തത് ഈ ഒരു ബുക്സ് ബേൺ ചെയ്യുന്ന കാര്യം മാത്രം അവൾക്കത് ഇഷ്ടമല്ല. അങ്ങനെ അവൾ അവിടെ എത്തുന്ന സമയത്ത് അവിടെ ആ ഒരു പ്രോഗ്രാമില് ഒരു സ്റ്റേജിൽ ഒരാൾ വന്നിട്ട് ഹിറ്റ്ലറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പരിപാടിയുടെ ഇടയിലെല്ലാം ആൾക്കാരെല്ലാം എപ്പോഴും ഇങ്ങനെ ഹെയിൽ ഹിറ്റ്ലർ എന്നുള്ളത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അയാൾ സംസാരിച്ചു വരുന്ന സമയത്ത് അയാളുടെ ഒരു സംസാരത്തിൽ നിന്നും ലീസലിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അതായത് അയാൾ പറയാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരെയെല്ലാം നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇനി കുറെ ജൂതന്മാര് കൂടിയുണ്ട്, അവരെയും കൂടി ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു പ്രസംഗം നടത്തുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കി എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ലീസലിന് അവളുടെ അച്ഛനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ മിസ്സിംഗ് ആയിരുന്നു. അപ്പൊ അവൾക്ക് ഇപ്പൊ ഏകദേശം കാര്യം പിടികിട്ടി. അവളുടെ അമ്മ, അവളുടെ അച്ഛൻ, അവളുടെ അനിയൻ, അവരുടെ വീട്ടിലെ ആ ഒരു പട്ടിണി, ഇതെല്ലാം ഇവര് കാരണമാണ് ഉണ്ടായത്. അത് അവൾക്ക് അയാളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിനുശേഷം ലീസൽ അവിടെ ഇങ്ങനെ ബുക്സ് കത്തുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു കത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന്റെ ക്ലീനിങ് നടക്കുകയാണ്. ആ ഒരു ടൈമിൽ ഹാൻസ് ഹ്യൂബർമാൻ അവളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്തുകൊണ്ട് അവിടുന്ന് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവള് ഹാൻസിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എന്റെ അമ്മയെ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അമ്മ എന്തുകൊണ്ടാണ് ലെറ്റേഴ്സ് എനിക്ക് തിരിച്ചയക്കാത്തതെന്ന്. അപ്പൊ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഹാൻസ് ഹ്യൂബർമാനും റോസയും കൂടി അന്ന് രാത്രിയിൽ അവളുടെ അമ്മയ്ക്ക് ലെറ്റർ അയച്ച സമയത്ത് അവരിരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അവര് അവളുടെ അമ്മ എന്ത് ചെയ്താണോന്ന്. ഇപ്പൊ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ അവരെന്ന് ഉദ്ദേശിച്ചത് ഹിറ്റ്ലറിന്റെ ആൾക്കാരാണ്. അപ്പൊ അവളുടെ മനസ്സിൽ ഹിറ്റ്ലറിനോട് ഭയങ്കര ദേഷ്യം തോന്നുവാണ്. അവളപ്പോ ഹാൻസിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മയെ അവര് പിടിച്ചിട്ട് പോയതാണോന്ന്.
അപ്പൊ അയാൾ ആദ്യം കള്ളം പറയാന്ന് വെച്ചിട്ട് അയാൾക്ക് പറ്റുന്നില്ല. അയാൾ പറയുന്നുണ്ട് ആണെന്നുള്ളത്. ആ സമയത്ത് അവൾ ഇങ്ങനെ പറയുന്നുണ്ട് ഐ ഹേറ്റ് ഹിറ്റ്ലർ എന്നുള്ളത്. അവളിങ്ങനെ 1-2 പ്രാവശ്യം അത് തന്നെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഉടനെ ഹാൻസ് ഹ്യൂബർമാൻ അവളുടെ മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവൾ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഹാൻസ് ഹ്യൂബർമാൻ പറയുന്നുണ്ട് ഇനി മേലെ ഇങ്ങനെ പറഞ്ഞേക്കരുതെന്ന്. അതിനുശേഷം അയാള് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പൊ നീ പറഞ്ഞ കാര്യം വേറെ ഒരാളോടും പറയരുത്. ഇത് നമ്മുടെ വീടിനകത്ത് വെച്ച് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. പുറത്ത് ആളുകളുടെ ഇടയിൽ വെച്ചിട്ടോ ഒരു സ്ട്രീറ്റിലോ സ്കൂളിലോ കൂട്ടുകാരുടെ ഇടയിലോ ഒന്നും തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇനി പറയാനേ പാടില്ല എന്ന് ഹാൻസ് അവളെ വാൺ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഹാൻസ് ഹ്യൂബർമാൻ അവളെ കൊണ്ട് നിർബന്ധിച്ച് ഹെയിൽ ഹിറ്റ്ലർ എന്നുള്ളത് പറയിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ പോകുന്നതിന് അടുത്തായിട്ടാണ് ബുക്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് വഴി കണ്ട ഒരാള് ഹാൻസിനോട് ഇതുവരെ നാസി പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗ്യാപ്പില് ലീസൽ ഓടിപ്പോയിട്ട് ആ ഒരു കത്തുന്നതിന്റെ ഇടയിൽ നിന്ന് ഒരു ബുക്ക് അവൾ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അത് അവളുടെ ഡ്രസ്സിനകത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഒരു ബുക്ക് എടുത്തിട്ട് വരുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് മേയറിന്റെ വൈഫ് അവളെ കണ്ടിട്ടുണ്ടെന്ന്. മേയറിന്റെ വൈഫാണ് അധികം ഒന്നും സംസാരിക്കാത്ത ഒരു ലേഡി ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അവള് രണ്ടാമതെടുത്ത ആ ഒരു ബുക്കിന്റെ പേര് ഷോൾഡർ ഷ്രഗ് എന്നാണ്. പിന്നീട് ആ ബുക്ക് ലീസന്റെ കയ്യിൽ ഹാൻസ് കാണുന്ന സമയത്ത് ഹാൻസ് അവളെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ അവള് വിചാരിച്ചത് അവള് മോഷണം നടത്തിയതിന് ഹാൻസ് വഴക്ക് പറയുന്നതാണ്. പക്ഷെ ഹാൻസ് ആ ഒരു നാസീസ് കത്തിക്കാനിട്ട് അതിനെ എടുത്തതിന്റെ പേരിലാണ്. അതവര് കണ്ടിരുന്നെങ്കിൽ എന്താവെന്ന് ഓർത്തിട്ടാണ് ഹാൻസ് അവളെ വഴക്ക് പറയുന്നത്. പിന്നീട് ഹാൻസ് ഹിറ്റ്ലറിന്റെ മെയിൻ കാംഫ് എന്ന് പറയുന്ന ബുക്ക് വാങ്ങിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അയാളുടെ കുറച്ച് സിഗരറ്റ് ട്രേഡ് ചെയ്തിട്ട് അതിന്റെ പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അത് വാങ്ങിക്കുന്ന ടൈമില് ആ പാർട്ടിക്കാർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അതായത് ഹാൻസിനി എത്രയൊക്കെ ഹിറ്റ്ലറിന്റെ ബുക്ക് വാങ്ങിച്ചാലും അയാളെ നാസിയുടെ ഗ്രൂപ്പില് ഉടനെയൊന്നും അവരിനി ജോയിൻ ചെയ്യിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ റീസൺ ഒക്കെ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ ഹാൻസ് അത് കേട്ടിട്ട് ഹാൻസിനത് അവര് ജോയിൻ ചെയ്യാതിരിക്കുന്ന നല്ലതെന്നാണ് ഹാൻസ് അപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻസ് ഈ ഒരു ബുക്ക് വാങ്ങിച്ചതിനും ഒരു റീസൺ ഉണ്ടെന്നുള്ള രീതിയിൽ ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട്. പിന്നീട് ലീസല് മേയറിന്റെ വീട്ടില് മേയറിന്റെ വൈഫ് മിസ്സസ് ഹെർമാന്റെ അടുത്തുനിന്ന് തുണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അവൾ ആകെ പേടിച്ചാണ് പോകുന്നത്. കാരണം അവൾ ബുക്ക് എടുക്കുന്നത് അവര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ ആദ്യം പോവാൻ മടിക്കുന്ന സമയത്ത് അവള് പിന്നെ റൂഡി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ റൂഡിക്ക് അവൾ എന്തിനാണ് ഈ പേടിക്കുന്നതെന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ അവൾ അവിടെ എത്തുന്ന സമയത്ത് അവരെ കണ്ടെങ്കിലും അവരൊന്നും സംസാരിക്കുന്നില്ല. അവരത് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോ ലീസലിന് കുറച്ച് സമാധാനം ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് രണ്ടാമത് അവള് പോകുന്ന സമയത്ത് അവള് ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ സമയത്ത് മിസ്സസ് ഹെർമാൻ അവളെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനുശേഷം അവര് കുറച്ച് ബുക്സ് കാണിച്ചിട്ട് അവളെ അകത്തോട്ട് വിളിക്കുവാണ്. അങ്ങനെ അവൾ അകത്തോട്ട് കയറുന്ന സമയത്ത് അവൾ കാണുന്നത് ഒരു വലിയൊരു ലൈബ്രറിയാണ്. അവിടെ അത്രയും ബുക്സ് ഒന്നിച്ച് കാണുന്ന സമയത്ത് ലീസലിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ അവള് അവരോട് ചോദിച്ചിട്ട് അവിടോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് അവള് കുറച്ച് ബുക്സ് ഒക്കെ ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ നല്ല തണുപ്പാണ്. ആ ജനൽ ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത് ലീസല് കാണുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം കണ്ടിട്ട് അവൾ അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇനി ഇതിൽ വരുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ് മാക്സ്. മാക്സ് ഒരു ജൂ ആണ്. അയാളെ കുറിച്ച് ആദ്യം പറയുന്ന സമയത്ത് ഡെത്ത് പറയുന്നത് അയാൾ ഒരു സ്റ്റോറേജ് റൂമിൽ ഒളിച്ചിരിക്കുന്നതായിട്ടാണ്. അപ്പൊ അയാൾ കുറെ ദിവസമായിട്ട് അവിടെ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഫുഡൊന്നും കിട്ടാതെ ആകെ വിഷമിച്ച് അയാളുടെ ഒരു സ്യൂട്ട് കേസ് ഒക്കെ പാക്ക് ചെയ്ത് എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഡെത്ത് പറയുന്നത്. അങ്ങനെ അവസാനം അയാളുടെ ആ ഒരു ഡോറ് തുറന്നിട്ട് അയാളുടെ കയ്യിലേക്ക് ഒരു ബുക്കും ഒരു ID കാർഡും കുറച്ച് ഫുഡും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കഴിച്ചിട്ട് ആ ഒരു ഇരുട്ട് മുറിയിൽ മാക്സ് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഡെത്ത് പറയുന്നത്. അപ്പോ ഈ മാക്സിന്റെ കാര്യമൊക്കെ ഇനി പിന്നീട് പറയും. ഇനി അടുത്തതായിട്ട് ലീസലും ഹാൻസും കൂടി അവളുടെ സെക്കൻഡ് ബുക്കായിട്ടുള്ള ഷോൾഡർ ഷ്രഗ് വായിക്കുന്നതും അത് പഠിക്കുന്നതുമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ലീസലിന് അത്യാവശ്യം നന്നായിട്ട് വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അവരിപ്പോഴും ആ ഒരു മിഡ് നൈറ്റ് ക്ലാസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അവള് രാത്രി എണീക്കും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഇരുന്ന് രാത്രി ഇരുന്നാണ് വായിച്ച് പഠിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ അവളിപ്പോ മേയറിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കാറുണ്ട്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് അവള് റൂഡിയെ കൂട്ടത്തില്ല. അതിനിടയിൽ റൂഡിയും അവളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 പറഞ്ഞ് വഴക്കിടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും, വഴക്കിടും. എപ്പോഴും രണ്ടും കൂടി വഴക്കാണെന്നാണ് ഡെത്ത് പറയുന്നത്. അപ്പൊ ഡെത്ത് പറയുന്നത് അത് അവരുടെ ഒരു ലവ് ലാംഗ്വേജ് ആണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചുമ്മാ വഴക്കിടുന്നതും ചീത്ത വിളിക്കുന്നതും എന്നാണ് ഡെത്ത് പറയുന്നത്. ഇപ്പോ ലീസലിന് ഒരു 11 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവൾ ഒരു ദിവസം മേയറിന്റെ വീട്ടിലിരുന്ന് ബുക്ക് വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പേര് കണ്ടിട്ട് അതാരാന്ന് ചോദിക്കുന്ന സമയത്ത് മേയർ പറയുന്നുണ്ട് അത് അവരുടെ മോനായിരുന്നു.
പക്ഷേ അപ്പൊ അവർക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ മോൻ മരിച്ചുപോയി എന്നുള്ളത് ലീസലിന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവരുടെ മോൻ തണുത്ത് മരവിച്ചിട്ടാണ് മരിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് മിസ്സസ് ഹെർമാൻ എപ്പോഴും ആ ഒരു ജനല തുറന്നിട്ട് എപ്പോഴും ഇങ്ങനെ തണുപ്പ് പിടിച്ചിരിക്കുന്നത്. പിന്നീട് ലീസല് എപ്പോഴും ആ ഒരു ലൈബ്രറിയിൽ വന്ന് ബുക്സ് വായിക്കാറുണ്ട്. അപ്പൊ ഇപ്പോ അവിടെ കുറച്ച് യുദ്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഫുഡിനൊക്കെ കുറച്ച് ഷോർട്ടേജ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള പിള്ളേരെല്ലാം കൂടി ചേർന്നിട്ട് അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ച് കഴിക്കാൻ ആരംഭിച്ചു. അപ്പൊ അതിന്റെ ഒരു ഗ്യാങ് ലീഡറാണ് ആർത്തർ. അപ്പൊ ആ ഒരു ഗ്യാങ്ങിലേക്ക് ലീസലും റൂഡിയും കൂടി ചെന്ന് അവരെയും കൂടി കൂട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ ആ പിള്ളേരുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ റൂഡിയെ കുറിച്ച് പറയുന്നത് റൂഡിക്ക് എപ്പോഴും വിശപ്പാണെന്നാണ്. അങ്ങനെ ലീസലും റൂഡിയും ആ പിള്ളേരുടെ കൂടെ ചേർന്നിട്ട് ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് ആപ്പിൾസ് ഒക്കെ മോഷ്ടിക്കുന്നതും അത് എല്ലാവരും കൂടി കഴിക്കുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് അവർക്ക് വഴി കിടന്ന് ഒരു കോയിൻ കിട്ടുകയും ആ ഒരു കോയിൻ കൊണ്ടുപോയിട്ട് അവർ മിസ്സസ് ഡില്ലറിന്റെ ഷോപ്പിൽ ചെന്നിട്ട് എന്തെങ്കിലും തരുമോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് ഹെയിൽ ഹിറ്റ്ലർ പറഞ്ഞാലേ കൊടുക്കൂന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അത് പറഞ്ഞിട്ട് അവസാനം അവർ ഒരു മിഠായിയാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അവര് രണ്ടുപേരും കൂടി ആ ഒരു മിഠായി ഓരോ ടേൺ വെച്ചിട്ട് അത് കഴിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ലീസൽ റൂഡി മൊമെന്റ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നീട് ലീസലും റൂഡിയും വീണ്ടും ആ പിള്ളേരുമായിട്ട് ഓരോന്നൊക്കെ മോഷ്ടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഒരു വഴി വെച്ചിട്ട് ഈ അവിടെയുള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു ബോയ് ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ ബാസ്ക്കറ്റിൽ നിന്ന് അവർ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മോഷ്ടിക്കുന്നതായിട്ടും പിന്നീട് ആ ബാസ്ക്കറ്റ് കൊണ്ട് തിരിച്ചു കൊടുക്കുന്നതായിട്ടും അപ്പൊ അന്നേരമൊക്കെ അവർക്ക് ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഫുഡ് തീരെ കിട്ടാത്തത് കൊണ്ട് ഇവർ എടുക്കുന്ന ഫുഡ് ഇവർ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുവാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു ദിവസം അവരൊരു വീട്ടിൽ കയറി മോഷ്ടിക്കാൻ പോകുന്ന സമയത്ത് റൂഡിയെ ജസ്റ്റ് പിടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അവസാനം ലീസൽ അവനെ അവിടുന്ന് രക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട്. അന്ന് അവർക്ക് കുറച്ച് ചെസ്നട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് അവർ കുറച്ച് വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. ആ പൈസയും കൊണ്ട് പോയിട്ട് അവര് മിസ്സസ് ഡില്ലറിന്റെ കടയിൽ പോയിട്ട് കുറെ മിഠായി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് ടൈം അവർക്ക് ഒരു മിഠായില്ലേ കൊടുത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു വാശി തീർക്കാൻ വേണ്ടിയിട്ട് അവർ കുറെ പൈസയും കൊണ്ട് പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കുറെ മിഠായി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോ ഇനി വീണ്ടും നേരത്തെ പറഞ്ഞ മാക്സിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. മാക്സ് ഇപ്പോ ഒരു ട്രെയിനിലാണ് ഇരിക്കുന്നത്. മാക്സ് ഇപ്പോ ഹിമ്മൽ സ്ട്രീറ്റിലേക്ക്, അതായത് ലീസലൊക്കെ താമസിക്കുന്ന അവിടേക്ക് വരുവാണ്. അപ്പൊ മാക്സ് ഒരു ജൂതനായതുകൊണ്ട് തന്നെ അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സ് കയ്യില് ഹിറ്റ്ലറിന്റെ ബുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡെത്ത് പറയുന്നുണ്ട് ഈ ബുക്ക് ഹാൻസ് ഹ്യൂബർമാൻ മാക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആ ബുക്ക് വാങ്ങിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്ന്. അപ്പോ അത് മാക്സിനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിന്റെ കയ്യിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയ്യിൽ വെക്കാനായിട്ട് ഹിറ്റ്ലറിന്റെ ബുക്ക് ഹാൻസ് കൊടുത്തതാണ്. അങ്ങനെ അവസാനം മാക്സ് ഹ്യൂബർമാൻ ഫാമിലിയിൽ എത്തുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് തന്നെ മാക്സിന് ഉള്ളിൽ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഹ്യൂബർമാൻ ഫാമിലിക്ക് ഒരു ഡേഞ്ചറിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി ഹാൻസും മാക്സും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് ഡെത്ത് പറയുന്നത്. അപ്പോ ഹാൻസിനെ ആദ്യമായിട്ട് ഡെത്ത് കാണുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിലാണ്. അപ്പൊ ആ സമയത്ത് ഹാൻസ് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൽ യുദ്ധത്തിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുമായിരുന്നു. അവിടെ വെച്ചിട്ട് ഹാൻസ് പരിചയപ്പെടുന്ന ഒരാളാണ് എറിക്. എറിക് എന്ന് പറയുന്നത് ഒരു ജൂതനാണ്. പക്ഷെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമില് ഇങ്ങനെ ജർമ്മൻസ് ജ്യൂസിനെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയോ അവരെ ഒരു ശത്രുക്കളായിട്ടോ കാണുന്നില്ലായിരുന്നു. പിന്നീട് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഹിറ്റ്ലർ ഭരണത്തിൽ വരികയും ഹിറ്റ്ലർ നാസി പാർട്ടി ജോയിൻ ചെയ്യുകയും സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിലും ഹിറ്റ്ലറിന്റെ ആ ഒരു ഭരണം സ്റ്റാർട്ട് ചെയ്ത ശേഷം ഹിറ്റ്ലറാണ് അവിടെ ജൂതന്മാരെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ അന്നത്തെ യുദ്ധത്തിലൊക്കെ ഇവര് എല്ലാരും ഒന്നിച്ചായിരുന്നു പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഹാൻസിന് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ടാണ് എറിക് എന്ന് പറയുന്ന ആള്. ഈ എറിക് ഒരു അക്കോർഡിയൺ പ്ലേ ചെയ്യുന്ന ആളായിരുന്നു. എറിക്കാണ് ശരിക്കും അക്കോർഡിയൺ പ്ലേ ചെയ്യാൻ ഹാൻസിനെ പഠിപ്പിച്ചത്. അപ്പോ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അന്നത്തെ ദിവസം അവരെല്ലാരും കൂടി യുദ്ധത്തിന് പോകാൻ നിൽക്കുന്ന ടൈമില് അവരുടെ ഒരു ഓഫീസർ അവരുടെ ഒരു ക്യാപ്റ്റന് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ ഒരാളെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് എറിക്കിനെ വിളിക്കാനാണ് വരുന്നത്. പക്ഷെ എറിക്ക് ആ സമയത്ത് ഹാൻസിനെയാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഹാൻസ് അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ആ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നീട് അന്നത്തെ ആ ഒരു ബാറ്റില് എറിക്ക് കൊല്ലപ്പെടുന്നതായിട്ടാണ് പറയുന്നത്. പിന്നീട് അന്ന് ഹാൻസിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ആ ഒരു യുദ്ധത്തിൽ അന്നത്തെ ദിവസം കൊല്ലപ്പെടുകയും എറിക്കും അന്ന് കൊല്ലപ്പെടുന്നതായിട്ട് ഡെത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡെത്ത് മുൻപ് പറഞ്ഞത് ഹാൻസ് എന്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് മുൻപ് പോയതാണ്. ശരിക്കും അന്ന് ഹാൻസും മരിക്കേണ്ടതായിരുന്നു.
പക്ഷെ ഹാൻസിന്റെ ലൈഫ് സേവ് ചെയ്തത് എറിക് ആണ്. പിന്നീട് ഹാൻസ് എറിക്കിന്റെ ഫാമിലി അന്വേഷിച്ചു പോകുന്നുണ്ട്. അപ്പൊ അയാളുടെ വൈഫിനെയും കുഞ്ഞിനെയും കാണുന്നുണ്ട്. ആ സമയത്ത് അയാളുടെ അക്കോർഡിയോൺ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അയാളുടെ വൈഫാണ് പറയുന്നത് ഹാൻസ് അത് സൂക്ഷിച്ചു കൊള്ളാനെന്ന്. പിന്നീട് ഹാൻസ് അവരോട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അയാളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹാൻസിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോ എറിക്കിന്റെ മോനാണ് മാക്സ്. അപ്പൊ ഇനി മാക്സിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. മാക്സിന് ഫിസ്റ്റ് ഫൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അതായത് ഈ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് അവൻ ഒരു വാൾട്ടർ എന്ന് പറയുന്ന ഒരു പയ്യനെ കാണുകയും അവർ രണ്ടുപേരും ആയിരുന്നു ഒപ്പോണൻസ്. അവര് ആദ്യം കുറച്ചുനാള് ശത്രുക്കളായിരുന്നെങ്കിലും പിന്നീട് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അവര് പിന്നീട് കുറച്ച് വലുതായ സമയത്താണ് അവിടെ ഈ ഒരു ജൂതന്മാരെ അവിടുന്ന് ഒഴിവാക്കാൻ തുടങ്ങിയതും. അപ്പൊ മാക്സിനെയൊക്കെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് അവർ വരുന്നെന്ന് പറയുന്ന സമയത്ത് വാൾട്ടർ നാസിയുടെ കൂടെ അവരുടെ വേഷത്തിൽ അവിടെ എത്തിയിട്ട്, വാൾട്ടർ ആക്ച്വലി ജൂ അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ചേർന്നിട്ട് മാക്സിനോട് പറയുന്നുണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോണോന്ന്. പിന്നീടുള്ള 2 വർഷവും വാൾട്ടർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ഒരു സ്റ്റോറേജ് റൂമിനകത്തായിരുന്നു മാക്സ് ജീവിച്ചിരുന്നത്. അതിനുശേഷം വാൾട്ടറിന് അവിടുന്ന് പോളണ്ടിലേക്ക് പോകേണ്ടി വരികയും ആ ഒരു സമയത്താണ് അവര് ഹാൻസിനോട് ഹെൽപ്പ് ചോദിക്കുന്നതും. അങ്ങനെ ഹാൻസ് ആണ് മാക്സിന് വേണ്ടിയിട്ട് ഹിറ്റ്ലറിന്റെ ബുക്കും പൈസയൊക്കെ അങ്ങോട്ട് വരാനായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പൊ ഇനി അങ്ങനെ മാക്സ് ഇപ്പോ ഹാൻസിന്റെ റോസയുടെയും വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ലീസൽ ആദ്യമായിട്ട് മാക്സിനെ കാണുകയാണ്. അപ്പൊ ലീസലിന് ആദ്യം അത് ആരാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഹാൻസ് പിന്നീട് അതൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് അവളോട് പോയി കിടക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ മാക്സിനെ റോസ കാണുന്ന സമയത്ത് ലീസൽ വിചാരിക്കുന്നത് റോസ അവിടെ കിടന്ന് ബഹളം വെക്കുമെന്നാണ്. പക്ഷെ അവള് നോക്കുമ്പോ റോസ മാക്സിന് ഫുഡ് കൊടുക്കുന്നു. അതിനുശേഷം അവന് ഒരുപാട് നാളിന് ശേഷമാണ് അത്രയും ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അവനവിടെ ഛർദ്ദിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ റോസ വളരെ കാമായിട്ട് നിന്ന് അതെല്ലാം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ലീസൽ ഇതെല്ലാം കണ്ടിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീട് ഹാൻസ് ലീസലിനെ ബേസ്മെന്റിൽ കൊണ്ടുപോയിട്ട് എറിക്കിന്റെ കഥയും ഫസ്റ്റ് വേൾഡ് വാർ തൊട്ടുള്ള ആ ഒരു കഥ മൊത്തം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാക്സ് അവളുടെ റൂമിലുള്ള ബെഡിലാണ് അന്ന് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഹാൻസ് ഹ്യൂബർമാൻ അവളോട് പറയുന്നുണ്ട് ഈ മാക്സിന്റെ കാര്യം ആരോടും പറയരുത്, അവളുടെ ഒരു ഫ്രണ്ട്സിനോടും ഈവൻ റൂഡിയോട് പോലും പറയാൻ നിൽക്കരുത്, കാരണം അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലീസലിനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഹാൻസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ആരുടെങ്കിലും പറഞ്ഞാല് അന്ന് എന്റെ അടി കിട്ടിയ പോലെ ഇനി എന്റെ കിട്ടും, അത് കൂടാതെ നിന്റെ ബുക്സ് മൊത്തം ഞാൻ കത്തിച്ചു കളയും, പിന്നെ ഹാൻസിനെയും റോസയും അവർ വന്ന് പിടിച്ചിട്ട് പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ലീസൽ അവിടെ കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഹാൻസ് അത്ര അവളെ വഴക്ക് പറയുന്നതെന്ന്. പിന്നീട് അങ്ങോട്ട് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മാക്സ് ഉറക്കത്തിൽ തന്നെയായിരുന്നു. അപ്പൊ ഉറക്കത്തില് അവൻ സ്വപ്നം കാണുവാൻ പേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അവന്റെ ഫ്രണ്ട് വാൾട്ടറിന്റെ പേരും ഹിറ്റ്ലറിന്റെ പേരും ഒക്കെ അവൻ പറയുന്നുണ്ട്. അപ്പൊ ലീസല് മാക്സ് എണീറ്റോ എന്നറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും മാക്സിനെ നോക്കി ഇരിക്കാറുണ്ടായിരുന്നു. പിന്നീട് 3 ദിവസത്തിന് ശേഷമാണ് മാക്സ് എണീക്കുന്നത്. അപ്പൊ മാക്സ് കാണുന്നത് ലീസല് അവനെ നോയിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതിനുശേഷം അവിടെ കിടന്നാണ് അവൻ ഉറങ്ങിയെന്നൊക്കെ അറിയുന്ന സമയത്ത് അവന് ഭയങ്കര ഒരു നാണക്കേട് തോന്നുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട് അവനെ ഇവിടെ കിടത്തണ്ട, അവന് ബേസ്മെന്റിൽ തന്നെ കിടന്നാൽ മതി, അവന് കുറച്ച് സ്ഥലം മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവന്റെ നിർബന്ധത്തില് അവര് ബേസ്മെന്റിലോട്ട് ആക്കുന്നുണ്ട് അവനെ. അവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പുറത്തെല്ലാം അവർ കുറച്ച് ഷീറ്റ്സും ഹാൻഡ്സിന്റെ കുറച്ച് പെയിന്റിന്റെ ബക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് അത് അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പിന്നീട് മാക്സ് താമസിക്കുന്നത്. അപ്പൊ റോസ അവന് ബേസ്മെന്റിൽ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. മാക്സിനപ്പോ ഇവരുടെ ലൈഫ് അവൻ കാരണം ഒരു ഡേഞ്ചറിലായതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ അവന് ജീവിക്കാനുള്ള കൊതി കൊണ്ടും അവന്റെ ഒരു അവസാനത്തെ ഒരു വഴി എന്നുള്ള വെച്ചിട്ടാണ് അവൻ അവിടെ വന്നത്. ലീസല് ഇടയ്ക്ക് മാക്സിനെ കാണാൻ വേണ്ടിയിട്ട് ബേസ്മെന്റിൽ പോകുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് അവൾക്ക് ഹിറ്റ്ലറിന്റെ ബുക്ക് കാണുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവൾ അത്ര അടുപ്പമില്ലാത്തതുകൊണ്ട് അവളൊന്നും ചോദിക്കുന്നില്ല. പിന്നീട് റോസയും ഹാൻസും കൂടി സംസാരിക്കുന്നതാണ് അവൾ കേൾക്കുന്നത്. അപ്പൊ അവർ പറയുന്നുണ്ട് ആർക്കും ഒരു സംശയം തോന്നരുത്, ഇവിടെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് റോസ ഹ്യൂബർമാന്റെ ഒരു മാറ്റം അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ടും അത്രയും സമാധാനത്തോടു കൂടിയാണ് റോസ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് ലീസല് എപ്പോഴത്തെയും പോലെ സ്കൂളിൽ പോകുന്നുണ്ട്, റൂഡിയുമായിട്ട് കളിച്ച് നടക്കുന്നുണ്ട്. പിന്നെ അവള് തുണിയൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അവരുടെ കസ്റ്റമേഴ്സ് വീണ്ടും കുറഞ്ഞു വരുമായിരുന്നു. പിന്നെ അവള് കൂടുതലും മേയറിന്റെ വൈഫിന്റെ ലൈബ്രറിയിൽ പോയിട്ട് അവിടെ ഇരുന്ന് ബുക്സ് വായിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഹാൻസും ലീസലും കൂടി അവളുടെ സെക്കൻഡ് ബുക്കായിട്ടുള്ള ഷോൾഡർ ഷഗ് എന്ന് പറയുന്ന ബുക്ക് വായിക്കുവാണ്. ആ സമയത്ത് അവർ ബേസ്മെന്റിലുള്ള മാക്സിനെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഭയങ്കര തണുപ്പും
അവിടെ മാക്സ് വല്ലാതെ തണുത്ത് വിറച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവർ മാക്സിനെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവസാനം റോസയും ഹാൻസും കൂടി തീരുമാനിക്കുന്നുണ്ട് മാക്സിനെ ഇങ്ങനെ താഴെ രാത്രിയിൽ ഇരുത്തി കഴിഞ്ഞാൽ തണുപ്പ് കൂടിയിട്ട് അവനത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാത്രി മാത്രം മാക്സിനെ മുകളിൽ കിടത്താം, പിന്നീട് പകല് മാത്രം ബേസ്മെന്റിലാക്കാമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ക്രിസ്മസിന്റെ സമയമായി. ആ സമയത്ത് അവരുടെ മോളായിട്ടുള്ള ട്രൂഡി ഹ്യൂബർമാൻ വരുന്നുണ്ട്. പക്ഷെ അവളോട് താഴെ മാക്സ് ഉള്ള കാര്യമൊന്നും അവർ പറയുന്നില്ല. അവൾ അവിടെ ഒന്ന് നിന്നെങ്കിലും മാക്സ് ഉള്ളതായിട്ട് മനസ്സിലാവാതെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. മാക്സ് പിന്നീട് രാത്രിയിൽ ലീസലിന്റെ റൂമിലുള്ള മറ്റേ ബെഡിലാണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ സംസാരിച്ച് കുറച്ചൊക്കെ അടുക്കുന്നുണ്ട്. അപ്പൊ അവള് മാക്സിനോട് ചോദിക്കുന്നുണ്ട് ഹിറ്റ്ലറിന്റെ ബുക്ക് നല്ലതാണോ, അത് വായിച്ചിട്ടുണ്ടോന്ന്. ആ സമയത്ത് മാക്സ് പറയുന്നതെന്ന് വെച്ചാല് അവന്റെ ലൈഫിൽ അവൻ കണ്ടിട്ടുള്ള ബെസ്റ്റ് ബുക്ക് അതാണ്. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നത് അവനിപ്പോ ജീവനോടെ ഇരിക്കാൻ കാരണം ആ ഒരു ബുക്കാണ്. ആ ഒരു ബുക്കുള്ളതുകൊണ്ടാണ് അവനെ ആരും കൊല്ലാതെ ഇവിടം വരെ എത്തിയത്. പിന്നീട് രാത്രിയിൽ ഹാൻസും മാക്സും ലീസലും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമില് ലീസല് നല്ലൊരു റീഡർ ആണെന്നൊക്കെ ലീസൽ മാക്സിനോട് ഹാൻസ് പറയുന്നുണ്ട്. അങ്ങനെ ഹാൻസ് രാത്രിയിൽ അവർക്ക് വേണ്ടിയിട്ട് അക്കോർഡിയോണും വായിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു അക്കോർഡിയോൺ മാക്സിന്റെ അച്ഛൻ്റെതായിരുന്നു. ഒരു ദിവസം ലീസല് രാത്രിയിൽ പേടിച്ചിട്ട് എണീക്കുന്ന സമയത്ത് മാക്സ് അവിടെ ഉണ്ട്. അങ്ങനെ മാക്സും അതേ സമയത്ത് തന്നെ സ്വപ്നം കണ്ട് പേടിച്ചെണീക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലീസൽ എപ്പോഴും കാണുന്നത് അവളുടെ ട്രെയിനിൽ അവളുടെ ബ്രദർ മരിച്ച സംഭവമാണ്. മാക്സ് കാണുന്നത് അവന്റെ അമ്മ അച്ഛനെയൊക്കെ അവന് നഷ്ടപ്പെട്ടതും അമ്മ അവർ പിടിച്ചിട്ട് പോയതും അവന്റെ കഴിഞ്ഞ കുറെ നാളത്തെ ഒളിവിലുള്ള ആ ഒരു ജീവിതമൊക്കെയാണ് അവൻ സ്വപ്നം കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു വരുമ്പോൾ അവർ തമ്മിൽ കുറച്ചുകൂടി നന്നായിട്ട് അടുക്കുന്നുണ്ട്. ഈ മാക്സിന്റെയും ലീസലിന്റെയും റിലേഷൻ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണ്. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ സ്വപ്നങ്ങളൊക്കെ ഷെയർ ചെയ്യും, അവരുടെ പേടികളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരുടെയും പ്രശ്നം ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും ഫാമിലീസിനെ നഷ്ടപ്പെട്ടിട്ട് ഹ്യൂബർമാൻ ഫാമിലിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന രണ്ടുപേരാണ്. ശരിക്കും അവരുടെ ലൈഫ് ഒരേപോലെയാണെന്ന് അവരപ്പം മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് പല ദിവസങ്ങളായിട്ട് അവര് രണ്ടുപേരും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സ് എങ്ങനെയാണ് അവിടെ എത്തിയെന്നും മാക്സിന്റെ പഴയ കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. ലീസലും അവളുടെ ബ്രദറിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവള് ഹാൻസിനോട് പറയുന്നുണ്ട് അവൾക്കിപ്പോ അങ്ങനെ പേടി സ്വപ്നങ്ങൾ വരാറില്ല, അതിപ്പോ വന്നാൽ തന്നെ അവൾക്ക് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അവള് ഹാൻസിനോട് പറയുന്നുണ്ട്. ലീസൽ പിന്നീട് പുറത്തു പോകുന്ന സമയത്ത് അവൾക്ക് വഴി കിടന്ന് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവള് മാക്സിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൻ ബേസ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ വായിക്കുകയും ചെയ്യും. അതിൽ കുറച്ച് പസിൽസ് ഒക്കെ ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ചു നാളിന് ശേഷം ലീസലിന് 12 വയസ്സാവുന്നുണ്ട്. അപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് ആ സമയത്ത് അവൾക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഹാൻസ് അവൾക്കൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്. അവൾ അങ്ങനെ അത് കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ മാക്സ് ഇത് കണ്ടിട്ട് മാക്സ് അവളോട് പറയുന്നുണ്ട് എനിക്ക് നിനക്ക് തരാൻ ഒന്നുമില്ലാന്ന്. അങ്ങനെ അവൾ ആ ഒരു ബുക്ക് കിട്ടിയ സന്തോഷത്തിൽ ഹാൻസിനും റോസയ്ക്കും ഒരു ഹഗ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മാക്സ് അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അവൾ ചെന്നിട്ട് മാക്സിനും ഒരു ഹഗ് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം മാക്സ് അവൾക്കൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്. അത് അവനായിട്ട് തന്നെ എഴുതി വരച്ച ഒരു 5-6 പേജുള്ള ഒരു ചെറിയൊരു ബുക്ക്. അതായത് അവന്റെ കയ്യിലുള്ള ഹിറ്റ്ലറിന്റെ ബുക്കിലെ പേജസ് കീറിയിട്ട് അതിൽ വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് അതിൽ അവൻ വരച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറി പോലെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റോറിയുടെ പേര് അവൻ വെച്ചിരിക്കുന്നത് സ്റ്റാൻഡ് ഓവർ മാൻ എന്നാണ്. അപ്പൊ ഈ സ്റ്റാൻഡ് ഓവർ മാൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഒരു പോർഷൻ ഈ ബുക്കിൽ ഇല്ലസ്ട്രേറ്റഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു 10-12 പേജസ് ആണ് ഇതിൽ പറയുന്നത്. കറക്റ്റ് ആ ഒരു ഹിറ്റ്ലറിന്റെ ബുക്കിൽ പെയിന്റ് അടിച്ചിട്ട് അതിന് പുറത്ത് വരച്ചേക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് മാക്സിന്റെ സ്റ്റോറി തന്നെയാണ് അവൻ വരച്ചിരിക്കുന്നത്. മാക്സിനെ അവൻ അതിലൊരു ബേർഡ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. കാരണം ലീസൽ ഒരു വട്ടം ഹാൻസിനോട് മാക്സിന്റെ മുടി തൂവല് പോലെയാണെന്ന് പറയുന്നത് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ ഒരു ബേർഡ് ആയിട്ടാണ് അതിൽ വരച്ചിരിക്കുന്നത്. അവനെ നോക്കി അവന്റെ മുന്നിൽ നിന്നിട്ടുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ് അതിൽ വരച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം അവൻ കാണുന്നത് അവനൊരു തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് അവന്റെ അച്ഛൻ നിൽക്കുന്നതായിട്ടാണ്. പിന്നീട് അവന്റെ ഒപ്പോണൻസ്, അവൻ ബോക്സിംഗിൽ അവൻ വീണ് കിടക്കുമ്പോൾ അവനെ നോക്കി നിന്നിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അവന്റെ ഫ്രണ്ട് വാൾട്ടർ. പിന്നെ അവൻ ലാസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി, അതായത് ലീസലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ലീസലുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അതിൽ പറയുന്നുണ്ട് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, ആ സമയത്ത് എനിക്ക് അവൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ അവളാണ് എനിക്കൊരു ഗിഫ്റ്റ് തന്നത് എന്ന് പറഞ്ഞിട്ട് ലീസൽ അവനെ ഹഗ് ചെയ്യുന്ന ആ ഒരു പിക്ചർ അവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും അവസാനം അവൻ ബേസ്മെന്റിലിരുന്ന്
സ്റ്റോറി എഴുതുന്നതായിട്ടും ആ ബേസ്മെന്റിന്റെ വാളിൽ അവർ രണ്ടുപേരോടുള്ള ഒരു പിക്ചർ അവൻ വരച്ചിരിക്കുന്നതായിട്ടും അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇവനിത് ചെയ്യുന്ന ദിവസങ്ങളിൽ ലീസലിനെ മനഃപൂർവ്വം ഹാൻസും റോസയും അങ്ങോട്ട് വിടുന്നില്ലായിരുന്നു, അവൾ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് മാക്സ് ലീസൽ ഉറങ്ങുന്ന സമയത്ത് അവളുടെ കയ്യിൽ അത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ എണീറ്റ് നോക്കുമ്പോൾ അവൾ ആ ബുക്ക് വായിക്കുകയും പിന്നീട് അതിനുശേഷം മാക്സിനെ കാണാൻ വേണ്ടി അവൾ ബേസ്മെന്റിൽ പോകുന്നുണ്ട്. ആ സമയത്ത് മാക്സ് അവിടെ ഉറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് മാക്സ് സ്വന്തമായിട്ട് എഴുതിയ ആ ഒരു ബുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഈ ബുക്കിന്റെ 4th പാർട്ട് വരെയാണ് പറഞ്ഞത്. ഇനി ഞാൻ 5th പാർട്ടിലോട്ട് കടക്കുവാണ്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെത്ത് ആസ് യൂഷ്വൽ കുറച്ച് വലിയ സ്പോയിലേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അത് പറയാതെ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വായിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ ബാക്കി പറയാണ്. അപ്പോ ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഇതിന്റെ 5th പാർട്ടാണ്. അപ്പൊ അതിൽ കുറച്ച് കഴിഞ്ഞ് നടക്കുന്ന ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് ഡെത്ത് പറയുവാണ്. അപ്പൊ ഡെത്ത് പറയുന്നതെന്ന് വെച്ചാൽ ലീസലിന്റെ വിസ്ലർ എന്ന് പറയുന്ന ഒരു ബുക്ക് ആംബർ റിവറിൽ വെള്ളത്തിൽ ആരോ എറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് പോയതിന്റെ വിഷമത്തില് ലീസൽ അവിടെ നിൽക്കും. റൂഡി ആ ഒരു ബുക്ക് ഓടിപ്പോയിട്ട് വെള്ളത്തിലിറങ്ങി അത് എടുത്തിട്ട് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ അത് കിട്ടിയ സമയത്ത് ലീസലിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു ബുക്ക് കിട്ടിയ സന്തോഷത്തിലെങ്കിലും ലീസൽ അവനൊരു ഉമ്മ കൊടുക്കുമെന്ന് കരുതിയിട്ട് അവൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട്, പാവൻ റൂഡി അവൻ ആഗ്രഹിച്ച പോലെ ഒരു കിസ്സൊന്നും അവളുടെ കയ്യിൽ നിന്ന് അവന് കിട്ടാൻ പോകുന്നില്ല. കാരണം എനിക്ക് ചെറിയൊരു അനൗൺസ്മെന്റ് പറയാനുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഡെത്ത് പറയുന്നതാണ്. റൂഡി കുറച്ച് കഴിയുന്ന സമയത്ത് റൂഡി മരിച്ചു പോകുന്ന നമ്മളോട് അഡ്വാൻസ് ആയിട്ട് ഡെത്ത് പറയാണ്. അപ്പോൾ ഡെത്ത് പറയുന്ന ആ ഒരു പ്രോപ്പർ ഡയലോഗ് എന്താന്ന് വെച്ചാൽ, ഹി ഡിഡ്ന്റ് ഡിസേർവ് ടു ഡൈ ദ വേ ഹി ഡിഡ്. റൂഡി സ്റ്റീനർ ഒരിക്കലും അങ്ങനെ മരിക്കേണ്ട ഒരാളല്ലായിരുന്നു എന്നാണ് ഡെത്ത് പറയുന്നത്. പിന്നീട് അതിന്റെ കൂടെ അവൻ മരിച്ച ശേഷമുള്ള ലീസലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ആ ഒരു സമയത്ത് പറയാം. അപ്പൊ ഈ ഒരു പോർഷൻ എനിക്കിത് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം ഈ ഒരു ബുക്കിന്റെ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞത് പിന്നീട് നടക്കുന്ന കാര്യമാണ്. ഇനി ഇപ്പൊ നടക്കുന്ന കാര്യം പറയാം. അപ്പൊ അതായത് ഇനി റൂഡി മരിച്ചു പോകുന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വേണം ബാക്കി കേൾക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഡെത്ത് ഇത് ഓൾറെഡി പറയുന്നത്. അപ്പോ ഒരു ബുക്ക് വെള്ളത്തിൽ ഒഴുകി കിടക്കുന്നതായിട്ടായിരുന്നല്ലോ പറഞ്ഞത്. അതെടുക്കാൻ വേണ്ടിയിട്ട് റൂഡി പോകുന്ന ഒരു സീനായിരുന്നു നേരത്തെ പറഞ്ഞത്. ആ ബുക്കിന്റെ പേര് വിസ്ലർ എന്നാണ്. ആ വിസ്ലർ ബുക്ക് എങ്ങനെയാണ് ലീസലിന് കിട്ടിയതെന്നും അത് വെള്ളത്തിൽ പോയത് എങ്ങനെയാണെന്നുമാണ് ഇനി ഡെത്ത് പറയാൻ പോകുന്നത്. അപ്പോ ലീസൽ എപ്പോഴത്തെയും പോലെ മേയറിന്റെ വീട്ടിൽ വായിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് അവൾക്ക് മാക്സ് ബേസ്മെന്റിലുള്ള കാര്യം ആരോടെങ്കിലും ഒക്കെ അവൾക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവൾ ആരോടും പറയാതെ തന്നെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ വിസ്ലർ ബുക്ക് അവൾ കാണുന്നത്. അവൾക്ക് മേയർ അത് കൊടുക്കുന്നതാണ്. പക്ഷെ അവൾ അത് വാങ്ങിക്കുന്നില്ല. അവൾ അവിടെയുള്ള വേറെ ബുക്സ് ഒക്കെ വായിച്ചിട്ട് അവൾ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അവൾ ഒരു ദിവസം റൂഡിയായിട്ട് കളിച്ചിട്ട് വരുന്ന ദിവസം അവൾ അന്നത്തെ ദിവസം ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ അവൾ മാക്സിനോട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മാക്സ് അവളോട് ചോദിക്കുന്നുണ്ട്, പുറത്ത് വെതറൊക്കെ എങ്ങനെയാണ്? കാരണം അവൻ ഒരുപാട് നാളായി പകല് വെളിയിലോട്ട് ഇറങ്ങിയിട്ട്. ആ സമയത്ത് അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾ പറയുന്ന ചെറിയ കാര്യം തന്നെയാണ്, ബ്ലൂ സ്കൈ ആണ്, സണ്ണുണ്ട്, മേഘങ്ങളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അവൾ അത് പറയുന്നത് കുറച്ച് പൊയറ്റിക് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അവള് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ മാക്സിന് മനസ്സിലാവുന്നുണ്ട് അവള് പറയുന്ന വേർഡ്സ് കുറച്ച് നന്നായിട്ട് അവൾക്ക് പറയാൻ അറിയാം എന്നുള്ളത് മാക്സ് അപ്പൊ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അവൾ എപ്പോൾ പുറത്തു പോയാലും മാക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങോ അതിനകത്ത് ഈ ക്രോസ് വേർഡ് പസൽസ് ആണ് കൂടുതൽ നോക്കുന്നത്. അതാകുമ്പോൾ അവന് കുറച്ചു നേരം സമയം പോവല്ലോ എന്ന് വെച്ചിട്ട് അവൾ അതുകൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ അതിനകത്ത് മേയർ സംസാരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ അതിൽ മേയർ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും ഇനി കുറച്ച് ഹാർഡ് ടൈംസിന് വേണ്ടിയിട്ട്, അതായത് കുറച്ചൊരു ദുരിതം പിടിച്ച ഒരു സമയം അവർക്ക് ഇനി വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം മേയറിന്റെ വൈഫിന്റെ അടുത്ത് ലീസിൽ വായിക്കാൻ പോകുന്ന സമയത്ത് അവര് വീണ്ടും വിസ്ലർ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവൾ അത് വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ പോവാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ കയ്യില് മേയറിന്റെ വൈഫ്, അവരുടെ പേര് ഇൽസ എന്നാണ്, ഇൽസ ഹെർമാൻ. അപ്പൊ അവര് ലീസലിന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ആ ലെറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവര് ഇനി അവിടെ ജോലിക്ക് വരണ്ട എന്നുള്ള രീതിയിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് യുദ്ധം എല്ലാരെയും അഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് ലീസലിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവളോട് ഇനി ജോലിക്ക് വരണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇവിടുന്ന് വരണ്ടെന്ന് പറഞ്ഞത്? അപ്പൊ അവര് പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ വന്നിരുന്ന് ലൈബ്രറിയിൽ ഇരുന്ന് നിനക്ക് ബുക്ക് വായിക്കാം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് ലീസലിന് ദേഷ്യം വന്നിട്ട്
ലീസൽ അവർ കൊടുത്ത ആ ബുക്ക് എടുത്ത് എറിയുന്നുണ്ട്. അതെടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ ബുക്കൊന്നും വേണ്ട, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇവിടെ ഇങ്ങനെ തണുപ്പം പിടിച്ചിരിക്കുന്നത്, നിങ്ങളുടെ മോൻ മരിച്ചു പോയതല്ലേ. അവള് കുറച്ച് റൂഡായിട്ട് തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇൽസ ഹെർമാൻ ഒന്നും പറയാതെ അത് കേട്ടോണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം അവൾ അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ പിന്നീട് അവൾക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞതില്. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അവള് റോസയോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ഫയർ ചെയ്തു എന്ന്. അപ്പൊ റോസ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. പക്ഷെ അവള് പിന്നെയും പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ റൂഡായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്നെ ഫയർ ചെയ്തു എന്ന്. പക്ഷെ റോസ അപ്പൊ അവളെ ഒന്നും പറയുന്നില്ല. അതിനുശേഷം അവള് ഹാൻസിന്റെ അടുത്ത് ചെന്നിരുന്ന് കരയുന്നുണ്ട്. അവൾക്ക് അങ്ങനെ പറഞ്ഞതിൽ കുറച്ച് കുറ്റബോധം ഉണ്ടായിട്ടും അവൾ ആ പറഞ്ഞത് തെറ്റായിപ്പോയി, അവൾ ഇനി ഹെല്ലിൽ പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹാൻസ് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി റൂഡിയുടെ കാര്യമാണ് പറയുന്നത്. റൂഡി ഇപ്പോ ഹിറ്റ്ലർ യൂത്ത് മീറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പോകുന്നുണ്ട്. അപ്പൊ അവനും ടോമിയും കൂടിയാണ് പോകുന്നത്. അപ്പൊ ടോമിക്ക് ഒരു ചെവി കേൾക്കത്തില്ല. അവിടെ വെച്ചിട്ട് ഓരോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടോമിക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്നതൊക്കെ തെറ്റിക്കും. അതുകൊണ്ട് തന്നെ റൂഡിക്കും തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ലീഡറാണ് ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു പയ്യൻ. അവൻ കുറച്ച് റൂഡാണ്. അപ്പൊ അവൻ ടോമിയെ എപ്പോഴും കളിയാക്കാറുണ്ട്. അപ്പൊ ടോമി ഇങ്ങനെ പറയുന്ന സമയത്ത് റൂഡിയാണ് ടോമിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് റൂഡിയെടുത്ത് ദേഷ്യം തോന്നിയിട്ട് റൂഡിക്ക് അവൻ ഇടയ്ക്കിടയ്ക്ക് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അവനെ കൊണ്ട് പുഷപ്പ് എടുപ്പിക്കുകയും അവിടെ ഗ്രൗണ്ടിൽ ഓടാനും ഒക്കെ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതുവരെ ലീസലിനോട് പറയുന്നുണ്ട്, ഇത് ലീസലൊക്കെ പോകുന്ന ആ ഒരു ജർമ്മൻ ഗേൾസിന്റെ ബാൻഡ് പോലെ തന്നെ ഇത് ബോയ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. ഇനി ഇതിൽ പറയുന്നത് ലീസലും റൂഡിയും വീണ്ടും മോഷ്ടിക്കാൻ പോകുന്നതാണ്. അപ്പൊ അവരുടെ ആ ഒരു ഗ്യാങ്ങിലെ മുൻപുണ്ടായിരുന്ന ആർദർ എന്ന് പറയുന്ന ഒരു ലീഡർ അവനിപ്പോ ഇല്ല. അതിന് പകരം വിക്ടർ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. അപ്പൊ അവൻ ഇവര് മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കുന്ന ആപ്പിൾസിൽ നിന്നൊക്കെ ഇവർക്ക് അധികം ഒന്നും കൊടുക്കില്ല. ഇവർക്ക് വളരെ ചെറിയ ആപ്പിൾസ് നോക്കി കൊടുക്കാണ്. അപ്പോ റൂഡി ഒരു ദിവസം അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വിക്ടറിന് ദേഷ്യം വരികയും വിക്ടർ റൂഡിയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവന്റെ കൈയും മുഖമൊക്കെ മുറിയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ലീസൽ വിക്ടറിനോട് വഴക്കിടുന്നുണ്ട്. അപ്പൊ വിക്ടർ ലീസലിനെയും വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം അവരവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് റൂഡിക്ക് ദേഷ്യം വന്നിട്ട് റൂഡി വിക്ടറിന്റെ ദേഹത്ത് തുപ്പിയിടുന്നുണ്ട്. ആ സമയത്ത് വിക്ടറിന് ഭയങ്കര ദേഷ്യം തോന്നിയും അവൻ ഇതിന് പകരം വീട്ടുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഫ്രാൻസിന്റെ പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞു വരുന്ന ദിവസം റൂഡിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം അവൻ ലീസലിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് എന്തെങ്കിലും മോഷ്ടിക്കണം, അങ്ങനെയെങ്കിലും എനിക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ജയിക്കണം എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പോ ലീസൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് മേയറിന്റെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും മോഷ്ടിക്കണം എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. അപ്പൊ ലീസൽ പോകുന്നത് അവിടുന്ന് ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവൾക്ക് ലാസ്റ്റ് കൊടുത്ത ആ ഒരു വിസ്ലർ എന്ന് പറയുന്ന അതേ ബുക്ക് തന്നെയാണ് അവൾ മോഷ്ടിക്കാൻ പോകുന്നത്. പക്ഷെ റൂഡി വിചാരിക്കുന്നത് അവൾ എന്തെങ്കിലും ഫുഡ് എടുക്കാനായിട്ട് പോകുന്നതെന്നാണ്. അങ്ങനെ അവസാനം അവരുടെ ജനൽ ഓപ്പൺ ആണ്. അപ്പൊ ആ ജനലിൽ കൂടി കൈയിട്ട് തന്നെ അവൾക്ക് ബുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അതിൽ കൂടി അവൾ ആ ഒരു വിസ്ലർ എന്ന് പറയുന്ന ബുക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് റൂഡി ബുക്ക് കാണുന്ന സമയത്ത് അവളോട് ചോദിക്കുന്നുണ്ട്, ഫുഡൊന്നും എടുത്തിട്ടില്ലേന്ന്. അപ്പോഴാണ് റൂഡിക്ക് മനസ്സിലാവുന്നത് അവൾ ഈ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ തിരിച്ചു വരുമ്പോ റൂഡി അവളെ കളിയാക്കി വിളിക്കുന്ന പേരാണ് ബുക്ക് തീഫ് എന്നുള്ളത്. അതായത് അവള് ബുക്ക് മോഷ്ടിച്ചതുകൊണ്ട്. പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ അവൾക്ക് ആ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ബുക്ക് തീഫ് എന്നുള്ളത്. പിന്നീട് റൂഡിയുടെ ക്ലാസ്സിൽ ആ ഒരു ഫ്രാൻസിന്റെ ടോർച്ചർ കൂടിയിട്ട് റൂഡിയും ടോമി മുള്ളറും പിന്നീട് ക്ലാസ്സിന് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ വേറൊരു ഡിവിഷനിലേക്ക് ആക്കുകയാണ്. പിന്നെ അതിനുശേഷം ഒരു ദിവസം റൂഡിയും ലീസലും കൂടി വഴിയിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഈ വിസ്ലർ എന്ന് പറയുന്ന ആ ഒരു മോഷ്ടിച്ച ബുക്ക് കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് വഴി വെച്ചിട്ട് ഫ്രാൻസിനെ കണ്ടിട്ട് അവര് ഫ്രാൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയിൽ കൂടി വരുവാണ്. അപ്പൊ അവര് വരുന്നത് ആംബർ റിവറിന്റെ അടുത്തുകൂടിയാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ അവരുടെ ഫ്രണ്ടില് വിക്ടർ വരികയും വിക്ടർ മുൻപ് റൂഡി തുപ്പിയന്റെ ആ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ലീസലിന്റെ കയ്യിൽ നിന്ന് ആ ഒരു വിസ്ലർ എന്ന് പറയുന്ന ബുക്ക് എടുത്ത് വെള്ളത്തിലെറിയുന്നുണ്ട്. അപ്പൊ ഈ സീനാണ് മുൻപ് ഡെത്ത് പറഞ്ഞത്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് റൂഡി വെള്ളത്തിലിറങ്ങുകയും അവസാനം അവൻ ആ ഒരു ബുക്ക് എടുത്ത് ലീസലിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബുക്ക് കിട്ടുന്ന സമയത്ത് ലീസലിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ ഒരു സമയത്ത് ആസ് യൂഷ്വൽ റൂഡി അവളോട് ഒരു കിസ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് ഒന്നും പറയുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ റൂഡി അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. കാരണം ഇനി അവളെങ്ങാനും അവന് കൊടുക്കുമോ എന്നൊരു സംശയം അവനുണ്ടായിരുന്നു. അപ്പോ ഡെത്ത് പറയുന്നുണ്ട്, ഒരുപക്ഷെ അവൻ ഒന്നും കൂടി ചോദിച്ചായിരുന്നെങ്കിൽ അവന് ഒരു ഉമ്മ കൊടുത്തു പോയേനെ. പക്ഷെ അവൻ പിന്നീട് ചോദിക്കുന്നതുമില്ല. അവന് അവളുടെ അടുത്തുനിന്ന് അങ്ങനെ അവൻ ആഗ്രഹിച്ച പോലെ ഒരു കിസ് കിട്ടാതെ തന്നെയാണ് അവൻ മരിച്ചു പോകുന്നതെന്നുള്ളതും ആക്ച്വലി ഈ സ്റ്റോറിയിൽ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുത്ത് പറഞ്ഞത്.
അല്ലാതെ ഇപ്പൊ ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സീൻസ് വരുന്നുണ്ട്. പക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ബുക്കിൽ ഇവരുടെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോർഷൻ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരുപക്ഷെ ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് മാക്സ് അവൾക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ബുക്സ് ഒക്കെ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ ഹിറ്റ്ലറിന്റെ ആ ഒരു മെയിൻ കാഫ് എന്ന് പറയുന്ന ബുക്കിന്റെ പേപ്പേഴ്സ് തന്നെ പെയിന്റ് അടിച്ചിട്ട് അതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റോസയും ഹാൻസും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ട്. അതായത് അതിലെ പ്രിന്റ് മായാൻ വേണ്ടിയിട്ട് അവര് വൈറ്റ് കളർ പെയിന്റ് ആ പേപ്പറിൽ അടിക്കും. പിന്നെ അതിന് പുറത്താണ് മാക്സ് പിക്ചർ വരയ്ക്കുന്നതും സ്റ്റോറി എഴുതുന്നതും. ഇതില് സ്നോഫോൾ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ലീസില് മാക്സിനെ കാണാൻ വേണ്ടിയിട്ട് ബേസ്മെന്റിലേക്ക് കുറച്ച് സ്നോ എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവസാനം അവര് എല്ലാവരും കൂടി കുറെ സ്നോ ബേസ്മെന്റിൽ കൊണ്ടുപോയിട്ട് അവിടെ റോസയും ലീസലും മാക്സും കൂടി സ്നോമാനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അന്ന് രാത്രിയില് മാക്സിന് വയ്യാതാവുന്നുണ്ട്. പിന്നീട് അവൻ കുറച്ച് ക്ഷീണം കൂടിയിട്ട് അവൻ ബോധം പോയിട്ട് വീഴുന്നുണ്ട്. വീഴുന്ന സമയത്ത് അവന്റെ തല അക്കോർഡിയോന്റെ കേസിൽ ഇടിക്കുന്നുണ്ട്. പിന്നീട് മാക്സ് എണീക്കുന്നില്ല. മാക്സ് അങ്ങനെ ബോധം പോയിട്ട് കിടക്കുകയാണ്. അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒന്നും പറ്റുന്നില്ല. അങ്ങനെ മാക്സ് പിന്നീട് കുറെ ദിവസം എണീക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ ദിവസവും ലീസലും റോസും ഹാൻസും ഒക്കെ മാക്സിനെ വിളിക്കുന്നുണ്ടെങ്കിലും മാക്സ് എണീക്കുന്നില്ല. ലീസലിന് അപ്പോൾ ഭയങ്കര വിഷമാവുന്നുണ്ട്. അവളുടെ മനസ്സിൽ അവൾ സ്നോ എല്ലാം കൂടി ബേസ്മെന്റിൽ കൊണ്ടുവച്ചപ്പോ അതിന്റെ തണുപ്പ് പിടിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തോ മാക്സിന് വയ്യാതായതാണെന്നാണ് ലീസൽ പറയുന്നത്. അപ്പോ ഹാൻസും റോസയും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ദിവസമായിട്ടും മാക്സ് എണീക്കുന്നില്ല. മാക്സ് ഇവിടെ വന്നപ്പോഴും ഒരു 3 ദിവസം കണ്ടിന്യൂസ് ഉറങ്ങുമായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെ അവൻ ഇന്ന് എണീക്കും നാളെ എണീക്കും എന്ന് പറഞ്ഞിരുന്നിട്ട് അവൻ എണീക്കുന്നില്ല. പിന്നീട് ലീസല് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് റോസ പറയുന്നുണ്ട്, നീ പുറത്തു പോയിട്ട് റൂഡിയായിട്ടൊക്കെ കളിച്ചിട്ട് പോവാ. കാരണം അല്ലെങ്കിൽ അവളെ കാണാതിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും സംശയം തോന്നും. അങ്ങനെ അവളെ റൂഡിയുടെ കൂടെ കളിക്കാനൊക്കെ വിടുന്നുണ്ട്. അപ്പൊ അവള് ഓരോ ദിവസവും പുറത്തു പോയിട്ട് വരുമ്പോ മാക്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് അവള് എടുത്തിട്ട് വരാറുണ്ട്. അവൾക്ക് വഴിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവൾ ഓരോന്ന് അവിടെ കൊണ്ട് വെക്കാറുണ്ട്. പിന്നീട് അവൾ എല്ലാ ദിവസവും മാക്സിന്റെ അടുത്ത് പോയിരുന്നിട്ട് വിസ്ലർ എന്ന് പറയുന്ന അവള് മേയറിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആ ഒരു ബുക്ക് സ്റ്റോറി വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവളുടെ മനസ്സിൽ അവൾ സ്റ്റോറി വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചിട്ട് മാക്സ് എണീക്കും എന്നാണ്. അങ്ങനെ കുറെ ദിവസം ഇത് കണ്ടിന്യൂ ചെയ്തു പോയി. മാക്സിന് ഒരനക്കവും ഇല്ല. അങ്ങനെ ലാസ്റ്റ് അവൾ ആ ഒരു വിസ്ലറിന്റെ ലാസ്റ്റ് ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് അവള് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ റോസ അവളെ പിടിച്ച് സമാധാനിപ്പിക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം 1 മാസത്തോളം മാക്സ് ഒരു റെസ്പോൺസും ഇല്ലാതെ ഒരു കോമ സ്റ്റേജിലായ പോലെ കിടക്കുകയാണ്. ആ ഒരു ടൈം ആയ സമയത്ത് അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി തുടങ്ങി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി മാക്സ് എണീക്കത്തില്ല, മാക്സ് മരിച്ചു പോകുന്ന തന്നെ അവര് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ലീസലിനും അതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലായി തുടങ്ങി. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്, ഇൻ കേസ് മാക്സ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും, മാക്സിനെ എങ്ങനെ അടക്കും. കാരണം ഒരിക്കലും അവരുടെ വീട്ടിൽ ഒരു ജൂതൻ താമസിച്ചിരുന്നു എന്നുള്ളത് അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ മാക്സിന്റെ ബോഡി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ചാണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ലീസല് സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് റോസ ഹ്യൂബർമാൻ അവളുടെ ക്ലാസ്സിൽ വന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട്. അപ്പോ ലീസൽ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് മാക്സ് എണീറ്റെന്നുള്ളത് റോസ അവളോട് പറയാണ്. അങ്ങനെ അവള് മാക്സിനെ വന്ന് കാണുന്നുണ്ട്. അപ്പൊ മാക്സ് അവളെ കാണുന്ന സമയത്ത് അവളോട് താങ്ക്സ് പറയുന്നുണ്ട്, കുറെ ഗിഫ്റ്റ് കൊടുത്തതിനും അവന് വേണ്ടിയിട്ട് സ്റ്റോറി വായിച്ചതിനും എല്ലാം. പിന്നീട് അവൻ അപ്പോഴും ഒരു പേടിയുണ്ട്, അവൻ ഇനിയും അതുപോലെ ഉറങ്ങിപ്പോകുമോ, അവന്റെ ബോധം പോകുമെന്നൊക്കെ ഒരു പേടിയുണ്ട്. അപ്പോൾ ലീസല് അവന്റെ കൂടെ ഇരുന്ന് അവന് വീണ്ടും വീണ്ടും സ്റ്റോറീസ് ഒക്കെ വായിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അവൻ അങ്ങനെ ഒരു ക്ഷീണം വന്ന് അവൻ ഉറങ്ങിപ്പോകും എന്നൊരു തോന്നൽ വരുന്ന സമയത്തൊക്കെ അവൾ വായിച്ചു കൊടുക്കാറുണ്ട്. പിന്നീട് ഒരുവിധം ഓക്കെ ആയി വീണ്ടും അവര് മുന്നോട്ട് പോവാണ്. ഇതിനിടയിൽ റൂഡിയും ലീസലും കൂടി മേയറിന്റെ വീട്ടിൽ പോയിട്ട് വീണ്ടും ബുക്സ് മോഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ജനലിൽ കൂടിയാണ് എടുക്കുന്നത്. അപ്പൊ ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട്, ഇപ്പൊ ശരിക്കും ഇൽസ ഹെർമാൻ ലീസൽ അവിടെ വന്ന് ആ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ജനലിനടുത്ത് അവൾക്ക് ബുക്സ് വെച്ചു കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ പറയുന്നത് റൂഡിയും ലീസലും കൂടി അവര് ഒരു ദിവസം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് നാസിയുടെ ആൾക്കാര് എല്ലാ വീടിന്റെയും ബേസ്മെന്റ് ചെക്ക് ചെയ്യാനായിട്ട് വരുവാണ്. അതായത് എന്തെങ്കിലും ഒരു ബോംബ് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാല് ബേസ്മെന്റ് അതിന് ഓക്കെ ആണോ, ഒരു ഷെൽട്ടറിന് പറ്റിയ ഒരു ഏരിയ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവര് ചെക്കിങ്ങിന് വരുവാണ്. ആ സമയത്ത് ലീസൽ ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഹാൻസിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവര് വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ അവരും നാസീസും വീട്ടിലെത്തുന്നുണ്ട്. അവര് പെട്ടെന്ന് മാക്സിനോട് എന്തെങ്കിലും ചെയ്യണം, എവിടെയെങ്കിലും ഒളിക്കണമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോ
അപ്പൊ ആരും ഒരു സംശയം തോന്നാത്ത രീതിയിൽ പേടിച്ചിട്ടൊന്നും നിൽക്കരുതെന്ന് ഹാൻസ് എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ നാസീസ് വരുന്നുണ്ട്. അവര് ലീസലിനെയൊക്കെ കണ്ട് അവളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവര് ബേസ്മെന്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ബേസ്മെന്റിൽ ഒരു 3 മിനിറ്റോളം അവർ നോക്കുന്നുണ്ട്. ഈ ഒരു 3 മിനിറ്റ് അവർക്ക് ഭയങ്കര ഒരു ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും അവർ ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അവര് തിരിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട് ഇവരുടെ ബേസ്മെന്റ് ഒട്ടും സ്ട്രോങ് അല്ല, ഇത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അപ്പൊ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ അവര് വേറെ ഏതെങ്കിലും വീടിന്റെ ബേസ്മെന്റിലോട്ട് മാറണമെന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ പോയതിനു ശേഷം അവര് നോക്കുമ്പോൾ മാക്സ് അവരുടെ സ്റ്റെയറിന്റെ അടിയിൽ ഒളിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ മാക്സ് പറയുന്നുണ്ട് ഞാനിത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഇവിടുന്ന് പോവാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ അവര് അത് സമ്മതിക്കത്തില്ല. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അവരുടെ ഡോറിൽ വീണ്ടും ആരോ തട്ടുന്നുണ്ട്. അങ്ങനെ അവര് പേടിച്ച് വീണ്ടും മാക്സിനെ ബേസ്മെന്റിലോട്ട് ആക്കുന്നുണ്ട്. ആ സമയത്ത് അത് റൂഡി ലീസലിനെ തിരക്കി വന്നതാണ്. അപ്പൊ ലീസല് കളിയുടെ ഇടയിൽ പെട്ടെന്ന് പോയത് എന്തിനാന്ന് ചോദിച്ചിട്ട് റൂഡി അവിടെ വന്നതാണ്. അതിനുശേഷം റൂഡിയും ലീസലും പിന്നെയും കളിക്കാൻ പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ ബുക്കിന്റെ 7th പാർട്ടാണ്. അപ്പോ ഈ ഒരു ബുക്ക് അത്യാവശ്യം നല്ല ലെങ്തിയാണ്. ഞാൻ കുറച്ച് ചുരുക്കി പറയാൻ ശ്രമിക്കാം. എനിക്ക് മാക്സിമം നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആക്കി പറയുന്നത്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് പറയാൻ ശ്രമിക്കാം. പിന്നെ ഇത് ലെങ്തി ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും കേൾക്കാതെ പോകരുത്. കാരണം ഇത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു റിമൈൻഡർ തരാം. ഇത് ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ ഞാൻ ബാക്കി സ്റ്റോറിയിലേക്ക് കടക്കാം. 7th പാർട്ടാണ്. അപ്പൊ ഇനി അങ്ങോട്ട് യുദ്ധം കുറച്ചുകൂടി കടുക്കുകയാണ്. അപ്പൊ അവരുടെ ആ ഒരു സ്ഥലത്തിന് പറയുന്ന മോൾച്ചിങ് എന്നാണ്. ഹിമൽ സ്ട്രീറ്റ് നിൽക്കുന്ന ആ ഒരു ഏരിയ ആണ് മോൾച്ചിങ്. അപ്പൊ അവിടേക്കും ബോംബ്സ് വരാറായി എന്നുള്ളൊരു സൂചന അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാരൊക്കെ അവരുടെ വീട്ടില് ബ്ലാക്ക് പെയിന്റ് അടിക്കുകയാണ്. അവരുടെ ബ്ലൈൻഡ്സിലൊക്കെ ബ്ലാക്ക് പെയിന്റ് അടിക്കുകയാണ്. കാരണം ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കറുത്ത കളർ ആകുമ്പോൾ അത്രേ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാൻസിന് അത്യാവശ്യം നല്ല ജോലിയുള്ള സമയമാണ്. അപ്പോൾ ഹാൻസ് ആണ് എല്ലാ വീട്ടിലും ഈ ബ്ലാക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ലീസലും ഹാൻസിന്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞ് അവള് ബുക്ക് വായിക്കും. ഇടയ്ക്ക് ഹാൻസ് അക്കോർഡിയൻ പ്ലേ ചെയ്യും. അങ്ങനെ അവള് ഭയങ്കര എൻജോയ് ചെയ്താണ് ആ ഒരു ടൈം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവൾക്ക് ഈ ഒരു ബോംബിന്റെ ഒരു സീരിയസ്നെസ് ഒന്നും അത്രയ്ക്ക് അറിയില്ല. ആ നാട്ടില് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പേടിച്ചു തുടങ്ങിയ ഒരു സമയമാണത്. പിന്നീട് ഇതില് റൂഡിയുടെ ഈ ഹിറ്റ്ലർ യൂത്ത് മീറ്റിംഗ്സിൽ ഒരു കാർണിവൽ നടക്കുകയാണ്. അപ്പൊ അവിടെ കുറെ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് റൂഡിക്ക് ഒരു വാശി തോന്നുന്നുണ്ട്. ഫ്രാൻസ് എന്ന് പറയുന്ന അവന് ബുള്ളി ചെയ്യുന്ന ഒരു ലീഡർ ഉണ്ടായിരുന്നല്ലോ, അവന്റെ മുന്നിൽ റൂഡിക്ക് കുറച്ച് സ്കോർ ചെയ്ത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ മനഃപൂർവ്വം എല്ലാ റേസിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം 4 റേസാണുള്ളത്. അതില് ഫസ്റ്റ് 3 റേസിലും അവൻ തന്നെ ടോപ്പിൽ വരുന്നുണ്ട്. അപ്പൊ തന്നെ അവനായി അവിടുത്തെ ഒരു ടോപ്പർ. അപ്പോ 4th വൺ വരുന്ന സമയത്ത് അവൻ മനഃപൂർവ്വം ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർ റീസൺ അവൻ ലീസലിനോട് പറയുന്നില്ലെങ്കിലും അവന് ഉള്ളുകൊണ്ട് ഈ ഒരു നാസീസിന്റെ രീതികളോടും ഹിറ്റ്ലറിനോടും അവനും താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ബെസ്റ്റ് ആയിട്ട് അവന് നിൽക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് അവൻ ആ ഒരു 4th റേസിൽ അവൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ മാക്സിനോട് പറയുമ്പോൾ ലീസല് റൂഡിയെ കുറിച്ച് ഒരുപാട് മാക്സിനോട് പറയുന്നുണ്ട്. ലീസല് മാക്സിനോട് റൂഡിയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എ ബോയ് വിത്ത് ബ്ലൂ ഐസ്, പിന്നെ അവന്റെ ഹെയർ ഒരു കളർ ഓഫ് ലെമൺ ആണ്, പിന്നെ ഹീസ് ഓൾവേസ് ഹംഗ്രി. ഈ 3 കാര്യങ്ങളാണ് അവനെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഈ ഹെയർ കളർ ഓഫ് ലെമൺ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചൊരു ഗോൾഡൻ യെല്ലോ കളറാണ് അവന്റെ ഒരു ഹെയർ എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് അവനെ കുറിച്ച് പറയുന്ന ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞാണ്. പിന്നീട് ഒരു ദിവസം ലീസലും റൂഡിയും കൂടി ഇൽസ ഹെർമാന്റെ വീടിനടുത്തുകൂടി പോകുമ്പോൾ അവരുടെ വിൻഡോയുടെ അവിടെ ഒരു ബുക്ക് ഹാങ് ചെയ്തിട്ടേക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ലീസലിന് തോന്നുന്നുണ്ട് അത് അവൾക്കുള്ള ഒരു ട്രാപ്പാണെന്ന്. പക്ഷെ എന്തായാലും അവൾ ആ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ പോകുന്നുണ്ട്. അങ്ങനെ അവൾ അത് എടുക്കുന്നുണ്ട്. ആ സമയത്ത് അതൊരു ഡിക്ഷണറിയാണ്. അതിനുശേഷം ലീസൽ ആ ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു ലെറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഇൽസ ഹെർമാൻ എഴുതിയിരിക്കുന്നത് അവർക്ക് ലീസൽ അവിടെ വന്ന് ബുക്സ് എടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അവൾ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവര് ജനൽ ഓപ്പൺ ചെയ്ത് അവൾക്ക് വേണ്ടിയിട്ട് അവിടെ ബുക്സ് വെച്ചിരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഈ ഡിക്ഷണറി അവള് കൊണ്ടുപോയിട്ടുള്ള ബുക്സിൽ അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിക്ഷണറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഇൽസ ഹെർമാൻ അവളോട് ദേഷ്യമില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ചെറിയൊരു കുറ്റബോധത്തോടും കൂടിയാണ് അവൾ അവിടുന്ന് തിരിച്ചു വരുന്നത്. ഹാൻസ് അവിടെ ഒരു റേഡിയോ വെക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ബോംബിന്റെ എമർജൻസി വരുവാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് എപ്പോഴും അതിൽ ന്യൂസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഒരു ന്യൂസും അന്ന് അതിൽ വരുന്നില്ല. പക്ഷെ അവിടെ ഒരു വലിയൊരു സൈറൻ വരികയാണ്. അങ്ങനെ അവരവിടുന്ന് എല്ലാവരും പേടിച്ചിട്ട് അവരുടെ അടുത്ത വീട്ടിലുള്ള ഫീഡ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിലെ ബേസ്മെന്റിലോട്ട് പോണോന്ന് പറയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് ആകെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ മാക്സിനെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോകണം.
പക്ഷെ അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവര് മാക്സിനെ അവിടെ നിർത്തിയിട്ട് മാക്സിനോട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ പോവാണ്. അങ്ങനെ കുറെ ആളുകൾ അവരുടെ ബേസ്മെന്റിൽ വരുന്നുണ്ട്. കാരണം അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്, അത് കുറച്ചുകൂടി വലിയൊരു സ്പേസ് ആണ്. അങ്ങനെ എല്ലാവരും അവിടെ പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് കുറെ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ ഒരു സെക്കൻഡ് സൈറൺ വരുവാണ്. അതായത് അവിടെ എൻഡ് ആയി എന്നുള്ളത്. ഹ്യൂബർമാൻ ഫാമിലി ആദ്യം നോക്കുന്നത് അവരുടെ വീടിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്നാണ്, അതായത് മാക്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന്. അങ്ങനെ അവർ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് മാക്സ് അവിടെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം അത് ഒരു ട്രയൽ ആയിരുന്നു, അതൊരു റെയ്ഡിന് വേണ്ടിയിട്ടുള്ള ഒരു സൈറൻ ആയിരുന്നു എന്നുള്ളത് പിന്നീട് അവർ അറിയുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം റിയൽ ആയിട്ടുള്ള ഒരു സൈറൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ബേസ്മെന്റിൽ എത്തുന്നുണ്ട്. ആ സമയത്ത് ലീസൽ അവളുടെ കയ്യിൽ വിസ്ലർ എന്ന് പറയുന്ന ആ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് അവൾ ആ ഒരു ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ അവളോട് അത് ഉറക്കെ വായിക്കാനെന്ന് അവിടെ ഉള്ളവർ പറയുന്നുണ്ട്. അങ്ങനെ അവൾ അത് വായിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അവൾ ആ ഒരു സ്റ്റോറി വായിക്കുന്ന കേട്ട് കുറച്ച് ആ ഒരു സ്റ്റോറിയിലേക്ക് തിരിയാണ്. കാരണം എല്ലാവരുടെയും കുറച്ച് ടെൻഷൻ അപ്പോൾ കുറയുന്നുണ്ട്. അങ്ങനെ അവൾ അതിലെ ഒരു ചാപ്റ്റർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കഴിയുന്ന സമയത്ത് അവിടെ സെക്കൻഡ് സൈറൺ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആ സമയത്ത് അവിടെ ബേസ്മെന്റിലിരുന്ന എല്ലാവരും അവളോട് പറയുന്നുണ്ട് അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് പോയാൽ മതിയെന്ന്. കാരണം എല്ലാവർക്കും അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റും തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അവർ പിന്നീടും പറയുന്നുണ്ട് ഇനിയും വരുന്ന സമയത്ത് അവൾ ഇങ്ങനെ തന്നെ ചെയ്യണം, അത് എല്ലാവർക്കും ഒരു ആശ്വാസമാണെന്നുള്ളത് അവിടെ വരുന്നവർ അവളോട് പറയുന്നുണ്ട്. പിന്നെ അന്ന് അവർ തിരിച്ചു വരുന്ന സമയത്ത് മാക്സിനോട് റോസയും ഹാൻസും പറയുന്നുണ്ട് ലീസല് എല്ലാവർക്കും വായിച്ചു കൊടുത്തു എന്നുള്ളത്. അപ്പോ മാക്സ് അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ഒരു പുതിയൊരു സ്റ്റോറി എഴുതുന്നുണ്ട്. ആ ഒരു സ്റ്റോറിയിൽ മാക്സ് പേരിടുന്നത് ദ വേർഡ് ഷേക്കർ എന്നാണ്. അതായത് ലീസലിന്റെ വേർഡ്സ് അത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വേർഡ് ഷേക്കർ എന്നുള്ള പേര് ആ ഒരു ബുക്കിന് ഇടാമെന്ന് മാക്സ് തീരുമാനിക്കുന്നത്. പിന്നീട് ഒരു ദിവസം അവരുടെ നൈബർ ആയിട്ടുള്ള മിസ്സസ് ഹോൾസാഫേൽ അവിടെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് മുൻപ് റോസ ഹ്യൂബർമാനുമായിട്ട് ശത്രുത ഉണ്ടായിരുന്നു. അപ്പൊ അവരും ആ ഒരു ബേസ്മെന്റിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അന്ന് വന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് ലീസല് അവരുടെ വീട്ടില് വൈകിട്ട് എല്ലാ ദിവസവും ബുക്സ് വായിക്കാൻ ചെല്ലാവോ എന്ന് ചോദിക്കുകയാണ്. അതായത് അന്ന് അവർ കേട്ട ആ ഒരു വിസ്ലർ എന്ന് പറയുന്ന സ്റ്റോറിയുടെ ബാക്കി അവർക്ക് അറിയണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ലീസല് അവർക്ക് വേണ്ടിയിട്ട് ബുക്സ് വായിക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പൊ അതിന് പകരമായിട്ട് അവർ വീട്ടിലേക്ക് കുറച്ച് റേഷൻ സാധനങ്ങൾ കൊടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ അന്ന് തൊട്ട് ലീസല് വൈകിട്ട് അവർക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ മിസ്സസ് ഹോൾസാപ്പേലിന്റെ 2 മക്കളും യുദ്ധത്തില് പങ്കെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ലീസൽ അവിടെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് അവരൊട്ടും ഫ്രണ്ട്ലി അല്ല. അവർ കുറച്ച് റൂഡായിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അവരങ്ങനെ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. ജസ്റ്റ് ബുക്ക് വായിക്കുക, അത് കേട്ടോണ്ടിരിക്കുക. ഓരോ ചാപ്റ്റർ ഫിനിഷ് ആയിട്ട് അവള് അടുത്ത ദിവസം വീണ്ടും വരിക. അങ്ങനെയാണ് അവരുടെ ആ ഒരു റുട്ടീൻ പോകുന്നത്. പിന്നീട് ഒരു ദിവസം ഹാൻസ് എപ്പോഴത്തെയും പോലെ അവിടെയുള്ള വീടുകളിൽ പെയിന്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹാൻസ് പെയിന്റ് അടിക്കുന്ന വീടിന് അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ റൂഡിയും ലീസലും കളിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവിടേക്ക് ഒരു 3 ജർമ്മൻസിന്റെ ട്രക്ക് വരെയും അതിൽ നിന്നും കുറെ ആൾക്കാരെ അവര് വെളിയിലോട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അത് ജൂതന്മാരാണ്. അപ്പൊ അവരെ ഇങ്ങനെ വഴിയിൽ കൂടി നടത്തിച്ച് അവർ കൊണ്ടുപോവാണ്. അപ്പോൾ ലീസലും റൂഡിയും അത് കണ്ടോണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര തളർന്ന് ഒട്ടും വയ്യാതെയാണ് അവര് നടക്കുന്നത്. അപ്പൊ അവരങ്ങനെ നടന്ന് ഏകദേശം ഹാൻസിന്റെ അടുത്തെത്തുന്ന സമയത്ത് ഒരാള് ഇടയ്ക്കിടയ്ക്ക് വീണ് പോകുന്നുണ്ട്. അപ്പൊ അയാളെ കാണുന്ന സമയത്ത് ഹാൻസ് അറിയാതെ ഹാൻസിന്റെ കയ്യിലിരിക്കുന്ന ഒരു ബ്രെഡ് അയാളുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വാങ്ങിച്ച ശേഷം അയാൾ ഭയങ്കര സന്തോഷം കൊണ്ട് ഹാൻസിന്റെ അടുത്തിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാസിക്കാരൻ ഇത് കണ്ടിട്ട് ഹാൻസിനെയും അടിക്കുന്നുണ്ട്, വയ്യാതായ ആ ഒരു ജൂ മനുഷ്യനെയും അടിക്കുന്നുണ്ട്. അതിനുശേഷം അവരവിടുന്ന് പോവാണ്. അപ്പൊ അയാൾ ഹാൻസിന് എന്തോ വാണിംഗും കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഹാൻസിനെ ലീസലും റൂഡിയും കൂടിയാണ് എണീപ്പിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം ഹാൻസിനെ ഇങ്ങനെ ഒരു ജൂ ലവർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഹാൻസിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ഹാൻസ് ചെയ്തതിന്റെ ആ ഒരു സീരിയസ്നെസ് ആലോചിക്കുന്നത്. ഇനിയിപ്പോ നാസീസ് ആരെങ്കിലും ഹാൻസിനെ തിരക്കി വീട്ടിലേക്ക് വരുവോ, എന്തെങ്കിലും ഒരു ചെക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടാകുമോ, മാക്സിന്റെ കാര്യം ഓർക്കാതെയാണ് ആ സമയത്ത് ഹാൻസ് ആ ഒരു ബ്രെഡ് എടുത്ത് അയാൾക്ക് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വീണ്ടും ഒരു അപകടത്തിലോട്ടാണ് ഇപ്പോ ചെന്നെന്നുള്ളത് ഹാൻസിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ മാക്സ് അവരോട് പറയാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി എന്തായാലും അവരൊരു നല്ലൊരു ചെക്കിങ്ങും കാര്യങ്ങളും വരും, മാക്സിന് ഉറപ്പായിട്ടും പിടിക്കും, അപ്പൊ ഇവരുടെ എല്ലാ ലൈഫ് അപകടത്തിലാവും, അതുകൊണ്ട് മാക്സ് അവിടുന്ന് പോകുവാണെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ മാക്സ് അവിടുന്ന് പോവാണ്. അങ്ങനെ അവര് അവസാനം മാക്സിനെ യാത്രയാക്കുന്നുണ്ട്. അപ്പോൾ ഹാൻസ് മാക്സിനോട് പറയുന്നുണ്ട് ഒരു 4-5 ദിവസത്തിന് ശേഷം ആംബർ റിവറിന്റെ അടുത്ത് വന്ന് നിൽക്കണം,
അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നുള്ള രീതിയിൽ ഹാൻസ് മാക്സിനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു 3-4 ദിവസവും അവരുടെ വീട്ടിൽ അങ്ങനെ ചെക്കിംഗ് ഒന്നും വന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ഹാൻസ് അവിടെ പോയി നോക്കുന്ന സമയത്ത് മാക്സ് ആംബർ റിവറിനടുത്തുള്ള ഒരു മരത്തിൽ ഒരു ചെറിയൊരു ലെറ്റർ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അതില് മാക്സ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ യു ഹാവ് ഡൺ ഇനഫ്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യം ചെയ്തു, അപ്പൊ ഇനി മാക്സ് തിരിച്ചു വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഹാൻസിനെ പിന്നീട് ഹാൻസ് ചെയ്തത് ഒരു വലിയ മണ്ടത്തരമായിട്ട് തോന്നുവാണ്. മാക്സ് അവിടുന്ന് പോവുകയും ചെയ്തു, അവിടെ ആരും ചെക്കിങ്ങിന് വരികയും ചെയ്തില്ല. അപ്പൊ ഹാൻസ് കാരണം മാക്സിന്റെ ലൈഫ് വീണ്ടും അപകടത്തിലായി എന്നുള്ള ഒരു കുറ്റബോധം ഹാൻസിന് തോന്നുവാണ്. അപ്പോൾ ഹാൻസ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് വരണേ എന്നുള്ളതാണ്. അങ്ങനെ വന്നാലെങ്കിലും ഹാൻസിനെ ഒന്ന് സമാധാനിപ്പിക്കാം, ഓക്കെ അവർ വന്നതുകൊണ്ട് മാക്സിനെ മാറ്റിയത്, മാക്സ് പോയത് നന്നായി എന്നുള്ളത്. പക്ഷെ അങ്ങനെ ആരും വരുന്നില്ല. അങ്ങനെ ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഹ്യൂബർമാൻ ഫാമിലി അവരുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് 2 ആൾക്കാർ വരുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് ഹാൻസിന് മനസ്സിലാവുന്നുണ്ട് ഇത് ഹാൻസിനെ തിരക്കി വരുന്നതാണെന്ന്. അങ്ങനെ ഹാൻസ് സമാധാനിച്ച് നിൽക്കുന്ന സമയത്ത് അവരവിടെ വന്നിട്ട് സ്റ്റീനർ ഫാമിലിയാണ് ചോദിക്കുന്നത്. അതായത് റൂഡിയുടെ വീട്ടിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ ആ വന്ന 2 ആൾക്കാർ റൂഡിയുടെ വീട്ടിലെത്തുകയും അവര് അലക്സ് സ്റ്റീനറിനോടും അവന്റെ അമ്മയോടും സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ റൂഡി അവന്റെ സിബ്ലിങ്സുമായിട്ട് അവിടെ ഡോമിനോസ് കളിച്ചുകൊണ്ട് നിൽക്കുവാന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരകത്ത് ഒരു റൂമിൽ സംസാരിക്കുകയാണ്. അപ്പൊ റൂഡി അവിടെ ചെന്ന് കേൾക്കുന്ന സമയത്ത് അവന് മനസ്സിലാവുന്നുണ്ട് അവനെ ശരിക്കും നാസിയുടെ സ്കൂളിന്റെ ക്യാമ്പിലേക്ക് അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതായത് അവൻ അത്യാവശ്യം നല്ല ഒരു അത്ലറ്റ് ആണ്, അവന് കുറച്ച് സ്ട്രോങ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവനെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അലക്സ് സ്റ്റീനർ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഈ നാസി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ അലക്സ് സ്റ്റീനർ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ വന്നവര് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ്. അപ്പൊ അവർക്ക് അലക്സ് സ്റ്റീനറിനോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. അപ്പൊ അവര് റൂഡിയെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ട് പോവാണ്. പിന്നീട് ഹാൻസ് ആ ഒരു ജൂയിഷ് മാനെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിൽ ഹാൻസിനൊരു പണിഷ്മെന്റ് കിട്ടുകയാണ്. ആദ്യം കേൾക്കുമ്പോൾ ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് തോന്നത്തില്ല. ഹാൻസിനെ നാസി പാർട്ടിയിലേക്ക് അവര് ജോയിൻ ചെയ്യാൻ സമ്മതിച്ചിരിക്കുകയാണ്. മുൻപ് ഹാൻസ് ഒരു ജൂയിഷ് മാന്റെ വീട്ടിൽ പെയിന്റ് അടിച്ചതുകൊണ്ട് തന്നെ അവരത് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അവര് അതിൽ ജോയിൻ ചെയ്യാൻ പറയാണ്. പക്ഷെ ഇത് ഒരു പണിഷ്മെന്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹാൻസിനെ അവര് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറയാണ്. അപ്പൊ പിന്നെ അത് ലൈഫിന് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഹാൻസ് ആർമിയിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ലെറ്റർ അവർക്ക് വരികയാണ്. അത് കണ്ടിട്ട് റോസയും ലീസലും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ അലക്സ് സ്റ്റീനറിനും ഒരു പണിഷ്മെന്റ് കിട്ടുന്നുണ്ട്. കാരണം റൂഡിയെ അയാള് നാസി ക്യാമ്പിലേക്ക് വിട്ടില്ല. അപ്പൊ അതിനുള്ള പണിഷ്മെന്റ് ആയിട്ട് അലക്സ് സ്റ്റീനറിനും സെയിം തന്നെ പറയാണ്. അയാളും ആർമിയിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചെല്ലണമെന്നാണ് പറയുന്നത്. അങ്ങനെ റൂഡിയുടെ അച്ഛനും ലീസലിന്റെ അച്ഛനും അവിടുന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അലക്സ് സ്റ്റീനർ പോകുന്നതിനേക്കാളും 4 ദിവസം മുൻപ് തന്നെ ഹാൻസിന് അവിടുന്ന് പോകണമായിരുന്നു. അങ്ങനെ ഹാൻസ് അവിടെയുള്ള ആൾക്കാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് ഹാൻസ് ലീസലിനോട് പറയുന്നുണ്ട് നീ നന്നായിട്ട് വളരണം, അതുപോലെ തന്നെ റോസെ നോക്കണം, അക്കോർഡിയോൺ വായിക്കണം, ഒരുപാട് ബുക്സ് വായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു യാത്ര പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതിനുശേഷം 4 ദിവസം കഴിയുമ്പോൾ അലക്സ് സ്റ്റീനറും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ലീസലും റൂഡിയും ആകെ വിഷമിച്ചാണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. പിന്നീട് റോസയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റോസ ഹ്യൂബർമാനും ഹാൻസ് പോയതിനു ശേഷം ഭയങ്കര ഒരു ഡിപ്രസ്ഡ് ആണ്. അപ്പോൾ ഒരു ദിവസം ലീസൽ നോക്കുന്ന സമയത്ത് റോസ രാത്രിയിൽ ഹാൻസിന്റെ അക്കോർഡിയോൺ കെട്ടിപ്പിടിച്ച് ഇരുന്ന് കരയുന്നത് കാണുന്നുണ്ട്. ഇതില് ഹാൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഹാൻസ് ആർമിയിൽ ജോയിൻ ചെയ്തെങ്കിലും ഇപ്പോ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ഹാൻസിന് കിട്ടിയിരിക്കുന്നത് എയർ റെയ്ഡ് സ്പെഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്കാണ്. അവിടെ ഈ ഒരു അറ്റാക്കിന് ശേഷം ഏതെങ്കിലും ബിൽഡിംഗ്സിലൊക്കെ ആരെങ്കിലും പെട്ട് കിടപ്പുണ്ടോ, അതുപോലെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ഡെഡ് ബോഡീസ് ഒക്കെ എടുക്കാനും ഈ റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹാൻസിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവര് ഒരു ട്രക്കിലാണ് ഇതിന് പോകുന്നത്. ആ ഒരു ട്രക്കിൽ എല്ലാവർക്കും ഓരോരോ സീറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഹാൻസ് അവിടെ പോയതിനു ശേഷം ഹാൻസ് കാണുന്ന കുറെ കാര്യങ്ങളും ഹാൻസിന്റെ കുറച്ച് കഷ്ടതകളും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ കുറെ ഡെഡ് ബോഡീസ് കാണുന്നുണ്ട്. കുറച്ച് അതിൽ തന്നെ ഒരു ചെറിയൊരു പയ്യന്റെ ഡെഡ് ബോഡി കാണുന്ന സമയത്ത് ഹാൻസ് റൂഡിയെ കുറിച്ച് ഓർക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ലീസല് അപ്പോഴും അടുത്ത വീട്ടില് ആ ഒരു മിസ്സസ് ഹോൾസാഫേലിന് ബുക്ക് റീഡ് ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം വൈകിട്ട് ലീസലും റൂഡിയും കൂടി വഴിയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് നാസി പാർട്ടീസ് കുറച്ച് ജ്യൂസിനെ ആ വഴി കൂടി നടത്തിക്കുന്നത് കാണുവാണ്. അപ്പൊ അത് കാണുന്ന സമയത്ത് ലീസലിന് മാക്സ് ആ കൂട്ടത്തിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ അതിനടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവരവിടെ എത്തുന്ന സമയത്ത് റൂഡിയും അവളുടെ കൂടെയുണ്ട്. റൂഡിയുടെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവനത് അവര് വരുന്ന വഴിയിലെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലീസല് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ജ്യൂസിന്റെ ഇടയിൽ കൂടി പോയിട്ട്
അവിടെ മാക്സ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവരുടെ ഇടയിലുള്ള ഒരു സോൾജിയർ അവളെ ചവിട്ടി അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടും അവിടുന്ന് പോവാണ്. അപ്പോൾ റൂഡിക്ക് ലീസൽ എന്തിനാണ് അവിടെ പോയി നോക്കിയെന്നുള്ളത് അറിയത്തില്ല. ഒരു ദിവസം റോസ മാക്സ് ലീസലിന് വേണ്ടിയിട്ട് എഴുതിയ ആ ബുക്ക് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് വേർഡ് ഷേക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഹിറ്റ്ലറിന്റെ കുറെ സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് ലീസലിന്റെയും മാക്സിന്റെയും സ്റ്റോറീസ് പറയുന്നുണ്ട്. അതില് ലീസലിന്റെ വേർഡ്സിനെ കുറിച്ചാണ് ആ ഒരു സ്റ്റോറി മൊത്തം. അതായത് വാക്കുകൾ കൊണ്ടുള്ള ഒരു പെൺകുട്ടി, അങ്ങനെ ആ ഒരു രീതിയിലാണ് ആ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു സ്റ്റോറി അവള് വായിക്കുന്നുണ്ട്. പിന്നീട് ലീസൽ ഒരു ദിവസം മിസ്സസ് ഹോൾസാപ്പേലിന്റെ വീട്ടില് ബുക്ക് വായിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ മോനായിട്ടുള്ള മൈക്കിളാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോ മൈക്കിള് ഫുള്ള് ഇഞ്ചേർഡ് ആണ്. അവന്റെ ദേഹത്തൊക്കെ ബ്ലഡ് ഉണ്ട്, കുറെ ബാൻഡേഡ് ഉണ്ട്. അപ്പോ യുദ്ധത്തിൽ അപകടം പറ്റിയിട്ട് മൈക്കിൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതിനുശേഷം മൈക്കിള് റോസ ഹ്യൂബർമാനെയും അവരുടെ അടുത്തുള്ള നൈബേഴ്സിനെയൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവന്റെ ബ്രദർ റോബർട്ട്, അതായത് മിസ്സസ് ഹോൾസാപ്പേലിന്റെ 2 മക്കളും യുദ്ധത്തിൽ പങ്കെടുക്കുമായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് അവരുടെ ഒരു മോൻ റോബർട്ട് ഓൾറെഡി മരിച്ചുപോയി. മൈക്കിളാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം ലീസൽ അവർക്ക് ബുക്ക് വായിച്ചു കൊടുക്കുന്ന സമയത്ത് അവര് ഇരുന്ന് കരയുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ ലീസൽ അത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് വേണ്ടാന്ന്. കാരണം അവർക്ക് ലീസൽ അങ്ങനെ വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു സമാധാനമാണ്. ഇനി ഇതില് ഹാൻസ് ഹ്യൂബർമാന്റെ കാര്യമാണ് പറയുന്നത്. ഹാൻസ് ഹ്യൂബർമാൻ ആ ഒരു റെസ്ക്യൂ മിഷൻസിൽ പങ്കെടുക്കുകയാണ്. അവിടെ വെച്ചിട്ട് റെയിൻഹോൾഡ് സക്കർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് ഹാൻസ് ഹ്യൂബർമാനോട് ചെറിയൊരു ദേഷ്യം വരുന്നുണ്ട്. അവർ തമ്മിൽ ചെറിയൊരു വഴക്കാവുന്നുണ്ട്. ഒരു ദിവസം ട്രക്കിൽ അവര് ഈ ഒരു മിഷന് പോകുന്ന സമയത്ത് എല്ലാവർക്കും അലോട്ടഡ് ആയിട്ടുള്ള ഓരോ സീറ്റ്സ് ഉണ്ട്. പക്ഷെ അന്നത്തെ ദിവസം ഈ റെയിൻഹോൾഡ് മനഃപൂർവ്വം ഹാൻസിന്റെ സീറ്റിൽ ഇരുത്തത്തില്ല. പകരം ആ സീറ്റിൽ അയാളാണ് ഇരിക്കുന്നത്. അന്നത്തെ ദിവസം ആ ട്രക്ക് ഒരു ആക്സിഡന്റിൽ പറ്റുകയും അതിലുള്ള കുറച്ചുപേര് മരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തില് റെയിൻഹോൾഡ് സക്കർ എന്ന് പറയുന്ന അയാളും മരിക്കുന്നുണ്ട്. അപ്പൊ ആ തവണയും ഹാൻസ് ഡെത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഹാൻസ് നന്നായിട്ട് ഇഞ്ചേർഡ് ആവുകയും ഹാൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരു ഓഫീസറിന് ഹാൻസിനോട് കുറച്ച് താല്പര്യമുണ്ട്. അപ്പൊ അയാള് ഹാൻസിനെ തിരിച്ച് വീട്ടിലോട്ട് വിടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാൻസിനെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു പെർമിഷൻ കിട്ടുന്നുണ്ട്. പിന്നീട് ഹാൻസിന്റെ ഒരു ലെറ്റർ ലീസലിനും റോസയ്ക്കും വരുന്നുണ്ട്. അപ്പൊ ഇപ്പോ ഹാൻസിന് കുറച്ച് വയ്യാത്തത് കൊണ്ട് തന്നെ ഹാൻസ് കുറച്ച് ഓക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുമെന്ന് ഒരു ലെറ്റർ വരുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സ്റ്റീനർ ഫാമിലിയിലുള്ളവർക്കും ഹാൻസ് തിരിച്ചു വരുന്നതിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. റൂഡിക്ക് പക്ഷെ അവന്റെ അച്ഛൻ തിരിച്ചു വരാത്തതിൽ ചെറിയൊരു വിഷമാവുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം റൂഡി മോഷ്ടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവനൊരു ടൂൾ ബോക്സ് എടുക്കുന്നുണ്ട്. ആ ടൂൾ ബോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലീസൽ കാണുന്നുണ്ട് അതിനകത്ത് ഒരു ചെറിയ ടെഡി ബെയർ ഇരിക്കുന്നത്. അപ്പോൾ ലീസൽ അത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ മോഷ്ടിക്കാൻ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും കുട്ടികളെ കണ്ട ഇത് കൊടുത്തിട്ട് അവൻ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവര് രണ്ടുപേരുടെ മേയറിന്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ ലീസൽ പറയുന്നുണ്ട് ഇനി ബുക്സ് അവൾ അവിടെ നിന്ന് മോഷ്ടിക്കുന്നില്ലാന്ന്. പക്ഷെ റൂഡി അത് കേൾക്കാതെ റൂഡി പോവാൻ തന്നെ നിൽക്കുവാണ്. അങ്ങനെ അവൻ അവിടെ എത്തിയിട്ട് പക്ഷെ പിന്നീട് അവൻ അതിന് മനസ്സ് വരുന്നില്ല. അവൻ അവിടുന്ന് തിരിച്ചു വരുന്നതായിട്ടാണ് പറയുന്നത്. പിന്നീട് ഒരു ദിവസം അവിടെ വീണ്ടും സൈറൻ വരുവാണ്. അത് കേട്ടിട്ട് എല്ലാരും പേടിച്ചിട്ട് ഫീഡ്ലേഴ്സിന്റെ വീട്ടിലെ ബേസ്മെന്റിലേക്ക് പോവാണ്. അപ്പോ മൈക്കിൾ വന്നിട്ട് റോസ ഹ്യൂബർമാനോട് പറയുന്നുണ്ട് മിസ്സിസ് ഹോൾസാപ്പേൽ അവന്റെ കൂടെ വരുന്നില്ല, അവരവിടെ തന്നെ ഇരിക്കുവാണെന്നാണ് പറയുന്നത്. അങ്ങനെ റോസ ഹ്യൂബർമാനും ലീസലും പോയിട്ട് അവരെ വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അവര് വരുന്നില്ല. അവസാനം റോസ പറയാണ് ഇവിടെ നിന്നാൽ ഇനി റിസ്ക് ആണ്, നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് അവര് പോവാണ്. അപ്പോൾ ലാസ്റ്റ് ലീസൽ വീണ്ടും ഒന്നും കൂടി വന്നിട്ട് മിസ്സസ് ഹോൾസാപ്പേലിനോട് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജീവനോടെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി നിങ്ങൾക്ക് ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ആകെ ഉള്ളൊരു ഫ്രണ്ട് ഞാനാണ്. അപ്പൊ ഇനി എന്നെ അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് കൂട്ടാക്കണ്ട, ഞാൻ ഇനി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവര് ബേസ്മെന്റിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവസാനം മിസ്സസ് ഹോൾസാപ്പേൽ അവിടെ വരുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസവും ലീസല് എല്ലാവർക്കും വേണ്ടിയിട്ട് ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത സൈറൺ വന്ന് അവരെല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ആംബർ റിവറിന്റെ സൈഡിലായിട്ട് ഒരു പ്ലെയിൻ കത്തുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പൊ ആ സ്ഥലത്തേക്ക് ആൾക്കാരെല്ലാം കൂടി ഓടിപ്പോകുന്നുണ്ട്. അപ്പോ ലീസലും റൂഡിയും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അവരവിടെ എല്ലാം നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പൈലറ്റ് ഉണ്ട്. അയാൾക്ക് ചെറിയതായിട്ട് ജീവൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ റൂഡി അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ ഓൾമോസ്റ്റ് മരിക്കാറായി. അപ്പൊ അവന്റെ കയ്യിൽ ആ ഒരു ടെഡി ബെയർ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെറിയൊരു പയ്യനാണ് ആ പൈലറ്റ്. അപ്പൊ ലീസലും റൂഡിയും കൂടി ചേർന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു ടെഡി ബെയർ ആ പൈലറ്റിന്റെ അടുത്ത് വെക്കുകയാണ്. ആ സമയത്ത് അയാൾ റൂഡിയോട് ഒരു താങ്ക്സ് പറയുന്നുണ്ട്. അതിനുശേഷം ആ പൈലറ്റ് മരിച്ചു പോകുന്നതായിട്ടാണ് പറയുന്നത്. ആ സമയത്ത് ഡെത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡെത്ത് ലീസലിനെ അടുത്ത് കണ്ടിട്ടുള്ള സെക്കൻഡ് ടൈം. ഈ ഒരു സീനിനെയാണ് ബ്ലാക്ക് കളറായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഡെത്ത് പറഞ്ഞത്.
അതായത് ഈ ഒരു പ്ലെയിൻ ക്രാഷ് ആയതുകൊണ്ട് തന്നെ ഇതൊരു രാത്രി ആയതുകൊണ്ട് ഈ സീനെ ബ്ലാക്ക് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇനി മൂന്നാമതൊരു സീൻ കൂടി ഡെത്ത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബോംബ് ആക്രമണത്തിലുള്ള ഒരു റെഡ് കളർ സീൻ, അതിലേക്കാണ് ഇനി വരുന്നത്. പിന്നീട് ഹാൻസ് വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഹാൻസ് വരുന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാർക്കും റോസയ്ക്കും ലീസലിനും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ലീസലും മാക്സും പഴയ പോലെ തന്നെ ബുക്സ് ഒക്കെ വായിച്ച് അവർ മുന്നോട്ട് പോവാണ്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഡെത്ത് പറയുന്നുണ്ട് ഇനി ഒരു 3 മാസത്തിനകം ഹിമ്മൽ സ്ട്രീറ്റില് ബോംബ് വീഴുമെന്നുള്ളത്. ഇനി ഈ ബുക്കിന്റെ ലാസ്റ്റ് പോർഷൻ ആണ്. അപ്പൊ ഇതില് ഡെത്ത് എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ചധികം സ്പോയിലേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഓൾറെഡി 3 മാസത്തിനകം ഹിമ്മൽ സ്ട്രീറ്റില് ബോംബാക്രമണം നടക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ലീസിൽ അത് സർവൈവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഇപ്പൊ പറയുന്ന ഒരു സ്പോയിലർ അല്ല, കാരണം ഈ ബുക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരണം കണ്ട് നിൽക്കുന്ന ഒരു സർവൈവറിന്റെ കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ അവൾ എഴുതിക്കൊണ്ട് നിൽക്കുന്ന ഒരു ബുക്ക് ഉള്ളതായിട്ടും ആ ബുക്ക് പിന്നീട് ഡെത്ത് എടുക്കുന്നതായിട്ടും നമ്മളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീസലിനെ രക്ഷിക്കുന്ന ആ സീൻ ഇതിൽ പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ. അപ്പൊ ഇത്രയും മാത്രമേ ഞാനിപ്പോ ഇവിടെ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ സ്റ്റോറിയുടെ കൂടെ പറയാം. അപ്പോൾ ഇനി ഹാൻസ് വന്നതിന് ശേഷം ആ ഒരു 3 മാസത്തിനകം നടന്ന ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നാസികള് ഇപ്പോഴും ജൂതന്മാരെ അവിടുത്തെ വഴി കൂടി നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ലീസല് മാക്സ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അതിനിടയിൽ പോയി നോക്കാറുണ്ട്. പക്ഷെ അവള് മാക്സിനെ കണ്ടിട്ടില്ല. പിന്നീട് ഇതിനിടയിൽ ഫ്രോഹോൾസാപ്പലിന്റെ മോനായിട്ടുള്ള മൈക്കിൾ, അതായത് ഇഞ്ചേർഡ് ആയിട്ട് വന്നിരുന്ന ആ മൈക്കിള് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം അവനവന്റെ ബ്രദർ മരിച്ചതിലുള്ള ഒരു കുറ്റബോധം കൊണ്ടാണ് അവനത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറില് ഹിറ്റ്ലറും നാസി ജർമ്മൻ പാർട്ടിയും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഡെത്തിന് ഒരുപാട് ബിസിയാണ്. ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്, ബോംബാക്രമണം നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇപ്പോ ഹിറ്റ്ലർ യുദ്ധത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയാണെങ്കിലും ഹിറ്റ്ലറിന് അവിടുന്ന് ജൂതന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളൊരു കാര്യം അയാൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ്. പിന്നീട് ഒരു ദിവസം ജൂതന്മാരെ അവരുടെ വഴി കൂടി കൊണ്ടുപോകുന്ന സമയത്ത് ലീസല് അത് നോക്കി നിൽക്കുകയാണ്. അപ്പോ ആ കൂട്ടത്തില് ഒരു ജൂയിഷ് മാൻ ഇവരുടെ ഭാഗത്തേക്ക് നോക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അത് നോക്കുന്ന സമയത്ത് ലീസലിന് മനസ്സിലാവുന്നുണ്ട് അത് മാക്സ് ആണെന്ന്. അങ്ങനെ അവൾ ഓടി അവരുടെ ഇടയിലേക്ക് പോവാണ്. ആ സമയത്ത് അവള് മാക്സിനെ വിളിക്കുന്നുണ്ട്. മാക്സും അവളെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് മാക്സ് പറയുന്നുണ്ട് ഒരിടത്തോട്ട് പോകുന്ന വഴിക്ക് അവര് ഇവനെ പിടിച്ചു എന്നുള്ളത്. അതിനുശേഷം അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഒരു സോൾജിയർ ലീസലിനെ കാണുകയും ലീസലിനെ അവിടുന്ന് അടിച്ചിട്ട് ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവൾ ആ ഗ്രൂപ്പിനിടയിലോട്ട് കയറുകയാണ്. എന്നിട്ട് അവൾ മാക്സിനോട് പറയുന്നുണ്ട് മാക്സിന്റെ ആ ഒരു ബുക്കൊക്കെ കിട്ടിയായിരുന്നു, അവൾ അത് വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആ സോൾജിയർ അവളെ പിടിച്ചിട്ട് വീണ്ടും അടി കൊടുത്തിട്ട് അവളെ വിടുകയാണ്. അതിന്റെ കൂടെ തന്നെ മാക്സിനെയും അയാൾ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ മാക്സ് അവളോട് അവിടുന്ന് പോവാൻ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവര് മാക്സും ആ ഒരു ഗ്രൂപ്പ് അവിടുന്ന് പോവാണ്. ആ സമയത്ത് ലീസിൽ പിന്നെയും പോവാൻ നിൽക്കുമ്പോൾ റൂഡി അവിടേക്ക് വരികയും റൂഡി അവളെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം അവര് രണ്ടുപേരും കൂടി താഴെ വീഴുന്നുണ്ട്. അതിനുശേഷം റൂഡി അവളെ വിടാതെ വെക്കുകയാണ്. ലീസിൽ വീണ്ടും അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ലീസല് അവളെ വിടാൻ വേണ്ടിയിട്ട് റൂഡിയെ ഒരുപാട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം രണ്ടുപേരും തളർന്ന് അവിടെ താഴെ കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ലീസല് പുറത്തേക്ക് പോകുന്നില്ലായിരുന്നു. അവൾ ആകെ വിഷമിച്ചായിരുന്നു. അപ്പോൾ റൂഡി എന്നും അവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ 4 ദിവസം ആവുന്ന സമയത്ത് അവൾ കുറച്ച് ഓക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അവള് റൂഡിയായിട്ട് പുറത്തു പോകുന്നുണ്ട്. അവര് രണ്ടുപേരും ആംബർ റിവറിനടുത്തുള്ള ആ ഒരു ബ്രിഡ്ജിന്റെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവള് റൂഡിയെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട്. മാക്സിനെ കുറിച്ച് പറയാനാണ് അവൾ പോകുന്നത്. അതിനുശേഷം അവള് മാക്സിന്റെ കാര്യം റൂഡിയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് റൂഡിക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് അവൾ അന്ന് ആ ഒരു ജൂതന്മാരുടെ ഇടയിലേക്ക് ഓടിപ്പോയതെന്നുള്ളത്. അതിനുശേഷം അവള് റൂഡിയെ കാണിക്കാൻ വേണ്ടിയിട്ട് മാക്സ് അവൾക്ക് വേണ്ടിയിട്ട് എഴുതിയ ആ ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു പോർഷനിൽ റൂഡിയെ കുറിച്ച് ലീസൽ പറഞ്ഞ കാര്യം മാക്സ് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് അവള് പറഞ്ഞ പോലെ തന്നെ എ ബോയ് വിത്ത് എ ബ്ലൂ ഐസ് ഹെയർ ദ കളർ ഓഫ് ലെമൺസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അവൻ വായിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവൻ ലീസലിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ നീ എന്നെ പറ്റി മാക്സിനോട് സംസാരിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ ആ സമയത്ത് അവള് പെട്ടെന്ന് ആലോചിക്കുകയാണ്. ശരിക്കും ആ സമയത്ത് അവളുടെ മനസ്സിൽ ആ ഒരു റിയലൈസേഷൻ വരുവാണ്. അവൾക്ക് എന്നും റൂഡിയോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അവളത് അവനോട് കാണിച്ചിട്ടില്ല. ആ ഒരു മൊമെന്റില് ലീസല് റൂഡി അവൾക്കൊരു കിസ് കൊടുത്തിരുന്നെങ്കിലെന്ന് ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ അത് ചോദിച്ചിരുന്നെങ്കിലെന്നും അവൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും ചോദിക്കുന്നില്ല. അവനിങ്ങനെ അവളോട് എന്നെക്കുറിച്ച് മാക്സിനോട് പറഞ്ഞോന്ന് ചോദിച്ചിട്ട് അതിനുള്ള മറുപടിക്ക് വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ലീസൽ ഇങ്ങനെ പറയുന്നുണ്ട് ഓഫ് കോഴ്സ് ഞാൻ നിന്നെക്കുറിച്ച് ഒരുപാട് മാക്സിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ അവരവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഈ സമയത്ത് ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട് ഇത് അവര് ഒന്നിച്ചുള്ള ഒരു അവസാനത്തെ സമയം ആയി എന്നുള്ളത് അവരറിയുന്നില്ല എന്നുള്ളത് ഡെത്ത് നമ്മളോട് പറയുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം ലീസല് മിസ്സസ് ഹെർമാന്റെ വീട്ടിൽ പോവാണ്. അവൾ അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ആ ഒരു വിൻഡോയിൽ കൂടെ തന്നെയാണ് കയറുന്നത്. അതിനുശേഷം അവൾ അവിടെ ഒരു ബുക്ക് എടുത്തിട്ട് അവിടെ താഴെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവളുടെ മനസ്സിൽ ഈ വേർഡ്സിനെ കാണുന്ന സമയത്ത് അവൾക്ക് എന്തുകൊണ്ടോ അതിനോട് ദേഷ്യം തോന്നുകയാണ്. അതായത് ഈ ബുക്കിലെ വാക്കുകളോട് അവൾക്ക് ദേഷ്യം തോന്നുകയാണ്. അവള് ഹിറ്റ്ലറിന്റെ ബുക്കിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സ് അവൾക്ക് എഴുതി കൊടുത്ത വേർഡ് ഷേക്കർ എന്ന് പറയുന്ന ആ ഒരു ബുക്ക്, അതിനകത്ത് ഹിറ്റ്ലറും ഹിറ്റ്ലറിന്റെ വാക്കുകൾ ബാക്കിയുള്ള ആൾക്കാരെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ അവൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റോറിയിൽ അവസാനം അവൻ എഴുതിയിരുന്നത് ലീസലിനെ പോലെ ഒരു പെൺകുട്ടിയും അവളുടെ വാക്കുകളുടെ ഒരു പവറിനെ കുറിച്ചൊക്കെയാണ് ആ ഒരു സ്റ്റോറിയിൽ എഴുതിയിരുന്നത്. അപ്പൊ അവൾ ആലോചിക്കുമ്പോൾ അവൾക്ക് കുറച്ച് നല്ല കാലം ഉണ്ടായിരുന്നത് ഈ വേർഡ്സ് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ അവൾക്ക് എത്ര വായിച്ചിട്ടും അവളുടെ മനസ്സിൽ അത് ഒരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവള് ആ ഒരു ബുക്ക് കീറിനായിട്ടാണ് പറയുന്നത്. അതിൽ കുറെ പേജസ് അവൾ കീറിയിട്ട് അവിടെ ഇടുകയാണ്. അതിനുശേഷം അവള് മിസ്സസ് ഹെർമാനെ വിളിക്കുന്നുണ്ടെങ്കിലും അവര് വരുന്നില്ലായിരുന്നു. അപ്പോൾ ലീസിൽ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് അതിൽ ഒരു ലെറ്റർ എഴുതാണ്. അപ്പൊ ആ ലെറ്ററിനെ ഡെത്ത് അതിൽ ലാസ്റ്റ് ലെറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അവൾ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഞാനിവിടെ വീണ്ടും മോഷ്ടിക്കാൻ കയറിയിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഒരു ബുക്കും നശിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അപ്പോ അതിന് എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവൾ അതിൽ പറയുന്നുണ്ട്, എന്നെ നിങ്ങളെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എന്നെ സഹിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ വിട്ട് പോവാണ്. എന്നിട്ട് അവള് ഐ എം സോറി ഫോർ എവറിത്തിങ് ആൻഡ് താങ്ക് യു ഫോർ എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ലീസൽ മെമിംഗർ എന്നെഴുതിയ ഒരു ലെറ്റർ അവൾ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അതിനുശേഷം 3 ദിവസത്തിന് ശേഷം ഇൽസ ഹെർമാൻ അവളുടെ വീട്ടിൽ വരുന്നുണ്ട്. അതിനുശേഷം അവൾക്ക് ഇൽസ ഹെർമാൻ ഒരു ബ്ലാക്ക് കളർ ബുക്ക് കൊടുക്കുന്നുണ്ട്. ആ ബുക്ക് കൊടുത്തിട്ട് ഇൽസ ഹെർമാൻ അവളോട് പറയുന്നുണ്ട്, നീ ഇനി വായിക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ, നീ ഇനി വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എഴുതാൻ തുടങ്ങണം. കാരണം നിന്റെ ലെറ്റർ വായിച്ച സമയത്ത് നിനക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ഞാൻ നിനക്ക് തരുന്നത്. അപ്പൊ നീ ഒരിക്കലും വായിക്കാനും എഴുതാനും നിർത്തരുത്. അതുപോലെ തന്നെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നിന്നെ തന്നെ പണിഷ് ചെയ്യും, നീ ഇനി വായിക്കാൻ വരില്ല എന്ന്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ ലൈഫിൽ എന്നെ തന്നെ പണിഷ് ചെയ്താണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് അകത്തോട്ട് കയറിയിട്ടില്ലായിരുന്നു, പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ലീസൽ പറയുന്നുണ്ട് അകത്തോട്ട് വരാനെന്ന്. അപ്പൊ ഇൽസ ഹെർമാൻ ഇങ്ങനെ അവളോട് കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഏത് വഴിയാണ് ഞാൻ കയറേണ്ടത്, ജനലിൽ കൂടി കയറണോ അതോ ഫ്രണ്ട് ഡോറിൽ കൂടി കയറണോ എന്ന്. അപ്പൊ ലീസൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജനലിൽ കൂടി കയറണ്ട, അത് കുറച്ച് പാടാ, അതുകൊണ്ട് മെയിൻ ഡോർ തന്നെയാ നല്ലതെന്ന് അവള് പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കുറച്ചു നേരം സംസാരിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് തിരിച്ചു പോകുന്ന സമയത്ത് റൂഡി അവിടെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് റൂഡി അവളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ വന്നിട്ട് പോയത് ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണോ, അവരെന്തിനാ നിന്നെ കാണാൻ വന്നത്, നീ എന്തെങ്കിലും വീണ്ടും ചെയ്തോന്ന് ചോദിക്കുന്ന സമയത്ത് അവള് പറയുന്നുണ്ട് അവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ബുക്ക് തരാൻ വന്നതാണെന്നുള്ളത്. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ അവള് ആ ഒരു ബുക്കിൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അവള് മാക്സ് ബേസ്മെന്റിൽ ഇരുന്നായിരുന്നല്ലോ സ്റ്റോറി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അവള് ബേസ്മെന്റിൽ പോയിട്ട് അവളുടെ ആ ബുക്കിൽ അവളുടെ സ്റ്റോറി അവള് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പേജിൽ അവൾ എഴുതുന്നതെന്ന് വെച്ചാൽ അതിന്റെ പേരാണ് ദ ബുക്ക് തീഫ്, എ സ്മോൾ സ്റ്റോറി ബൈ ലീസൽ മെമിംഗർ എന്നാണ് ആ ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ അവൾ അതിന്റെ പേരെഴുതുന്നത്. പിന്നീട് അവളുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ അവൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വായിച്ച അതേ കഥയുടെ തുടക്കത്തിൽ നിന്നുമാണ്. അതായത് അവള് ട്രെയിനിൽ വെച്ചിട്ട് അവളുടെ ബ്രദർ മരിക്കുന്നതും അതിനുശേഷം അവിടുന്ന് അവൾ ആ ഒരു ഗ്രേവ് ഡിഗേഴ്സിന്റെ ഹാൻഡ് ബുക്ക് എടുക്കുന്നതും അവിടെ തൊട്ടാണ് അവളുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് അവൾ അതിൽ എഴുതുന്നത്. പിന്നീട് ഈ ബുക്കിനെ അവള് 10 പാർട്സ് ആയിട്ടാണ് എഴുതുന്നത്. അതായത് നമ്മളിപ്പോ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് തീഫ് എന്ന് പറയുന്ന ഈ ബുക്കിലും 10 പാർട്സ് ഉണ്ട്. അപ്പൊ ഏകദേശം ലീസിൽ എഴുതിയിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നതും ഡെത്ത് നമ്മളോട് സ്റ്റോറി പറയുന്നതും. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ 10ാമത്തെ പാർട്ടാണ്. അപ്പൊ അവൾ ആ ഒരു ബുക്ക് ഓരോ ദിവസവും ബേസ്മെന്റിൽ പോയിട്ട് കുറച്ചായിട്ടാണ് എഴുതി തീർക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ അവൾ എഴുതിയിട്ടുള്ള കുറച്ച് പേജസ് ഒക്കെ ഡെത്ത് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം പേജ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രെയിൻ സീനൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പേജ് നമ്പർ 42 എന്ന് പറഞ്ഞിട്ട് ഇതിൽ റാൻഡം ആയിട്ട് ഡെത്ത് ഓരോ പേജസ് അവൾ എഴുതിയിരിക്കുന്നത് വായിക്കുകയാണ്. അപ്പൊ അതില് അവള് റൂഡിയെ കുറിച്ച് പറയുന്നതും റൂഡി അവളുടെ ബുക്ക് എടുത്തു കൊടുക്കുന്നതും പിന്നീട് ഹാൻസും മാക്സും കൂടിയുള്ള ബേസ്മെന്റിൽ ഇരിക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ അവൾ എഴുതിയതായിട്ട് പറയുന്നുണ്ട്. ഒരു ദിവസം അവൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബേസ്മെന്റിൽ വെച്ചിട്ട് ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒരു സൈറൻ വരികയും അവരുടെ ആ ഒരു ഏരിയയിൽ ബോംബ് ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഹാൻസ് അവളെ ഒന്ന് വിളിക്കുന്നതായിട്ട് പറയുന്നുണ്ട്.
പക്ഷെ അപ്പൊ അവരുടെ ഏരിയയിലൊന്നും അത് അഫക്ട് ചെയ്തിട്ടില്ല. പിന്നീട് ബാക്കി ദിവസങ്ങളിലും അവള് ബേസ്മെന്റിൽ പോയിരുന്ന് അത് എഴുതുന്നുണ്ട്. അപ്പോ ഡെത്ത് പറയുന്നുണ്ട്, ഇനി അടുത്ത തവണ സൈറൻ കേൾക്കുമ്പോൾ ഞാൻ ഹിമ്മൽ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ടാവും. ആ ഒരു സമയത്തിന് മുൻപ് തന്നെ അവൾ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവള് ആ ബുക്ക് അവളുടെ സ്റ്റോറി തന്നെ ഒരുപാട് തവണ അവള് റീറീഡ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് എഴുതി കഴിഞ്ഞതിന് ശേഷം അവൾ പിന്നീട് ബേസ്മെന്റിൽ പോയിട്ട് അവളുടെ സ്റ്റോറി അവൾ തന്നെ ഇരുന്ന് വായിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അവളുടെ ലാസ്റ്റ് പേജിൽ അവൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാല്, ഞാൻ വേർഡ്സിനെ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്, ഞാൻ വേർഡ്സിനെ വെറുത്തിട്ടുമുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞാനത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് അവൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഐ ഹാവ് ഹേറ്റഡ് ദ വേർഡ്സ്, ഐ ഹാവ് ലവ്ഡ് ദം ആൻഡ് ഓൾസോ ഐ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് മെയ്ഡ് ദം റൈറ്റ്. അപ്പൊ ഇതായിരുന്നു അവളുടെ ബുക്ക് തീഫ് എന്ന് പറയുന്ന ലീസൽ എഴുതിയ ബുക്കിലെ ലാസ്റ്റ് ലൈൻസ്. അങ്ങനെ അവള് ബേസ്മെന്റിലിരുന്ന് അത് തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഡെത്ത് പറയുന്നത്. പിന്നീട് ഡെത്ത് ഹിമ്മൽ സ്ട്രീറ്റിൽ എത്തിയതായിട്ടാണ് പറയുന്നത്. ഡെത്ത് അവിടെ എത്തിയെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ബോംബിടുന്നു, ആൾക്കാർ മരിക്കുന്നു, അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് മരണം അവിടെ എത്തിയതായിട്ടാണ് പറയുന്നത്. ഇനി ആക്ച്വലി ഈ ഒരു പാട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡെത്ത് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ പറയാണ്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ലീസല് സർവൈവ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ലീസല് അവളുടെ വീടിന്റെ ബേസ്മെന്റിലിരുന്ന് അവൾ എഴുതിയ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബോംബിട്ടപ്പോ അവൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവൾ അതിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് അവിടെ റെസ്ക്യൂ മിഷന് വന്ന ആൾക്കാർക്ക് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ചാല്, അവൾ എഴുതിക്കൊണ്ടിരുന്ന പേന വെച്ചിട്ട് ഹാൻസിന്റെ പെയിന്റിന്റെ ബക്കറ്റിൽ അവൾ അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. ആ ശബ്ദം കേട്ടിട്ടാണ് അവിടെ ആളുണ്ടെന്ന് അവർ അറിയുന്നതും അവര് പിന്നീട് അത് കുഴിച്ചിട്ട് അവളെ അവിടുന്ന് പുറത്തേക്ക് എടുക്കുന്നത്. ആ ഒരു സീനിനെ ശരിക്കും ഡെത്ത് പറയുന്നത്, ഒരു അമ്മയുടെ വയറ്റിൽ നിന്നും ഒരു ന്യൂ ബോൺ ബേബിയെ എടുക്കുന്ന പോലെയാണ് അവര് ആ വീടിന്റെ അവശിഷ്ടത്തിന് ഇടയ്ക്ക് നിന്നും ലീസലിനെ പുറത്തേക്ക് എടുക്കുന്നതെന്നാണ് ഡെത്ത് പറയുന്നത്. പിന്നീട് അന്നത്തെ ദിവസം രാത്രി നടന്ന കാര്യമാണ് ഡെത്ത് പറയുന്നത്. അതായത് അന്നത്തെ ദിവസം എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വളരെ ലേറ്റ് ആയിട്ടാണ് സൈറൻ വരുന്നത്. ആ സൈറൻ വരുന്നതോടുകൂടി തന്നെ ബോംബ് അവിടേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കത്തിലാണ് മരിച്ചുപോയതെന്ന് ഡെത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഡെത്ത് ഓരോ വീട്ടിലും പോയി അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഡെത്ത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് കേട്ട എല്ലാ ക്യാരക്ടേഴ്സും മരിച്ചു കിടക്കുന്ന കാര്യം ഡെത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ടും ഇപ്പൊ അതായത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ബോംബ് വീഴുന്നതും ഡെത്ത് ചെല്ലുന്നതും ടോമി മുള്ളന്റെ വീട്ടിലാന്ന് പറയുന്നുണ്ട്. അതായത് റൂഡിയുടെയും ലീസലിന്റെയും ഫ്രണ്ട്. അപ്പൊ അവനും അവന്റെ സിസ്റ്ററും ഉറങ്ങിക്കിടക്കുന്നു. അപ്പൊ അവരുടെ ജീവൻ എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ പറഞ്ഞ മിസ്സസ് ഡില്ലർ, മിസ്സസ് ഓൾസാപ്പേൽ, ഫിഫിക്കസ്, അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഓരോരുത്തരും മരിക്കുന്നതായിട്ട് ഡെത്ത് പറയുന്നുണ്ട്. പിന്നീട് സ്റ്റീനർ ഫാമിലിയിൽ എത്തിയ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അവിടെ റൂഡിയുടെ അമ്മ, റൂഡിയുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരുടെയും ജീവൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം റൂഡിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ റൂഡിയെ കാണുന്ന സമയത്ത് ഡെത്തിന് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ആ സമയത്ത് ഡെത്ത് പറയുന്നുണ്ട്, റൂഡി ഒരിക്കലും ഇങ്ങനെ മരിക്കേണ്ട ഒരാളായിരുന്നില്ല, അവിടെയുള്ള എല്ലാവരും അത് തന്നെ. പക്ഷെ റൂഡിയോട് ഒരു പ്രത്യേക ഇഷ്ടം ഡെത്തിനുണ്ടായിരുന്നു. റൂഡിക്ക് ഇനിയും ഒരുപാട് ലൈഫ് ബാക്കി ഉണ്ടായിരുന്നു എന്നൊക്കെ ഡെത്ത് ആ സമയത്ത് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീടാണ് ഹ്യൂബർമാൻ ഫാമിലിയിൽ ഡെത്ത് എത്തുന്നത്. അതിനുശേഷം ഹാൻസിനെയും റോസയും കാണുന്നുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും ഒരു ബെഡിൽ ഒന്നിച്ച് കിടന്ന് ഉറങ്ങുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷെ ഉറങ്ങുമല്ല, രണ്ടുപേരും ആ ഒരു കിടപ്പില് മരിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും ജീവൻ അന്ന് ഡെത്ത് എടുക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ സോൾജിയേഴ്സ് സെർച്ചിന് വന്നിട്ട് ലീസലിനെ അവിടുന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നീട് ലീസലിനെ അവര് അവിടുന്ന് പുറത്തേക്ക് എടുക്കുന്നതായിട്ടാണ് പറയുന്നത്. ആ സമയത്ത് ലീസൽ നോക്കുമ്പോൾ ലീസലിന്റെ വീടും അവിടെയുള്ള ചുറ്റുമുള്ള ഒന്നും കാണുന്നില്ല. അപ്പൊ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഹാൻസിനെയും റോസയെയും രക്ഷിക്കണം, അതുപോലെ തന്നെ ബേസ്മെന്റിൽ മാക്സ് ഉണ്ട്, മാക്സിനെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അവിടെ ഇപ്പൊ എന്താ നടന്നെന്നുള്ള ഒരു ബോധം അവൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവള് മാക്സ് ബേസ്മെന്റിലുണ്ടെന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഹാൻസിന്റെ അക്കോർഡിയോൺ അവിടെ കിടക്കുന്ന കാണുന്നുണ്ട്. അത് കാണുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവള് ഹാൻസിനെ കാണണം, അവളുടെ പപ്പ എവിടെയാണ്, പപ്പ എന്ന് വിളിച്ചിട്ട് അവൾ അവിടെ കുറെ കരയുന്നുണ്ട്. അങ്ങനെ അവളവിടെ ഹാൻസിനെയും റോസയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഓരോരുത്തരുടെ ഡെഡ് ബോഡീസ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവള് ഒരു ബോയുടെ ഡെഡ് ബോഡി കാണുകയാണ്. ആ മുടി കാണുന്ന സമയത്ത് തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് റൂഡിയാണെന്നുള്ളത്. ആ സമയത്ത് അവൾ ഭയങ്കര ഷോക്കായിട്ട് അവളുടെ കയ്യിലിരുന്ന അവളുടെ ബുക്ക് തീഫ് എന്ന് പറയുന്ന ആ ബുക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾ റൂഡിയടുത്തേക്ക് അവനെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് ഓടി ചെല്ലുകയാണ്. ഈ ഒരു സീനാണ് ഡെത്ത് പറഞ്ഞ ആ ഒരു മൂന്നാമത്തെ സീൻ. അതായത് റെഡ് കളർ ഒരു മരണത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, അവളുടെ ബുക്ക് എറിഞ്ഞിട്ട് പോകുന്ന ഒരു സീൻ. അപ്പോൾ ഇതാണ് ആ സീൻ.
അങ്ങനെ അവള് റൂഡിയുടെ അടുത്ത് എത്തുന്നതാണ്. അവൾ അതിനുശേഷം റൂഡിയോട് എഴുന്നേക്കാന്ന് പറഞ്ഞിട്ട് അവള് റൂഡിയെ കിടന്ന് വിളിക്കുകയാണ്. റൂഡിയെ അവള് പൊക്കിയെടുത്ത് അവളുടെ മടിയിലിരുത്തിയിട്ട് അവള് റൂഡിയോട് കുറെ കാര്യങ്ങൾ പറയാണ്. റൂഡി, നിനക്ക് ജസ് ഓവനെ ഓർമ്മയില്ലേ, നമ്മൾ കളിക്കാൻ പോയത് ഓർമ്മയില്ല, അതൊക്കെ അവൾ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് റൂഡിയോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അവൾ പറയുന്നുണ്ട്, അതായത് ആ ഒരു മൊമെന്റിൽ അവൾ കൺഫസ് ചെയ്യുന്നുണ്ട് അവളുടെ ആ ഒരു ഇഷ്ടം. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, ഐ ലവ് യു റൂഡി എന്നൊക്കെ അവള് ആ സമയത്ത് അവള് റൂഡിയോട് പറയുന്നുണ്ട്. അതായത് റൂഡി മരിച്ചു എന്നുള്ളത് അവൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എണീക്കാനെന്ന് പറഞ്ഞിട്ട് അവള് റൂഡിയെ വീണ്ടും വിളിക്കുകയാണ്. അവസാനം അവൻ ഇനി എണീക്കത്തില്ല, അവൻ മരിച്ചു എന്നുള്ള ആ ഒരു സത്യം അവള് ആക്സെപ്റ്റ് ചെയ്യാണ്. അതിനുശേഷം അവള് പതുക്കെ റൂഡിയെ അവളുടെ മടിയിന്ന് താഴേക്ക് കിടത്തുവാണ്. അതിനുശേഷം അവസാനമായിട്ട് അവള് റൂഡിക്ക് ഒരു കിസ് കൊടുക്കുകയാണ്. അവന്റെ ആ ഒരു മരിച്ച ശരീരത്തിൽ അവള് ഒരു കിസ് കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. എനിക്ക് ആ സീൻ ഭയങ്കരമായിട്ട് തന്നെ ഹോണ്ട് ചെയ്തൊരു സീനാണ്. ഈ ബുക്ക് വായിച്ച സമയത്ത് എനിക്കത് വായിക്കാൻ എനിക്ക് ഒരു റൂഡി മരിച്ച റൂഡിയുടെ ആ ഒരു ബോഡി അവൾ കാണുന്ന സീൻ തൊട്ട് എന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത ഒരു സീനാണിത്. അപ്പൊ ഞാൻ ആ ഒരു ചെറിയ പോർഷൻ ഇതിൽ ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കാം. ഈ ബുക്കിന്റെ ഈ ഒരു ലാസ്റ്റ് പോർഷൻ, അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പോർഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു ബോംബ് വീണതിന് ശേഷമുള്ള ഓരോ ആൾക്കാരുടെ ജീവൻ ഡെത്ത് പോയി എടുക്കുന്നതും ഓരോ ആൾക്കാർ മരിച്ചു കിടക്കുന്നതും പിന്നീട് ഡെഡ് ബോഡീസ് ഐഡന്റിഫൈ ചെയ്യുന്നതും ലീസിൽ റൂഡിയെ കാണുന്നതും റൂഡിക്ക് അവസാനമായിട്ട് അവളൊരു കിസ് കൊടുക്കുന്നത്, ഇനിയിപ്പോ ഓഫ് കോഴ്സ് അവള് റോസ ഹ്യൂബർമാന്റെയും ഹാൻസ് ഹ്യൂബർമാന്റെയും ഒക്കെ ഡെഡ് ബോഡീസ് അവൾ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പൊതുവെ ഈ ഇമോഷണൽ സീൻസ് എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ വായിച്ച സമയത്ത് എനിക്കുണ്ടായ അതിന്റെ ആ ഒരു എഫക്റ്റ് എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് ഒരിക്കലും നിങ്ങളോട് കഥ പറയുമ്പോൾ എനിക്കത് അത്രയും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ അവള് ആദ്യത്തെയും അവസാനത്തെ ആയിട്ടുള്ള ഒരു കിസ് റൂഡിക്ക് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു പോർഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വായിക്കാനായിട്ട്. പിന്നീട് അവളുടെ മമ്മയുടെയും പപ്പയുടെയും ബോഡി കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് അവള് ആകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, അവൾ അനങ്ങാതെ നിൽക്കുകയാണ്. അതിനുശേഷം അവൾ അവിടോട്ട് ഓടിച്ചെല്ലാണ്. എന്നിട്ട് അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവരെണീക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ്. അതിനുശേഷം അവരോട് അവളിങ്ങനെ അവളുടെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങളും ആ സമയത്ത് അവരോടിങ്ങനെ പറയുന്നുണ്ട്. അവൾ അങ്ങനെ ആദ്യം റോസ ഹ്യൂബർമാന്റെ ബോഡിയുടെ അടുത്ത് ചെന്നിട്ട് അവള് വിളിക്കുന്നുണ്ട്. അവളപ്പോൾ അവരെ കാണുമ്പോൾ മമ്മ എന്ന് വിളിച്ചിട്ട് അവളുടെ പഴയ ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ ആ സമയത്ത് പറയുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് അവൾ അവിടെ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് അവളിങ്ങനെ റോസയോട് പറയുന്നുണ്ട്. അതിനുശേഷം അവള് ഹാൻസിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഡെത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പോലും അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഹാൻസ് ഹ്യൂബർമാനെ ആയിരുന്നു. അപ്പൊ അവളുടെ പപ്പ അടുത്ത് ചെന്നിട്ട് അവള് പപ്പായെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവള് ഹാൻസിനോട് ഒരുപാട് കാര്യത്തിന് താങ്ക്സ് പറയുന്നുണ്ട്. അവളെ വായിക്കാൻ പഠിപ്പിച്ചതിനും എഴുതാൻ പഠിപ്പിച്ചതിനും. ഇന്നിപ്പോ അവള് ജീവനോടെ ഇരിക്കുന്നതും ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ്. അവൾക്ക് അതിലുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് അവള് ബേസ്മെന്റിൽ പോയി ഇരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവളിപ്പോ ജീവനോടെ ഉള്ളത്. അതിനുശേഷം അവള് ഹാൻസിന്റെ അക്കോർഡിയോൺ എടുത്തിട്ട് ഹാൻസിന്റെ അടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് സീനിൽ അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് ലീസലിനെ അവിടുന്ന് കൊണ്ടുപോകുന്നതായിട്ടാണ്. അപ്പൊ അവൾ അവസാനമായിട്ട് ഹാൻസിന് ഒരു യാത്ര പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഉള്ളവര് അക്കോർഡിയോൺ അവളുടെ കൂടെ എടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവളുടെ ഒരു ബുക്ക് തീഫ് അവൾ അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ആരും എടുക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബുക്ക് ഡെത്ത് എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഇതിലെ ചാപ്റ്റേഴ്സ് തീരുവാണ്. പക്ഷെ ഇതിന് എൻഡിലായിട്ട് ഇതിന്റെ എപ്പിലോഗ് വരുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതില് ഡെത്ത് പറയുന്നതെന്ന് വെച്ചാല് ഇന്നലെയാണ് ശരിക്കും ലീസല് മരിച്ചത്. അതായത് റിയൽ ലൈഫിൽ ലീസൽ ഇപ്പോ മരിച്ചു. പക്ഷെ ലീസൽ ഇപ്പോ മരിച്ചിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. സിഡ്നിയിൽ വെച്ചിട്ടാണ് അവളുടെ മരണം നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞു, അവൾക്കൊരു ഹസ്ബൻഡ് ഉണ്ടായി, അവൾക്ക് 3 മക്കളുണ്ടായി, അവൾക്ക് 3 ഗ്രാൻഡ് ചിൽഡ്രൻസ് ഉണ്ടായി. അതൊക്കെ ഡെത്ത് ഈ സമയത്ത് പറയുന്നുണ്ട്. അപ്പൊ അവള് ഒരുപാട് കാലം ജീവിച്ചു, അവൾക്ക് പ്രായമായി. അതിനുശേഷം ഇന്നലെ അവള് മരിച്ചു. അപ്പൊ ഇന്നലെയാണ് അതിനുശേഷം ലീസലിനെ ഡെത്ത് കാണുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവൾ ആ ഒരു മരിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ കൂടി പോയ ആൾക്കാരില് അവളുടെ ഹസ്ബൻഡും അവളുടെ മക്കളും അവളുടെ കൊച്ചുമക്കളും ഉണ്ട്. അവരുടെ കൂടെ തന്നെ അവള് ഹാൻസും റോസയും റൂഡിയും എല്ലാരും ഉണ്ടായിരുന്നു എന്നുള്ളത് ഡെത്ത് പറയുന്നുണ്ട്. പിന്നീട് ഡെത്ത് അന്നത്തെ ബാക്കി കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ ആ ഒരു ബോംബ് അറ്റാക്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഹിമ്മൽ സ്ട്രീറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവളെല്ലാരും ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്.
പിന്നീട് മേയറും മേയറിന്റെ വൈഫും ലീസലിനെ തിരക്കി വരുന്നതും അവര് അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഹാൻസിന്റെയും റോസയുടെയും ഫ്യൂണറൽ അവര് നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ അവള് ഹാൻസിന്റെ അക്കോർഡിയോൺ പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെയുള്ള ആൾക്കാരൊക്കെ അവളെ ശ്രദ്ധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവര് പിന്നീട് കാണുന്നതായിട്ടാണ് ഡെത്ത് പറയുന്നത്. അവള് ആംബർ റിവറിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഒറ്റയ്ക്ക് കുറച്ചു നേരം സംസാരിക്കുന്നത്. അപ്പൊ അവള് സംസാരിക്കുന്നത് ശരിക്കും റൂഡിയോടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവള് റൂഡിയോട് അവസാനമായിട്ട് ഒന്നുകൂടി യാത്ര പറയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നതാണെന്നുള്ളത് ഡെത്ത് പറയുന്നുണ്ട്. പിന്നീട് അലക്സ് സ്റ്റീനർ തിരിച്ചു വരുന്നതായിട്ടും സ്റ്റീനർ ഫാമിലിയുടെ ഫ്യൂണറലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അലക്സ് സ്റ്റീനറിന്റെ കൂടെയാണ് ലീസൽ പോകുന്നത്. അപ്പോൾ അലക്സ് സ്റ്റീനറിനോട് റൂഡിയുടെ കാര്യം അവൾ പറയുന്നുണ്ട്. റൂഡിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവള് റൂഡിയോട് ഒരിക്കലും അവളുടെ ഇഷ്ടം പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ മരിച്ച ശേഷം അവൾ അത് പറഞ്ഞു എന്നും അവന് ഒരു കിസ് കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ അവള് അലക്സ് സ്റ്റീനറിനോട് പറയുന്നുണ്ട്. പിന്നീട് അലക്സ് സ്റ്റീനറും ലീസലും കൂടി അവിടെയുള്ള ജൂയിഷ് ക്യാമ്പിലെല്ലാം മാക്സിനെ തിരക്കി പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് കണ്ടെത്താനാവുന്നില്ല. പിന്നീട് ഒരു ദിവസം അലക്സ് സ്റ്റീനറും ലീസലും കൂടി അലക്സ് സ്റ്റീനറിന്റെ ടൈലർ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് മാക്സ് വരുന്നതായിട്ടും ആ സമയത്ത് മാക്സിനെ കണ്ടിട്ട് ലീസല് ഓടിച്ചെന്ന് ഹഗ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഇതിലെ ലാസ്റ്റ് പോർഷനില് ലീസല് മരിച്ചതിന് ശേഷം ഡെത്തും ലീസലും കൂടി സംസാരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഡെത്ത് ലീസലിന് അവളുടെ ബുക്ക് തീഫ് എന്ന് പറയുന്ന ആ ബുക്ക് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ്. അപ്പൊ അത് കാണുന്ന സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട് ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ ഡെത്ത് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ബുക്കാണെന്ന്. അപ്പോൾ ലീസല് ചോദിക്കുന്നുണ്ട് ഡെത്തിന് അവളുടെ ആ സ്റ്റോറി മനസ്സിലായോ എന്നുള്ളത്. അത് കേട്ടിട്ട് അതിനൊരു മറുപടി പറയാൻ പറ്റാതെ ഡെത്ത് നിൽക്കുകയാണ്. പിന്നീട് ഡെത്ത് അവസാനമായിട്ട് ഇതിൽ പറയുന്നതാണ്, നമ്മളോടായിട്ടും ലീസലിനോടായിട്ടും പറയുന്ന ഒരു കാര്യമാണ്. ഐ ആം ഹോണ്ടഡ് ബൈ ഹ്യൂമൻസ് എന്നാണ് ഇതിൽ ഡെത്ത് പറയുന്നത്. ഈ ഒരു സെന്റൻസ് ആണ് ഈ ബുക്കിന്റെ ലാസ്റ്റ് വരുന്നത്. ഈ സെന്റൻസിന് പല അർത്ഥങ്ങളും ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിത് വായിച്ച സമയത്ത് മനസ്സിലായത്, ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ നമ്മൾ ഹോണ്ട് ചെയ്യുന്നത് ഒരുപക്ഷെ മരിച്ചുപോയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മരണം നമ്മളെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ പക്ഷെ ഇപ്പൊ മരണം തന്നെ പറയാണ്, മരണത്തിനെ ഹോണ്ട് ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്മാരാണ്. എനിക്കിപ്പോ തോന്നിയത് ഈ ബുക്കിന്റെ സ്റ്റാർട്ടിങ്ങില് ഡെത്ത് ലീസലിന്റെ സ്റ്റോറി പറയുന്നതിന് മുൻപ് തന്നെ ഓരോ മരണത്തിന് ശേഷവും അവിടെ ബാക്കിയാവുന്ന മനുഷ്യരെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു അവസ്ഥ ഡെത്തിനെ ഹോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇതാണ് ഇതിൽ ഡെത്ത് അവസാനമായിട്ട് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ബുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ലീസൽ ബുക്ക് തീഫിൽ എഴുതിയ ആ ഒരു ലാസ്റ്റ് സെന്റൻസ് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണമെന്നാണ്. അതിൽ ലീസലിന്റെ അവസാനത്തെ വേർഡ്സ് എന്ന് പറഞ്ഞത് ഐ ഹാവ് ഹേറ്റഡ് ദ വേർഡ്സ് ആൻഡ് ഐ ഹാവ് ലവ്ഡ് ദം ആൻഡ് ഐ ഹോപ്പ് ഐ ഹാവ് മെയ്ഡ് ദം റൈറ്റ്, റിട്ടൺ ബൈ ബുക്ക് തീഫ്. അപ്പോ മാർക്കസ് സുസാക്ക് എഴുതിയ ദ ബുക്ക് തീഫ് എന്ന് പറയുന്ന ബുക്കിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു ഇത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതൊരു വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, 2 hours ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 2 മണിക്കൂർ നിങ്ങൾ ആരെങ്കിലും ഇത് കംപ്ലീറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ വേറൊരു ബുക്കിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് വീണ്ടും വരാം. അപ്പോ ബൈ.